ഞാൻ ആരാണ് എന്ന വിഷയം നേരത്തെ സംസാരിച്ച് തുടങ്ങിയതാണ് തൃശ്ശൂരിൽ ഈ മാസം ആദ്യം. അന്നത് പൂർണ്ണമാക്കാൻ ചില സമയപരിമിതികൾ കാരണം കഴിഞ്ഞില്ല. അപ്പോൾ അന്ന് നമ്മൾ അതിൻ്റെ ഒരു ആദ്യ ഭാഗമാണ് സംസാരിച്ചത്. ഞാൻ ആരാണ് എന്നതിനെക്കുറിച്ച് കാലാകാലമായി നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ധാരണകളെക്കുറിച്ചാണ് അന്ന് പറഞ്ഞത്. ഈ മാണ്ഡൂക്യോപനിഷത്ത് ഇത് വളരെ സ്റ്റാൻഡേർഡായിട്ട് ആരാണ് ഞാൻ, ആരാണ് നീ എന്നുള്ള ചോദ്യത്തിന്, ഹുവാമൈ, ആരാണ് ഞാൻ എന്ന ചോദ്യത്തിന് ഇന്ത്യയിൽ പറഞ്ഞു വരുന്ന ഉത്തരം ഇതാണ് എന്ന് ഞാൻ പറയണ്ടായി. മാണ്ഡൂക്യോപനിഷത്തിൽ നീ ബ്രഹ്മമാണ്, ആത്മാവാണ്, നാലാമത്തേതാണ്. ന അന്തപ്രജ്ഞം ന ബഹിഷ്പ്രജ്ഞം ന ഉഭേദപ്രജ്ഞം ന പ്രജ്ഞാനഘനം ന പ്രജ്ഞം ന അപ്രജ്ഞം അദൃഷ്ടം അവ്യവഹാര്യം അഗ്രാഹ്യം അലക്ഷണം അചിന്യം അവ്യപദേശം ഏകാത്മപ്രത്യയസാരം പ്രപഞ്ചോപശമം ശാന്തം ശിവം അദ്വൈതം ചതുർത്ഥം മന്യന്തേ സ ആത്മാ സ വിജ്ഞേയ. ഇന്ന് ഇത് ഈ തത്വമസി, അഹം ബ്രഹ്മാസ്മി, അയമാത്മാ ബ്രഹ്മ എന്നിങ്ങനെയുള്ള ഒരുപാട് ഈ വാക്യങ്ങളിലൂടെ തുടർച്ചയായി ഇന്ത്യയിൽ പ്രചരിച്ചു വരുന്ന ഈ ഉത്തരം, ആ പ്രസംഗം ഒരു പൂർണ്ണമായല്ലെങ്കിലും അതിൻ്റെ ഒരു യൂട്യൂബ് വേർഷൻ ഉണ്ട്. അതിൻ്റെ സ്ലൈഡ്സ് ഒന്നുമില്ല, ഒരു യൂട്യൂബ് വേർഷൻ ഇട്ടുണ്ട്. അപ്പോൾ അതിലൊരാൾ പറഞ്ഞാണിത്. I was keen to watch this video, was looking for a strong refute to the speech done by Sarvapriyananda. I have watched that also many times. But sir, you have failed miserably to refute the Advaitic claims. ഈ അദ്വൈതവാദങ്ങളെ തെറ്റെന്ന് തെളിയിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എന്നാണ് ഒരാൾ അതിൽ പറഞ്ഞൊരു കമൻറ്റ്. അത് ആർക്കും തന്നെ സാധ്യമില്ലാത്ത കാര്യമാണ്. ഈ അദ്വൈതികളുടെ വാദങ്ങളെ തെറ്റാണ് എന്ന് തെളിയിക്കാൻ ആർക്കും സാധ്യമല്ല. കാരണം എന്താണ്? അത് നോൺ ഫോൾസിഫയബിളാണ്. അതിനെ തെറ്റെന്ന് തെളിയിക്കാൻ സാധ്യമല്ല. ഇത് അന്ന് ഞാൻ പറയണ്ടായി, അൾട്ടിമേറ്റ് റസൽസ് ടീപ്പോട്ടാണ്. മെയ്ഡ് ഇൻ ഇന്ത്യ അൾട്ടിമേറ്റ് റസൽസ് ടീപ്പോട്ടാണ്. കാരണം ഇതിനെ ഒരു തരത്തിലും അത് അദൃഷ്ടമാണ്, അവ്യവഹാര്യമാണ്, അഗ്രാഹ്യമാണ്, അലക്ഷണമാണ്, അചിന്യമാണ്, അവ്യപദേശമാണ് എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ പറ്റുക? അത് അങ്ങനെ തെറ്റെന്ന് തെളിയിക്കാൻ പറ്റില്ലല്ലോ. ഇതൊക്കെയാണ്. പക്ഷെ ഈ ഏകാത്മപ്രത്യയസാരം പ്രപഞ്ചോപം ശാന്തശിവം അദ്വൈതവും ആയ ബ്രഹ്മമൊക്കെയാണ്. പക്ഷേ ഈ ബ്രഹ്മം എന്താണ്? അതിനെ കാണാൻ പറ്റില്ല, അതിന് കേൾക്കാൻ പറ്റില്ല, സ്പർശിക്കാൻ പറ്റില്ല, മണക്കാൻ പറ്റില്ല, നോട്ട് വിത്തിൻ ട്രാൻസാക്ഷൻ, നോട്ട് യൂസബിൾ, കർമ്മേന്ദ്രിയങ്ങൾ കൂടി ഗ്രഹിക്കാൻ സാധിക്കാത്തതാണ്. ഇറ്റ് കനോട്ട് ബി ഇൻഫേർഡ്. അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല, അതിന് പേര് കൊടുക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാണ് അതിനെ ഇല്ലാന്ന് തെളിയിക്കാൻ പറ്റുക? അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, അത് അൾട്ടിമേറ്റ് റിസൾട്ട് ടീപ്പോട്ടാണ്. നമുക്കൊരു തരത്തിലും തെളിയിക്കാൻ പറ്റില്ല, അത് ഇല്ലാന്ന് തെളിയിക്കാൻ പറ്റില്ല. അപ്പോൾ അന്ന് ഈ ഒരു പാരഗ്രാഫ് ഒന്ന് ഞാൻ വായിക്കണം എന്ന് ഉദ്ദേശിച്ചാണ്. അതൊന്ന് വായിക്കാം. എന്താണ് ഈ റസൽസ് റിപ്പോർട്ട് എന്നുള്ളതെന്ന്. ഇത് റസൽസ് റിപ്പോർട്ടിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞതിൻ്റെ ആ ഒരു പാരഗ്രാഫാണ്. അതൊന്ന് വായിച്ചേക്കാം. ഇതാണ് സംഭവം. മെനി ഓർത്തഡോക്സ് പീപ്പിൾ സ്പീക്ക് ആസ് ദോ ഇറ്റ് വെയർ ദി ബിസിനസ് ഓഫ് സ്കെപ്റ്റിക്സ് ടു ഡിസ്പ്രൂവ് റിസീവ് ഡോഗ്മാസ്. ഈ പറയുന്ന ചതുർത്ഥം മന്യന്തേ എന്ന് പറയുന്ന സാധനം, അയമാത്മാ ബ്രഹ്മ, സത്വമസി, ഇതൊക്കെ പറയുമ്പോൾ ഇതിവിടെ ഇങ്ങനെ ഗിവൺ വിസ്ഡമായി നിൽക്കുന്നില്ല. ഇത് തെറ്റാണെന്ന് തെളിയിക്കൽ ഇതിൽ സംശയിക്കുന്നവരുടെ ജോലിയാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, സാർ യു ഹാവ് ഫെയിൽഡ്. ഇവരിത് പറയുന്നത് തെറ്റാണെന്ന് തെളിയിക്കൽ നമ്മുടെ ബാധ്യതയല്ല. കാരണം ഇതാണ് പറയുന്നത്, മെനി ഓർത്തഡോക്സ് പീപ്പിൾ സ്പീക്ക് as though it were the business of skeptics to disprove received dogmas rather than that of the dogmatists to prove them. അവരാണ് പ്രൂവ് ചെയ്യേണ്ടത്. വാസ്തവത്തിൽ ഇത് പറയുന്ന ഈ ക്ലെയിം പറയുന്ന ഞാൻ എന്നാൽ ബ്രഹ്മമാണ്, ഞാൻ ചതുർത്ഥമാണ്, ഞാൻ അയമാത്മാ ബ്രഹ്മ, അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നവർ അവരാണ് തെളിയിക്കേണ്ടത്, നമ്മുടെ ജോലിയല്ലത്. If I were to suggest that between the earth and Mars there is a China teapot revolving about the sun in an elliptical orbit എന്ന് പറയുകയാണെങ്കിൽ, ഒരു ചൈന ടീപ്പോട്ട് ഇങ്ങനെ ഈ ഭൂമിക്കും ചൊവ്വക്കും ഇടയിൽ ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ പോകുന്നുണ്ട് എന്ന് ഞാൻ പറയുകയാണെങ്കിൽ, എന്തുപോലെ? ഏകാത്മപ്രത്യയസാരം പ്രപഞ്ചോപശമം ശാന്തം ശിവം അദ്വൈതം ചതുർത്ഥം മന്യന്തേ സ ആത്മാ എന്ന് പറയുന്ന ക്ലെയിം ഇതുപോലെയാണ്. ഈ ഒരു ടീപ്പോട്ട് ഇങ്ങനെ കറങ്ങുന്നുണ്ട് എന്ന് പറയുന്നത് പോലെയാണ്. അത് ശാന്തം ശിവം അദ്വൈതമാണ് എന്നൊക്കെ നിങ്ങൾക്ക് പറയാം. പക്ഷെ എന്തുപോലെയാണ് ഈ ടീപ്പോട്ടിനിടയിൽ കറങ്ങുന്നത് പറഞ്ഞ പോലെയാണ്. നോബഡി ഷുഡ് ബി ഏബിൾ ടു ഡിസ്പ്രൂവ് മൈ അസർഷൻ. ഞാൻ അങ്ങനെ പറയുകയാണെങ്കിൽ അത് ആർക്കും തന്നെ തെറ്റം തെളിയിക്കാൻ സാധ്യമല്ല. പ്രൊവൈഡഡ് I were careful to add that the teapot is too small to be revealed even by your most powerful telescopes. ഈ ചൈന ടീപ്പോട്ടിനെ ഇന്ത്യൻ ടീപ്പോട്ടാണ് പക്ഷേ ഇവിടെ കേട്ടോ, അതിന് എത്ര ശക്തിയുള്ള സൂക്ഷ്മദർശിനി കൊണ്ടുപോലും ദൂരദർശിനി കൊണ്ടുപോലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്ന് ഞാൻ പറയുകയാണെങ്കിൽ പിന്നെ എന്നെ തെറ്റും തെളിയിക്കാൻ പറ്റില്ല. അതാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഉപനിഷത്തുകാരൻ പറഞ്ഞേക്കുന്നതാണ് അദൃഷ്ടം അവ്യവഹാര്യം അഗ്രാഹ്യം അലക്ഷണം അചിന്യം അവ്യപദേശം.
ഈ റസൽ സ്റ്റീപ്പോർട്ടിനെ കുറിച്ചിട്ട് ആകെ കൂടെ കാണാൻ പറ്റില്ല, അദൃശ്യം എന്ന് മാത്രം പറയാം. അദൃശ്യം എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, അദൃഷ്ടം എന്നും കൂടി പറയണ്ട, അദൃശ്യം എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ഇന്ത്യക്കാര് നമ്മുടെ ഉപനിഷത്ത് കവികൾ വെറും കാണാൻ പറ്റില്ല എന്ന് മാത്രമല്ല പറഞ്ഞത്, അതിന്റെ കൂടെ ഇതൊക്കെ ചേർത്തു. അദിഷ്ടം, അവ്യവഹാര്യം, അഗ്രാഹ്യം, അലക്ഷണം, അചന്യം, അവ്യപദേശം, ഒരു തരത്തിലും സാധ്യമല്ല. അപ്പൊ പിന്നെ അതാണ് അൾട്ടിമേറ്റ് റസൽ സ്റ്റീപ്പോർട്ടൻ. But if I were to go on to say that since my assertion cannot be disproved, അത് തെറ്റെന്ന് തെളിയിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇറ്റ് ഇസ് ഇൻടോളറബിൾ പ്രിസംഷൻ ഓൺ ദ പാർട്ട് ഓഫ് ഹ്യൂമൻ റീസൺ ടു ഡൗട്ട് ഇറ്റ്. അതുകൊണ്ട് നിങ്ങൾ ആരും എന്നെ സംശയിക്കാൻ പാടില്ല. ഐ ഷുഡ് റൈറ്റ്ലി ബി തോട്ട് ടു ബി ടോക്കിംഗ് നോൺസെൻസ്. അങ്ങനെ ഞാൻ പറയുകയാണെങ്കിൽ ഈ ടീപോട്ട് ഇങ്ങനെ പോകുന്നുണ്ട്, പക്ഷേ ഇത് തെറ്റാണ്, നിങ്ങൾ തെളിയിക്കാൻ പറ്റാത്ത കാരണം നിങ്ങളൊക്കെ ഇത് വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞ വിഡിത്തമാണെന്ന് നിങ്ങൾ പറയും. If however the existence of such teapot were affirmed in ancient books, ഇവിടെ പറഞ്ഞ പോലെ ancient booksൽ കിടക്കുകയും taught in the sacred truth every Sunday, ഇവിടെ every Sunday എല്ലാ ദിവസവും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, and instilled into the minds of children at school, ഇതൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. ഭഗവത്ഗീത പാഠങ്ങളായും ഉപനിഷത്ത് പാഠങ്ങളായും നമ്മുടെ കുട്ടികളുടെ ഇടയിൽ ഇങ്ങനെ ഈ സാധനങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. കുട്ടികളെ കാണുന്നില്ലേ? കുഴാളി സ്കൂളിൽ ഒരു മഹാമിടുക്കൻ എന്ന് വലിയ സ്റ്റാറാണ്. ഇതൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ കുട്ടികളെയും പഠിപ്പിച്ചു വിടുന്നുണ്ട്. ഈ ശാന്തം, ശിവം, അദ്വൈതം, ചതുർത്ഥം, മന്യന്തേ എന്നുള്ളത്. Hesitation to believe in its existence will become a mark of eccentricity and entitle the doubter to the attention of the psychiatrist in an enlightened age or of the inquisitor in an earlier time. നമ്മൾ തന്നെ ഇൻക്വിസിറ്ററിലേക്ക് പോകുന്നതാണ് തോന്നുന്നത് അടുത്ത് തന്നെ. It is customary to suppose that if a belief is widespread, എല്ലാവരും വിശ്വസിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ there must be something reasonable in it. ഇതാണ് നടക്കുന്നത്. ഇതുകൊണ്ടാണ് ഇത് ഡിസ്പ്രൂവ് ചെയ്യാത്തതുകൊണ്ട് ഇത് ശരിയാണെന്ന് പറയുന്നതിൻ്റെ കാര്യം. അപ്പോൾ ഇത്രയും ഞാൻ നേരത്തെ പറഞ്ഞതിനെ ഒരു വളരെ ചെറുക്കത്തെ സമ്മറിയായി പറഞ്ഞ് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഇനി നമുക്ക് സയൻസാണ് പറയാനുള്ളത്. നൗ വി വിൽ ഗോ ടു ദ സയൻസ്. ഓക്കെ, ഈ ആധുനിക ന്യൂറോ സയൻസ് നമ്മൾ ഈ പറഞ്ഞ ഹൂ ആം ഐ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുന്നതിൽ വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. വളരെ വളരെ വിപുലമായ ഒരു വിഷയമാണിത്. അതിനൊരു പൊതുവായിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷൻ നൽകുക മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ച് ഫാസ്റ്റായിട്ട് പോവുകയാണ്. ഇത് 2 ഓതേഴ്സിനെയാണ് പ്രധാനമായിട്ട് ഇതിൽ ഞാൻ ഈ പഠനത്തിന് വേണ്ടി ആശ്രയിച്ചിട്ടുള്ളത്. ആദ്യത്തെ ആൾ അന്റോണിയോ ഡമാസിയോ, യൂണിവേഴ്സിറ്റി ഓഫ് സദേൺ കാലിഫോർണിയ ന്യൂറോ സയൻറ്റിസ്റ്റാണ്. അവിടെ സൈക്കോളജി, ഫിലോസഫി, ന്യൂറോളജി എന്നീ വിഷയങ്ങളിലെ പ്രൊഫസറാണ് അദ്ദേഹം. ഡമാസിയോനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ നെറ്റിൽ നിങ്ങൾ നോക്കിയാൽ ഇങ്ങനൊരു കോട്ട് കാണാം: വി ആർ നോട്ട് തിങ്കിങ് മെഷീൻ ദറ്റ് ഫീൽ, റാദർ വി ആർ ഫീലിംഗ് മെഷീൻസ് ദറ്റ് തിങ്ക്. ഡമാസിയോൻ്റെ ഒരു കോട്ട് നിങ്ങൾക്ക് ഓൺലൈൻ കാണാം. ഇങ്ങനെ അദ്ദേഹം പറഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട്, കാരണം അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ പറഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ എക്സാക്റ്റ് കോട്ട് ഞാൻ കണ്ടില്ല. ഇങ്ങനെയാണ് ആ കോട്ട് കണ്ടത്: ഹ്യൂമൻസ് ആർ നോട്ട് എയ്തർ തിങ്കിങ് മെഷീൻസ് ഓർ ഫീലിംഗ് മെഷീൻസ്, ബട്ട് റാദർ ഫീലിംഗ് മെഷീൻസ് ദറ്റ് തിങ്ക് എന്ന് അന്റോണിയോ ഡമാസിയോ പറയുന്നുണ്ട്. നമ്മൾ കേവലം ചിന്തിക്കുന്ന യന്ത്രങ്ങളോ അതല്ലെങ്കിൽ കേവലം വികാരാനുഭവം ഉള്ള യന്ത്രങ്ങളോ അല്ല, മറിച്ച് വികാരാനുഭവങ്ങളുള്ള ഒപ്പം ചിന്താശേഷി കൂടിയുള്ള യന്ത്രങ്ങളാണ്. ഈ ഹ്യൂമൻസ് ആർ ഫീലിംഗ് മെഷീൻസ് ദറ്റ് തിങ്ക് എന്നത് നമ്മൾ അറിയേണ്ടതാണ്, മനസ്സിൽ വെക്കേണ്ടതായ ഒരു ആശയമാണ്. ഇത് നമ്മൾ പലപ്പോഴും പ്രത്യേകിച്ചും സ്വാതന്ത്ര്യതർ, യുക്തിവാദികൾ ആലോചിക്കാത്ത, നമ്മൾ ചിന്തിക്കുന്ന മെഷീൻസാണ് നമ്മൾ വിചാരിക്കുന്നത്. വാസ്തവത്തിൽ നമ്മൾ ചിന്തിക്കുന്ന മെഷീൻസ് എന്നതിനേക്കാളും കൂടുതൽ പ്രാഥമികമായി നമ്മൾ വികാരാനുഭവങ്ങളുള്ള മെഷീൻസാണ്. അനുഭവങ്ങളുള്ള ഫീലിംഗ് മെഷീൻസ് ദറ്റ് തിങ്ക് ആണ് എന്നത് തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ്. അതും കൂടിയാണ് ഞാൻ ഇന്നത്തെ പ്രശ്നത്തിൻ്റെ ഒരു പ്രധാന സന്ദേശമായി മുന്നോട്ട് വെക്കാൻ ഉദ്ദേശിച്ചത്. വാസ്തവത്തിൽ നോക്കുകയാണ്, നമ്മൾ ശാസ്ത്രീയമായി നോക്കുകയാണെങ്കിൽ വി ആർ നോട്ട് തിങ്കിങ് മെഷീൻസ്, വി ആർ ഫീലിംഗ് മെഷീൻസ് ദാറ്റ് ഓൾസോ തിങ്ക് ചെയ്യുന്ന ഫീലിംഗ് മെഷീൻസാണ്. അതിന് വളരെ പ്രധാനമുണ്ട്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മളിത് പരിഗണിക്കേണ്ട ഒരു കാര്യമാണ്. വി ആർ ബേസിക്കലി ഫീലിംഗ് മെഷീൻസ് എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുള്ള ഇത്രയേ ഉള്ളൂ. വേറെയും പുസ്തകങ്ങളുണ്ട്. ഈ സെൽഫ് കംസ് ടു മൈൻഡ്, ദ ഫീലിംഗ് ഓഫ് വാട്ട് ഹാപ്പൻ, സ്ട്രേഞ്ച് ഓർഡർ ഓഫ് തിങ്സ്, ഇതൊക്കെ അനേകം പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പാർട്ട്ണർ ഹന്ന ഡമാസിയോ, അവരും ഒരു ന്യൂറോ സയൻറ്റിസ്റ്റാണ്. ന്യൂറോ ഇമേജിങ്ങിലാണ് അവർ പ്രവർത്തിക്കുന്നത്. അവരും ഈ അതേ യൂണിവേഴ്സിറ്റി ഓഫ് സദേൺ കാലിഫോർണിയയിലെ പ്രൊഫസർ തന്നെയാണ്. ഇവർ രണ്ടുപേരും ചേർന്ന് എഴുതിയ ഒരു പേപ്പറും ഞാൻ ഇതിന് ഈ നമ്മുടെ ഇന്നത്തെ പ്രസൻറ്റേഷനിൽ ആശ്രയിക്കുന്നുണ്ട്. ഇതാണ് ആദ്യത്തെ ആൾ, ഡമാസിയോ, ആൻഡ് ഓഫ് കോഴ്സ് ഹന്ന ഡമാസിയോ ഓൾസോ. രണ്ടാമത്തെ ആൾ ബഡ് ക്രെയ്ഗ്. ഇന്ന് പ്രധാനമായിട്ടും ആന്റോണിയോ ഡമാസിയോൻ്റെ ഞാൻ വളരെ കൂടുതൽ പോകുന്നില്ല. പ്രധാനമായിട്ടും ഇന്നത്തെ ഈ പ്രസൻറ്റേഷൻ ആശ്രയിച്ചിരിക്കുന്നത് ബഡ് ക്രെയ്ഗിനെയാണ്. ബഡ് ക്രെയ്ഗ് ഒരു ന്യൂറോ അനാട്ടമിസ്റ്റാണ്. നമ്മുടെ ആന്റോണിയോ ഡമാസിയോൻ്റെ അത്രയും പ്രസിദ്ധനല്ല. അദ്ദേഹം
ബാരോ ന്യൂറോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, അവിടെ അറ്റ്കിൻസൺ പെയിൻ റിസർച്ച് ലാബറട്ടറിയുടെ തലവനാണ്. ഇത് നേച്ചർ റിവ്യൂസ് ന്യൂറോ സയൻസിൽ 2 പേപ്പറുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ 2 പേപ്പറിനെയാണ് പ്രധാനമായിട്ട് ഇന്ന് ആശ്രയിക്കുന്നത്. 2002 2009 പ്രസിദ്ധീകരിച്ചിട്ടുള്ള 2 പേപ്പറുകൾ. ഈ പേപ്പറുകളെ കുറിച്ചാണ് നമ്മൾ കാര്യമായിട്ട് പറയുന്നത്. അതിന് പുറമെ അദ്ദേഹത്തിന് ചില പേപ്പറുകൾ കൂടി ഞാൻ ആശ്രയിക്കുന്നുണ്ട്. അത് സമയത്ത് മെൻഷൻ ചെയ്യുന്നതായിരിക്കും. റെഫറൻസൊക്കെ ഒന്ന് ആദ്യം പറഞ്ഞു പോവാം. ബഡ് ക്രേഗിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള അത്ര പ്രസിദ്ധമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം ഇതിൻ്റെ ഹൗ ഡു യു ഫീൽ എന്ന് പറഞ്ഞിട്ട് വളരെ വിശദമായി അദ്ദേഹത്തിൻ്റെ ഫൈൻഡിങ്സിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നൊരു പുസ്തകമാണ്. അതും ഞാനൊന്ന് പരിചയപ്പെടുത്തുന്നത് മാത്രം. തുടങ്ങാവുന്നൊരു കാര്യം, ഇത് അന്ന് ഞാൻ പറഞ്ഞു തുടങ്ങിയ വിഷയമാണ്. ഈ ഒരു സെൽഫ് എന്നൊരു സാധനമുണ്ട്. പക്ഷേ ഈ സെൽഫ് എന്നത്, സെൽഫിന് എന്താണ് ഒരു മലയാളം പറയുക എന്ന് വെച്ചാൽ അവനവൻ എന്ന് പറയാം, അവൾ എന്ന് പറയാം. ഞാൻ രണ്ടും കൂട്ടി അവനവൾ എന്ന് പറയാം എന്ന് വിചാരിക്കുന്നു. അവനവൻ അല്ലെങ്കിൽ അവളവൾ രണ്ടും കൂട്ടി ഞാൻ ഒറ്റ വാക്കിൽ അവനവൾ എന്ന് പറയും. ഈ അവനവൾ എന്നത് ഒരു പ്രക്രിയയാണ്. ഡെമോസ് പറഞ്ഞൊരു കാര്യമാണ്. ദർ ഇസ് ഇൻഡീഡ് എ സെൽഫ്, ബട്ട് ഇറ്റ് ഇസ് എ പ്രോസസ്, നോട്ട് എ തിങ്. ആൻഡ് ദ പ്രോസസ് ഈസ് പ്രസന്റ് അറ്റ് ഓൾ ടൈംസ് വെൻ വി ആർ പ്രിസ്യൂം ടു ബി കോൺഷ്യസ്. ഇത് എപ്പോഴും ഒരു പ്രക്രിയയാണ്, ഒരു സത്തയല്ല. ഇത് പ്രധാനമായിട്ടും നമ്മൾ പഴയ ധാരണകളൊക്കെ കേൾക്കുമ്പോൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഈ എന്താ പറയുക, ഒരു അഭൗതികമായൊരു സത്തയാണ് ഈ ശരീരം എന്ന പഞ്ചരത്തെ അധിവസിക്കുന്ന ഒരു അഭൗമ സത്തയാണ് നീ യഥാർത്ഥത്തിൽ എന്നതാണ് നമ്മൾ കേൾക്കുന്ന എല്ലാ മതങ്ങളും, മിക്കവാറും മതങ്ങളൊക്കെ തന്നെ പ്രചരിപ്പിക്കുന്ന അവർ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമാണ്. അടിസ്ഥാനപരമായി ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ അവനവൻ എന്നത് ഒരു സത്തയേ അല്ല. ഇറ്റ് ഇസ് നോട്ട് എ എൻറ്റിറ്റി. അതാണ്. ഇപ്പോൾ ഈ വെളിച്ചം അതൊരു സത്തയാണ്, അത് വൈദ്യുത്കാന്തിക തരംഗങ്ങൾ എന്നൊരു സത്തയാണ്. ഈ മൈക്ക് ഒരു മാറ്ററാണ്, അതൊരു സത്തയാണ്. കഴിക്കുന്ന ഭക്ഷണം അതൊരു സത്തയാണ്. പക്ഷെ ഭക്ഷണം അബ്സോർബ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ ഭക്ഷണം ഫോട്ടോസിന്തസിസ് വഴി ഈ അരി ഉണ്ടാവുക എന്നത് ഇതൊക്കെ പ്രക്രിയകളാണ്. എവിടെ ഫോട്ടോസിന്തസിസ് എന്ന് വെച്ചാൽ അതിന് എടുത്ത് കാണിക്കാൻ പറ്റില്ല, അതൊരു പ്രോസസ്സാണ്. അത് വാസ്തവത്തിലുള്ളതാണ്, ഇല്ലാത്തൊരു സാധനമല്ല. ഫോട്ടോസിന്തസിസ് ഒന്നൊന്നുണ്ട്, ഡൈജഷൻ ഒന്നൊന്നുണ്ട്, അബ്സോർപ്ഷൻ ഒന്നൊന്നുണ്ട്. പക്ഷെ ഇതൊക്കെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ചില സത്തകളെ ആശ്രയിച്ചിരിക്കുന്നു. ഇല എന്ന ഒരു സത്തയെ ആശ്രയിച്ചിരിക്കുന്നു ഫോട്ടോസിന്തസിസ്. ദഹനത്തിനുള്ള ദഹനം വ്യൂഹം എന്നൊരു സത്തയെ ആശ്രയിച്ച് നിൽക്കുന്നൊരു പ്രക്രിയയാണ് ദഹനം എന്നത്. അതുപോലെ അബ്സോർപ്ഷൻ, ഇതൊക്കെ ഊർജം. രണ്ടാമത് നമ്മൾ മൈറ്റോകോൺട്രിയ എന്നൊരു സത്തയിലാണ് ഈ ഊർജ ഉൽപാദനം എന്ന പ്രക്രിയ നടക്കുന്നത്. അപ്പോൾ ഈ പ്രക്രിയകൾ, പ്രോസസ്സുകളൊക്കെ ചില സത്തകളെ, ചില എൻറ്റിറ്റികളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതില്ലെങ്കിൽ, അതായത് മസ്തിഷ്കം എന്ന ഒരു സത്തയെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു പ്രക്രിയ മാത്രമാണ് സെൽഫ് എന്നുള്ളത്. ഒരു ചിത്രം ഞാൻ കഴിഞ്ഞ കാണിക്കണ്ടായി. അതായത് ഒരു ക്ലാസ് റീയൂണിയന്, ഒരു 10-20 കൊല്ലത്തിന് ശേഷം ക്ലാസ് റീയൂണിയൻ വരുമ്പോൾ പരസ്പരം തിരിച്ചറിയാൻ പറ്റില്ല. പൈങ്കിളി ചങ്ങാതി കണ്ടിട്ടറിഞ്ഞില്ല നിൻ കോലമാകെ പകർന്നുപോയി എന്ന് പറയുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് തിരിച്ചറിയുക? പഴയ കാലത്ത് സ്കൂളിൽ പഠിക്കുമ്പോഴുള്ള കാലത്തെ ഫോട്ടോ എല്ലാവരും അവനവൻ്റെ ടീഷർട്ടിൽ പ്രിന്റ് ചെയ്ത് വന്നിരിക്കുക, എന്നാലേ മനസ്സിലാവും. ഇത്രയൊക്കെ നമ്മൾ മാറുന്നുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിൽ നമുക്ക് മാറ്റമൊന്നുമില്ല. നമ്മൾ പഴയ ആൾ തന്നെയാണ്. പണ്ട് പറഞ്ഞതും നമ്മൾ ആശയങ്ങൾ മാറിയിട്ടുണ്ട്, നമ്മുടെ സ്വരൂപം മാറിയിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ഇപ്പോഴും മാറാത്ത ഞാൻ എന്നൊരു അനുഭവം നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ മാറുന്നില്ല. ഞാൻ പഴയ ഞാനാണ്. ഏതോ കാലത്ത് പല കാര്യങ്ങളും ചെയ്തിട്ടില്ല, പല കേട്ടിട്ടില്ല. അതൊക്കെ ഞാൻ ഇന്ന് തിരിച്ചറിയുകയും തിരുത്തുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ആ ഞാനായി തന്നെ തുടരുന്നുണ്ടല്ലോ. അപ്പോൾ ഇതാണ് ഒരു കാര്യം. നമ്മൾ ഒരു പ്രക്രിയ, നമ്മൾ കാണുക എന്നൊരു പ്രക്രിയയെ കുറിച്ച് പറഞ്ഞു. മസ്തിഷ്കത്തിലെ ഈ റെറ്റിനയിലുള്ള പിഗ്മെന്റ് സെല്ലുകളും ഈ ഓപ്റ്റിക് നെർവും നമ്മുടെ ഓക്സിപിറ്റൽ ലോബും ഒക്കെ ഉള്ള സത്തകളെ ആശ്രയിച്ച് നടക്കുന്ന ഒരു പ്രക്രിയയാണ് ഞാൻ നിങ്ങളെ കാണുക എന്നത്. ഇങ്ങനെ ഒരു പ്രക്രിയ നടക്കുന്നുണ്ട്. അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള ഇൻപുട്ട് എവിടുന്ന വരുന്നത്? അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തു നിന്നാണ്. മൂവ് ചെയ്യുന്നു, കാറ്റടിക്കുന്നു, ആൾ നടക്കുന്നു, ഒരാൾ പുറത്തു പോകുന്നു, അകത്ത് വരുന്നു. ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്ന ലോകത്തെ കുറിച്ചിട്ട് ചിത്രങ്ങൾ ഉണ്ടാക്കുക എന്ന പ്രക്രിയ ഈ മസ്തിഷ്കം എന്ന സത്ത എങ്ങനെയാണ് ചെയ്യുന്നത്? അത് ഇവിടെ നിന്ന് കിട്ടുന്ന ഇമ്പൾസുകൾ വെച്ചുകൊണ്ടാണ്, ഇവിടെ നിന്ന് കിട്ടുന്ന ആവേഗങ്ങൾ വെച്ചുകൊണ്ടാണ്. മാറിക്കൊണ്ടിരിക്കുന്ന ആവേഗങ്ങളെ ആശ്രയിച്ചുകൊണ്ടാണ് മസ്തിഷ്കം, മാറിക്കൊണ്ടിരിക്കുന്ന ലോകം, മാറിക്കൊണ്ടിരിക്കുന്ന മനുഷ്യർ, മാറിക്കൊണ്ടിരിക്കുന്ന കൂട്ടുകാർ, ഇതൊക്കെ ഉണ്ടാക്കുന്ന ചിത്രം. ഈ മാറാതിരിക്കുന്ന ഞാൻ എന്നതിലുള്ള ഇൻപുട്ട് എവിടെ നിന്ന് വരുന്നു? എന്തിനെ ആശ്രയിച്ചുകൊണ്ടാണ് മസ്തിഷ്കം എന്ന ഈ സത്ത മാറാത്ത ഞാൻ എന്ന ഒരു മനോചിത്രം ഉണ്ടാക്കിയെടുക്കുന്നത്? അതാണ് നമ്മൾ അന്വേഷിക്കുന്ന ചോദ്യം. ഇതിന് ഉള്ള ഉത്തരം നമ്മുടെ ആന്തരിക പരിതസ്ഥിതി എന്നുള്ളതാണ്.
ഇന്റേണൽ എൻവയൺമെന്റ്, മില്യൂ ഇൻറ്റു ഇന്റീരിയർ എന്ന് പണ്ട് ക്ലോഡ് ബെർണാഡ് പറഞ്ഞിട്ടുള്ള നമ്മുടെ ആന്തരിക പരിസ്ഥിതി എന്നത്, ശരീരത്തിൻ്റെ ആന്തരിക പരിസ്ഥിതി എന്നതിന് മാറ്റമില്ലാത്തൊരു സാധനം. അത് ജനിക്കുമ്പോൾ തൊട്ട് മരിക്കുന്നത് വരെ അതിന് മാറ്റമില്ല, മാറ്റണ്ടായി ജീവിക്കാൻ പറ്റില്ല. ഒരു കോഴിയുടെ കോഴി അതിൻ്റെ ശരീര ഊഷ്മാവ് എന്നത് 40.5-ൻ്റെയും 41.6-ൻ്റെ ഇടയിലുള്ള ഒരു 1.1 ഡിഗ്രിയിലും നിൽക്കണം. എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നോക്കണം. അതല്ലെങ്കിൽ എന്തായി, അതിന് മേലെ ചൂട് കൂടിപ്പോയാൽ അതൊരു പൊരിച്ച കോഴിയായും അതിൻ്റെ താഴോട്ട് പോയി കഴിഞ്ഞാൽ അതൊരു ഫ്രോസൺ ചിക്കനുമായി മാറിപ്പോകും. ഇത് തന്നെ മനുഷ്യന്മാരൊക്കെ സ്ഥിതി. ആന്തരിക പരിസ്ഥിതി എന്നതിനെ വളരെ കൃത്യമായി നമ്മുടെ ടെമ്പറേച്ചർ ആണെങ്കിൽ ഇതുപോലെ 36.5-ൻ്റെയും 37.5-ൻ്റെ ഇടയിൽ 1 ഡിഗ്രിക്കിടെ നിൽക്കുന്നുണ്ട്. ഇത് ആന്തരിക അന്തരീക്ഷത്തിന് ടെമ്പറേച്ചറിൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത്. അപ്പോൾ ഈ ടെമ്പറേച്ചർ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, അതിനുള്ള വലിയ സിസ്റ്റംസ് ശരീരത്തിലുണ്ട്. നമുക്ക് മാത്രമല്ല, സബ്പ്രൈമേറ്റ്സ് ആയിട്ടുള്ള ഒരുപാട് ജീവികൾക്ക് ഇതേപോലെ സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് കാണാം, ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ മസിലുകളുടെ ആക്ടിവിറ്റി, തൈറോയിഡിൻ്റെ ആക്ടിവിറ്റി, ഈ പുറത്തുള്ള രക്തക്കൊള്ളുകളുടെ ആക്ടിവിറ്റി, ഇതൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് ശരീരത്തിന് ടെമ്പറേച്ചർ നിയന്ത്രിക്കുന്നു. പിന്നെ ഇവിടെ സ്വെറ്റ് ഗ്ലാൻസിനെ, കൂടുതൽ ചൂട് വരുമ്പോൾ സ്വെറ്റ് ഗ്ലാൻസ് ഉപയോഗിച്ചിട്ട് വേർത്തിട്ട് ചൂട് കുറക്കുന്നു. ഇതാണ് ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത്. ടെമ്പറേച്ചറിനെ കുറിച്ച് മാത്രം, ടെമ്പറേച്ചർ മാത്രമല്ല വിഷയം, വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ശരീരത്തിലെ ജലാംശം, ശരീരത്തിലെ ഷുഗറിൻ്റെ അംശം, പിന്നെ ശരീരത്തിനകത്തുള്ള ഓക്സിജൻ്റെ അളവ്, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ്, ഇങ്ങനെ ഓരോ സാധനങ്ങളും, സോഡിയത്തിൻ്റെ, പൊട്ടാസ്യത്തിൻ്റെ, ശരീരദ്രവ്യങ്ങളുടെ pH നില, അസിഡിക് ആണോ, ഇതൊക്കെ തന്നെ വളരെ കൃത്യമായി വളരെ വളരെ നാരോ ആയിട്ടുള്ള ഒരു റേഞ്ചിനകത്ത് നിലനിന്നാൽ മാത്രമേ നമുക്ക് ജീവൻ എന്ന ഒരു ജീവനുള്ള അവസ്ഥ നിലനിൽക്കാൻ പറ്റും. അതല്ലെങ്കിൽ നമ്മളും ഉണങ്ങി ദ്രവിച്ച് എന്താ പറയുക, ഒന്നുകിൽ മണ്ണായിത്തീരും. അപ്പോൾ അതിന് താഴേക്ക് ഈ വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് വളരെ വളരെ നിയന്ത്രിതമായ ഈ ഒരു സാഹചര്യത്തിൽ മാത്രമാണ് ജീവൻ എന്ന ഈ ഒരു പ്രക്രിയക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ. ഇതുകൊണ്ടാണ് ആന്തരിക അന്തരീക്ഷത്തിന് മാറ്റില്ല എന്ന് പറഞ്ഞത്. അങ്ങനെ മാറ്റില്ല എന്ന് നിലനിന്നാലും മാത്രമേ നമുക്ക് ജീവിതം സാധ്യമാവുകയുള്ളൂ. അപ്പോൾ ഇതിൽ നിന്നാണ് മാറാത്ത ഞാൻ എന്ന മസ്തിഷ്ക ചിത്രത്തിൻ്റെ ഇൻപുട്ട് വരുന്നത് മാറാത്ത ആന്തരിക പരിസ്ഥിതിയിൽ നിന്നാണ് എന്നാണ് ഞാൻ പറയുന്നത്. സോഡിയം, പൊട്ടാസ്യം, വാട്ടർ ഹോമിയോസ്റ്റാസിസ്, ഗ്ലൂക്കോസ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, ഇതൊക്കെ നമ്മൾ സാധാരണ സ്കൂളിൽ പഠിക്കുന്നതാണ്. എങ്ങനെയാണ് ഇൻസുലിനും ഗ്ലൂക്കഗോണും ലിവറിലെ പ്രോസസ്സുകളൊക്കെ ചേർന്ന് ഈ നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഒരു ജീവിതയോഗ്യമായ നിലവിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ആന്തരിക പരിസ്ഥിതിയുടെ pH എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഈ ഹോമിയോസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിൽ ഹോമിയോസ്റ്റാസിസ് എന്നാണ് പറയാം. ഹോമിയോസ്റ്റാസിസ് എന്ന് ശരിക്കും സ്റ്റേസിസ് എന്ന് പറയാൻ പാടില്ല. സ്റ്റേസിസ് എന്ന് വെച്ചാൽ സ്ഥിരമായി നിൽക്കുന്നതാണ്. ഡയനമിക്കാണ് വാസ്തവത്തിൽ. വളരെ വളരെ എപ്പോഴും ഇതിനെ സജീവമായി നിലനിർത്തുന്നുണ്ട്. എങ്ങനെയെന്ന് പറഞ്ഞാൽ അനേകം പന്തുകൾ കൊണ്ട് നടത്തുന്ന ഒരു അമ്മാനമാട്ടം പോലെയാണ് ഈ ഹോമിയോസ്റ്റാസിസ് എന്ന് പറയാം. ഒരു പന്തല്ല, ഒരുപാട് പന്തുകൾ കൊണ്ട് ഇങ്ങനെ വളരെ ആക്റ്റീവായി നിന്നെങ്കിൽ മാത്രമേ ഈ ആന്തരിക അന്തരീക്ഷം എന്നും സ്ഥിരമായി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് വെറുതെ അങ്ങനെ സ്ഥിരമായി നിൽക്കുകയല്ല. വളരെ സജീവമായ പ്രവർത്തനങ്ങൾ കൊണ്ട് ഇതിനെ ഒരേ ലെവലിൽ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോരുവാണ്. ഒരു അമ്മാനമാട്ടം എന്ന് പറഞ്ഞാൽ വളരെ പ്രകൃതി വിരുദ്ധമായ ഒരു ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. പ്രകൃതി വിരുദ്ധമായ ഒരു എന്താണ് പറയുക, ഒരു അവസ്ഥയാണ് നിലനിൽക്കപ്പെടുന്നത്. ഗ്രാവിറ്റിയോട് ഓരോ നിമിഷവും പടവെട്ടിക്കൊണ്ടാണ് ഈ ജഗ്ലർ ഈ അമ്മാനം ആട്ടൽ എന്ന പ്രക്രിയ നടത്തുന്നത്. ഈ വിവിധ വർണ്ണത്തിലുള്ള ഈ പന്തുകൾ ആകാശത്തിങ്ങനെ ഗ്രാവിറ്റിയെ വെല്ലുവിളിച്ചുകൊണ്ട് സ്ഥിരമായി നിലനിൽക്കുന്നു എന്ന ഒരു ദൃശ്യം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഇദ്ദേഹത്തിൻ്റെ ഈ ജഗ്ലറുടെ സദാ ഡൈനാമിക് ആയിട്ടുള്ള പരിശ്രമം കൊണ്ടാണ്. ഇതുപോലെ ശരീരത്തിൽ നടക്കുന്നത് പിന്നെ വളരെ വളരെ സജീവമായ പ്രവർത്തനങ്ങളിലൂടെയാണ് ഈ ഹോമിയോസ്റ്റാസിസ്, സ്ഥിരമായ ആന്തരിക അന്തരീക്ഷം നിലനിൽക്കുന്നത്. ഇവിടെ ഞാൻ പ്രത്യേകം പറയട്ടെ, ഈ സങ്കീർണ പാറ്റേണുകളൊക്കെ ബോധപൂർവ്വം നമ്മൾ നിലനിർത്തുകയാണെന്ന് വിചാരിക്കരുത്. ബ്ലഡ് ഗ്ലൂക്കോസ് നിലനിർത്തുന്നതായാലും ടെമ്പറേച്ചർ നിലനിർത്തുന്നതായാലും തണുപ്പ് വരുമ്പോൾ വിറക്കുന്നതായാലും ചൂട് വരുമ്പോൾ വിയർക്കുന്നതായാലും ഇതൊന്നും നമ്മൾ ബോധപൂർവം ചെയ്യുന്നതല്ല. അത് വളരെ ഇൻ്റലിജൻ്റായ ആരോ ഇതിനകത്തിരുന്ന് ചെയ്യുകയാണെന്ന് വിചാരിക്കരുത്. ആ തരത്തിലുള്ള ബാലവാടി ധാരണകളൊന്നും ഇല്ലാത്ത ആൾക്കാരാണെന്നുള്ളതാണ് ഞാനത് അങ്ങനെ വളരെ വിശദമായി പറയരുത്. ബ്ലൈൻഡ് വാച്ച് മേക്കർ എന്നുള്ള ആശയം നമുക്കൊക്കെ പരിചയം ഉണ്ടാവും എന്നുള്ള അസംഷനിലാണ് ഞാൻ നീങ്ങുന്നത്. അത് വിശദമായി പറയുന്നില്ല. അപ്പോൾ അങ്ങനെ ധരിക്കരുത്, അതായത് ബോധപൂർവ്വം നമ്മൾ ചെയ്യുന്നു. ഏറെക്കുറെ ഹോമിയോസ്റ്റാസിസിൻ്റെ വലിയൊരു ഭാഗവും അബോധപൂർവമായി നടക്കുന്നത്. ബോധം എന്നത് വളരെ സമീപകാലത്ത് മാത്രം പരിണാമത്തിനുണ്ടായി വന്നിട്ടുള്ള സാധനമാണ്. ഈ ബോധമൊക്കെ ഭൂമിയിൽ വരുന്നതിന് മുമ്പ് ഹോമിയോസ്റ്റാസിസ് ഉണ്ട്. ഹോമിയോസ്റ്റാസിസ് അമീബയിൽ പോലും ഉണ്ട്. ഏകകോശ ജീവികളിൽ പോലും ഈ ഹോമിയോസ്റ്റാസിസ് ഉണ്ട്. പിന്നെ അമീബ ഇരപിടിക്കുന്നത് എങ്ങനെ എന്നുള്ളൊരു തമാശ ഉണ്ടല്ലോ. അത് അമീബ ഇരപിടിക്കുന്നതിനാണ് അതിൻ്റെ ഒറ്റ ഒരു കോശം മാത്രമുള്ള അതിൻ്റെ അന്തരീക്ഷത്തിൽ ഈ ഭക്ഷ്യവസ്തുക്കളുടെ
നിലവാരം അതിൻ്റെ ലെവൽ ഒരേ ലെവലിൽ നിലനിർത്താൻ വേണ്ടിയാണ്. അതുപോലെ ഓസ്മോ റെഗുലേഷൻ, വെള്ളത്തിലാണ് ജീവിക്കുന്നത്, വെള്ളം എപ്പോഴും ഇതിനകത്തേക്ക് കടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ അന്തരീക്ഷം ഒരേ കോൺസെൻട്രേഷൻ നിലനിർത്താൻ വേണ്ടി ഈ ജലത്തിനെ വാക്യൂളാക്കിയിട്ട് പുറത്തു കൊണ്ടുകളയും. അതാണ് രണ്ടാമത്തെ ചിത്രം, ഓസ്മോ റെഗുലേഷൻ അമീബ എന്ന് കാണാം. ഇതൊക്കെ വളരെ വളരെ പ്രിമിറ്റീവായിട്ടുള്ള നമ്മൾ ഈ പറയുന്ന ബോധവും നെർവസ് സിസ്റ്റം ഒക്കെ ഉണ്ടായി വരുന്നതിന് മുമ്പേ ഉള്ളതാണ് ഹോമിയോസ്റ്റാസിസ്. ജീവൻ്റെ അടിസ്ഥാനപരമായ ഒരു സംഗതിയാണിത്. അതില്ലാതെ ജീവിതമില്ല. പിന്നീട് ഈ ഏകകോശ ജീവികൾ പോകുന്നു, ബഹുകോശ ജീവികൾ വരുന്നു. ബഹുകോശ ജീവികൾ വരുമ്പോഴും അവിടെ ആദ്യം ഈ ന്യൂറോൺസ് ഒന്നുമില്ല, ഈ ന്യൂറോൺ കോശങ്ങളില്ല, നാഡീകോശങ്ങളില്ല, പിന്നെ ബ്രെയിൻ ഇല്ല എന്ന് പറയേണ്ടതില്ല, കാരണം നാഡീകോശങ്ങളായിട്ടാണ് ബ്രെയിൻ ഉണ്ടാവുന്നത്. അപ്പോൾ ആദ്യം ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്പോഞ്ചുകളിലൊന്നും നോ ബ്രെയിൻ നോ ന്യൂറോൺസ്. അത് കഴിഞ്ഞുള്ള സി ആനിമൺ പോലെയുള്ള നിഡേറിയൻസ് അതിൽ വരുന്നു. അപ്പോൾ അവിടെ ദർ ഇസ് നോ ബ്രെയിൻ, പക്ഷേ ചില ന്യൂറോണുകൾ പ്രത്യക്ഷപ്പെടുന്നില്ല. ഹൈഡ്രയിൽ നിങ്ങൾക്ക് കാണാം ഒരു നെർവ് നെറ്റ്, പക്ഷേ ഇതിലെവിടെയും ബ്രെയിനൊന്നുമില്ല. ഇങ്ങനെ വരുന്നു. പിന്നെയാണ് നാഡീവ്യവസ്ഥ ഉണ്ടാവുന്നു, മസ്തിഷ്കം ഉണ്ടാവുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യം ഉണ്ടാവുന്നത് നമ്മൾ ശരീരം എന്ന് പറഞ്ഞ സാധനം ആദ്യം ഉണ്ടായിരിക്കുന്നത് മസ്തിഷ്കം ഉണ്ടാകുന്നതിന് മുമ്പേ. അപ്പോൾ സാധാരണ ഫിലോസഫിയിലൊക്കെ ഒരു ചിന്താ പരീക്ഷണമായിട്ട് പറയുന്നുണ്ട്, നമ്മളൊക്കെ ഒരു ബ്രെയിൻ ഇൻ എ വാറ്റ് ആണെങ്കിലോ. ഈ കാർട്ടൂൺ ചിലപ്പോൾ നല്ല രസമുള്ളൊരു കാർട്ടൂണാണ്. നമ്മളൊക്കെ വാസ്തവത്തിൽ നമ്മളൊക്കെ കേവലം മസ്തിഷ്കത്തിലൂടെ അറിയുന്ന ഒരു ലോകത്തിനെ മാത്രമേ നമുക്ക് അറിയുന്നുള്ളൂ. യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ഇതൊക്കെ യാഥാർത്ഥ്യമാണോ? നമ്മളൊക്കെ ഒരു മസ്തിഷ്കം മാത്രമാണോ? ഏതോ ഒരു വളരെ ഒരു ഈവിൾ സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ വേറെ ഈവിൾ ജീനിയസ് ദൈവം ഒക്കെ ബ്രെയിനിനെ ഒരു വാറ്റിലിട്ടിട്ട് അതിന് വേണ്ട ന്യൂട്രിയൻസ് കൊടുത്തിട്ട് അതിലുണ്ടാക്കുന്ന തോന്നലുകളാണോ ഈ പ്രപഞ്ചം മൊത്തം എന്നൊക്കെ ഒരു ഫിലോസഫിക്കലായിട്ടുള്ള ഒരു ചിന്താപരീക്ഷ നടത്താറുണ്ട്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു തെറ്റ് നമുക്ക് കാണാവുന്നത് ഈ മസ്തിഷ്കങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പേ ഇവിടെ ജന്തുക്കളും ജീവികളൊക്കെ ഉണ്ട്. നമ്മൾ ഈ പരിണാമത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അപ്പോൾ മസ്തിഷ്കം ഉണ്ടായത് വാസ്തവത്തിൽ എന്തിനു വേണ്ടിയാണ്? ശരീരത്തിൻ്റെ പരിരക്ഷയ്ക്ക് വേണ്ടിയാണ് മസ്തിഷ്കം ഉണ്ടായിട്ടുള്ളത്. ഈ നാഡീവ്യവസ്ഥക്ക് നമ്മൾ വലിയ പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നില്ല. നമ്മൾ മനുഷ്യർ നാഡീവ്യവസ്ഥക്ക് വലിയ പ്രാധാന്യം കൊടുക്കും, മസ്തിഷ്കത്തിനൊക്കെ. മസ്തിഷ്കമാണ് പരമപ്രധാനം എന്നുള്ള നമുക്ക്. വാസ്തവത്തിൽ മസ്തിഷ്കം ഉണ്ടാകുന്നതിന് മുമ്പേയും നാഡീകോശങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പേയും ഇവിടെ ജീവികളുണ്ട്. അവരൊക്കെ ജീവിച്ചു പോയിട്ടുണ്ട്. സ്പോഞ്ചുകൾക്കൊന്നും ജീവിക്കാൻ ഒരു മസ്തിഷ്കത്തിൻ്റെ ആവശ്യമില്ല. മുമ്പേ ഞാൻ ഈ സീ സ്ക്വിർട്ട് എന്ന് പറഞ്ഞൊരു ജന്തുവിൻ്റെ കഥ പറയുണ്ടായി. സീ സ്ക്വിർട്ടിൻ്റെ ജീവിതത്തിൽ രണ്ട് സ്റ്റേജുകളാണ്. അതിൻ്റെ ആദ്യത്തെ സ്റ്റേജിൽ അതിങ്ങനെ ഫ്രീ മൂവിങ് ആയിട്ടുള്ള ഈ കടലിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു ജീവിയാണ്. അപ്പോൾ അതിന് മസ്തിഷ്കമൊക്കെ ഉണ്ട്. രണ്ടാമത്തെ ഘട്ടത്തിൽ ഇത് പോയി ഒരു പാറയമ്മിൽ പോയി അറ്റാച്ച് ചെയ്യും. ആദ്യം ചെയ്യുന്ന പണി ഇതിൻ്റെ മസ്തിഷ്കത്തിനെ ദഹിപ്പിച്ച് കളയാനുള്ള, മസ്തിഷ്കം ഒഴിവാക്കും. മസ്തിഷ്കം പിന്നെ അത് ശരീരത്തിൻ്റെ ഊർജ്ജാവശ്യത്തിന് വേണ്ടി ദഹിപ്പിച്ച് ഉപയോഗിക്കും. കാരണം വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനമാണ് മസ്തിഷ്കം. പിന്നെയുള്ള ജീവിതത്തിൻ്റെ ആവശ്യമില്ല. ഈ ലോകത്തുള്ള സസ്യങ്ങൾക്ക് മൊത്തം മസ്തിഷ്കവും ഇല്ല, പിന്നെ നെർവസ് സിസ്റ്റമേ ഇല്ല. അപ്പോൾ ഈ ശരീരം എന്നതിൻ്റെ അപ്കീപ്പിന് വേണ്ടിയാണ് മസ്തിഷ്കം ഉണ്ടായി വരുന്നത് പിന്നീട്. അപ്പോൾ മസ്തിഷ്കം എന്നത് ഉണ്ടായി വരുന്നത് ഹോമിയോസ്റ്റാസിസ്, നമ്മളെ ഈ ജീവ നിയന്ത്രണം. ഹോമിയോസ്റ്റാസിസ് നമുക്ക് ജീവനിയന്ത്രണം എന്ന് പറയാം. ജീവനിയന്ത്രണത്തിന് വലിയൊരു ഉപകാരമായി. അതുകൊണ്ടാണ് അത് എന്ത് ചെയ്തത്? ജന്തുക്കളിൽ ജീവനിയന്ത്രണത്തിന് വളരെ സഹായിച്ചു എന്നുള്ളതാണ് മസ്തിഷ്കത്തിൻ്റെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ്. ഓക്കെ. പിന്നീട് ഈ പറഞ്ഞ പോലെ ഇപ്പം സ്റ്റാർ ഫിഷിലൊക്കെ വരികയാണെങ്കിൽ, എക്കിനോഡെർമേറ്റാണ് ഞങ്ങൾ പഠിച്ചത്, ഇപ്പം പേര് മാറിയിട്ടുണ്ടെന്ന് അറിയില്ല. അതിലും മസ്തിഷ്കമില്ല, ന്യൂറോൺസ് ഉണ്ട്, നെർവ് റിങ് ഉണ്ട്. പിന്നീട് ഈ മനുഷ്യന്മാർ മറ്റു മൃഗങ്ങൾ വരുന്നു, ബീറ്റിൽസ്, ഇൻസെക്ട്സ്, ഇതിലൊക്കെ വരുമ്പോൾ ഒരു ബ്രെയിൻ ഉണ്ട്. പക്ഷെ ആ ബ്രെയിൻ എന്താ പറയുക, അത്ര പ്രാധാന്യമുള്ളതല്ല. നമ്മുടെ നെർവസ് സിസ്റ്റത്തിൽ എന്ന പോലെ മസ്തിഷ്കത്തിന് പരമപ്രാധാന്യമില്ല. പക്ഷെ ഏതായിരുന്നാലും ബഹുകോശ ജീവികളിലെ ജീവനിയന്ത്രണത്തെ, ഹോമിയോസ്റ്റാസിസ് എന്താണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതിനെ കൂടുതൽ ഫലപ്രദമായി നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് നാഡീവ്യവസ്ഥയുടെയും മസ്തിഷ്കത്തിൻ്റെയും പ്രാധാന്യം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ. ഇങ്ങനെയൊക്കെ വളരെ വിശദമായിട്ട് ഞാൻ പോകുന്നില്ല. എങ്ങനെയാണ് കോക്രോച്ചിൻ്റെയും മനുഷ്യൻ്റെ ഒക്കെ മസ്തിഷ്കം വ്യത്യസ്തമായിരിക്കുന്നത്. ഈ ഒരു ചിത്രം ഞാനിവിടെ വെച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ ചിത്രത്തിലേക്ക് പിന്നെയും വരും. നമ്മൾ നട്ടെല്ലികൾ, അതിന് ഒരു ചെറിയ വിഭാഗമാണ് നട്ടെല്ലുള്ള ജീവികൾ. അപ്പോൾ നട്ടെല്ലുള്ള ജീവികളിലെ മസ്തിഷ്കം തന്നെയും കാലക്രമത്തിൽ കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് വളരെയധികം വികസിച്ചിട്ടുണ്ട്. അതിൻ്റെ ട്രെൻഡാണ് ഇവിടെ കാണുന്നത്. എങ്ങനെയാണ് ഫോർ ബ്രെയിൻ, നമ്മുടെ ഉപരിമസ്തിഷ്കം, മഹാമസ്തിഷ്കം എന്നൊക്കെ പറയാം. ഉപരിമസ്തിഷ്കം എന്ന് പറഞ്ഞാൽ ഫോർ ബ്രെയിൻ ആണ് കാര്യമായി നമ്മൾ കാലം ചെല്ലുമ്പോൾ വികസിച്ചു വരുന്നത്. അത് എങ്ങനെയാണ് ഇവിടെ ഷാർക്കിൽ തുടങ്ങി
ഇവിടെ ഫ്രോഗിലും അവിടുന്ന് ക്രോക്കഡൈലിലേക്കും ഒക്കെ വരുമ്പോൾ ചെറുതായിട്ട് ഫോർ ബ്രെയിൻ വികസിച്ച് വരുന്നു. അത് ഇവിടെ പൂച്ചയിൽ കുറേ കൂടി വികസിതമായിട്ട് കാണാം. മനുഷ്യനിലെത്തുമ്പോഴേക്കും ഫോർ ബ്രെയിൻ വളരെയധികം വികസിച്ചിട്ട് വളരെ ഡോമിനൻ്റ് ആയ ഒരു സെറിബ്രമായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളത്. ഇത് ഞാൻ ആ വാചകം ഒന്ന് പറയാണ്. ആസ് നെർവസ് സിസ്റ്റംസ് എൻറ്റേർഡ് ദ സീൻ ദേ അലൗഡ്, ഇത് ആന്റോണിയോ ഡമാസിയോന്റെ സ്ട്രേഞ്ച് ഓർഡർ ഓഫ് തിങ്സ് എന്നുള്ള ബുക്കിൽ ഞാൻ ഒരു കോട്ട് എടുത്തിട്ടാണ്. ആസ് നെർവസ് സിസ്റ്റംസ് എൻറ്റേർഡ് ദ സീൻ, ഇവല്യൂഷണറി സീനിൽ എൻ്റർ ചെയ്തപ്പോൾ ആദ്യമേ നെർവസ് സിസ്റ്റം ഉണ്ടാക്കിയിട്ടല്ല, ഈ പരിണാമത്തിൽ ബ്രെയിൻ കടന്നു വന്നപ്പോൾ ദേ അലൗഡ് കോംപ്ലക്സ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ടു കോപ്പ് ബെറ്റർ വിത്ത് ഓർഗാനിസം വൈഡ് ഹോമിയോസ്റ്റാസിസ് ആൻഡ് ദസ് പെർമിറ്റഡ് ഫിസിക്കൽ ആൻഡ് ഫങ്ഷണൽ എക്സ്പാൻഷൻ ഫോർ സച്ച് ഓർഗാനിസംസ്. ഈ ബഹുകോശ ജീവികളിലെ ജീവനിയന്ത്രണം ഹോമിയോസ്റ്റാസിസ് കൂടുതൽ ഫലപ്രദമായി നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് മസ്തിഷ്കത്തിന്റെ പ്രത്യേകത, മസ്തിഷ്കത്തിൽ കൊണ്ടുണ്ടായ പ്രയോജനം. അപ്പോൾ ഈ ജീവനിയന്ത്രണത്തിന് 2 ഭാഗങ്ങളുണ്ട്, ഒന്നുകൂടിയും പറയാം. ഒന്ന് അബോധമായ ജീവനിയന്ത്രണം. ഞാൻ പറഞ്ഞ പോലെ മസ്തിഷ്കം വന്നപ്പോഴും അബോധപൂർവമായ കുറേ, ബോധം പിന്നെയാണ് വരുന്നത്. മസ്തിഷ്കമുള്ള ജീവികളിലുണ്ട്, മസ്തിഷ്കമില്ലാത്ത ജീവികളിലൊക്കെ തന്നെ അബോധപൂർവമായ ജീവനിയന്ത്രണം എന്ന് പറയുന്നത് നോൺ കോൺഷ്യസ് ഫോം ഓഫ് ഫിസിയോളജിക് റെഗുലേഷൻ ദാറ്റ് ഓപ്പറേറ്റ്സ് വിത്തൗട്ട് അവയർനെസ് ഓർ ഡെലിബറേഷൻ. അബോധപൂർവമായത്. അതിപ്പോൾ നമ്മൾ ഇപ്പം ഈ ഗ്ലൂക്കോസിന്റെ അളവ് എങ്ങനെ നിയന്ത്രിക്കുന്നു? ഇത് അബോധപൂർവമായി നിയന്ത്രിക്കുന്നു. നമുക്ക് മസ്തിഷ്കമുണ്ട്, നമുക്ക് ബോധമുണ്ട്, പക്ഷെ എന്നാലും ഈ നിയന്ത്രണം നടക്കുന്നത് മൊത്തം അബോധവുമാണ്. നമ്മുടെ ഹോമിയോസ്റ്റാസിന്റെ വലിയൊരു ഭാഗവും നടക്കുന്നത് അബോധപൂർവമായാണ്. അതിൽ മസ്തിഷ്കത്തിന് പങ്കുണ്ട്, പക്ഷെ മസ്തിഷ്കത്തിന്റെ ബോധഭാഗങ്ങൾക്ക്, നമ്മുടെ വികസിതമായ നമ്മുടെ കോർട്ടക്സിനൊന്നും പങ്കില്ല. ഞാൻ ആ നേരത്തെ ചിത്രം ഒന്നുകൂടി മനസ്സിൽ ഓർക്കുന്നത് നല്ലതാണ്. ഈ ഇത്രയും വികസിച്ച ബോധമൊന്നുമില്ലാത്ത ഒരുപാട് ജീവികളിലൂടെ വളരെ സക്സസ്ഫുള്ളായി ജീവിച്ചു പോകുന്നുണ്ട്. ഈ സെറിബ്രമൊന്നും ഇവിടെ കാണാനേ ഇല്ല. ഈ ക്രോക്കഡൈലിലോ ഫ്രോഗിലോ ബേഡ്സിലോ കുറച്ച് വികസിച്ചിട്ടുണ്ട്. ഇവിടെ ഇത്രയും വലിയ വികസിതമായ മസ്തിഷ്കമൊന്നും ഇല്ലാതെയും അവിടെ ഹോമിയോസ്റ്റാസിസ് ഒക്കെ നടന്നു പോകുന്നു എന്നുള്ള കാര്യം നമ്മൾ ഇടയ്ക്ക് ഓർക്കണം. അപ്പോൾ ഇത്ര വികസിതമായ ഈ ഊർധ്വ മസ്തിഷ്കം ഇല്ലെങ്കിലും വലിയൊരു ഭാഗം ജീവനിയന്ത്രണം അവിടെ നടന്നുകൊള്ളുന്നുള്ളതാണ്. ഇതൊക്കെ നമുക്കിതിനെപ്പറ്റി പഠിക്കുമ്പോൾ ഓർമ്മ വേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഹോമിയോസ്റ്റാസിന്റെ 2 ഭാഗങ്ങൾ. ഒന്നാമത്തെ ഭാഗം അബോധപൂർവമായത്. രണ്ടാമത്തേത് ഇത് പ്രധാനമായിട്ട് മനുഷ്യരിലും പ്രൈമേറ്റ്സിലും മാത്രമുള്ളതാണ്. പ്രൈമേറ്റ്സ് എന്നുവെച്ചാൽ മനുഷ്യരടങ്ങിയിട്ടുള്ള ജീവികൾ, മനുഷ്യരടങ്ങിയിട്ടുള്ള ജീവവിഭാഗം, വാനര വിഭാഗം നമുക്ക് പറയാം. നമ്മൾ നെയ്ക്കഡ് ഏപ്പുകളാണല്ലോ നമ്മൾ. അപ്പോൾ അതിന് നമുക്ക് വികാരാനുഭവങ്ങളുടെയും ബോധത്തിന്റെയും സഹായത്തോടെയുള്ള ജീവനിയന്ത്രണം എന്ന് പറയാം. ഓഗ്മെന്റിംഗ് ദ റേഞ്ച് ഓഫ് ബേസിക് ഹോമിയോസ്റ്റാസിസ് ബൈ മീൻസ് ഓഫ് ഫീലിംഗ് ആൻഡ് കോൺഷ്യസ്നസ്. ഹോമിയോസ്റ്റാറ്റിക് ഫീലിങ്സ് എന്ന് പറഞ്ഞ ഒരു സാങ്കേതിക പദത്തിന് നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. നമുക്ക് ജീവനിയന്ത്രണ വികാരങ്ങൾ എന്ന് പറയാം. എന്തൊക്കെയാണത്? ഒരുപാടെണ്ണുണ്ട്. ദാഹം, വിശപ്പ്, ആഗ്രഹം, ഡിസയർ, ആനന്ദം, പ്ലഷർ, സുഖം, വെൽബീയിങ്, അസ്വാസ്ഥ്യം, മെലൈസ്, വേദന. ഇതൊക്കെ ജീവനിയന്ത്രണ വികാരങ്ങളാണ്. ഇതൊക്കെ ഒഴിവാക്കാനല്ലേ ജീവിക്കുന്നു. ഇപ്പോൾ ഈ ജീവനിയന്ത്രണ വികാരങ്ങൾ എന്നുള്ള പ്രാഥമികമായിട്ട് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് ഈ ഹോമിയോസ്റ്റാറ്റിക് ഫീലിങ്സ് ആണ്. വിശപ്പില്ലാതിരിക്കാനാണ്. വയറിന് വേണ്ടിയാണ് പണിയെന്ന് എല്ലാവരും പറയാം അല്ലേ? എല്ലാ കാര്യങ്ങളും വയറിന് വേണ്ടി. വിശപ്പ് എന്നുള്ളത്, ദാഹം എന്നത്, ആഗ്രഹങ്ങൾ, ഓരോ ആഗ്രഹങ്ങളും. ഈ ആഗ്രഹം എന്നത് തന്നെ ബേസിക്കായിട്ട് ഒരു ഹോമിയോസ്റ്റാറ്റിക് ഫീലിംഗ് ആണ്. വെൽബീയിങ്, മെലൈസ്, ഇതൊക്കെ തന്നെ ഹോമിയോസ്റ്റാറ്റിക് ഫീലിങ്ങുകളാണ്. നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ആലോചിക്കൂ. മനുഷ്യൻ്റേത് മാത്രം എന്ന് നമ്മൾ കരുതി വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും വാസ്തവത്തിൽ നമ്മൾ എങ്ങോട്ട് കൊണ്ടുപോകുന്നു? ഒരു ഡാർവീനിയൻ ലോകവീക്ഷണത്തിനകത്തേക്ക് കൊണ്ടുവരിക ചെയ്യുന്നത്. നമ്മൾ ഈ പറയുന്ന സാധനങ്ങളൊക്കെ, ഈ വികാരങ്ങളൊക്കെ തന്നെ അടിസ്ഥാനപരമായി ഒരു ലക്ഷക്കണക്കിന് വർഷങ്ങളായി തുടർന്നു വരുന്ന ഈ ജീവനിയന്ത്രണം എന്ന ഒരു പ്രക്രിയയുണ്ട്, ഹോമിയോസ്റ്റാസിസ്. അമീബയിൽ തൊട്ടിങ്ങോട്ട് നമ്മൾ ഈ മനുഷ്യരിൽ വരെയുള്ള എല്ലാ ജന്തുക്കളിലും തുറന്നു വരുന്ന ഈ ഹോമിയോസ്റ്റാസിസ് എന്ന ജീവപ്രക്രിയക്ക് വേണ്ടിയുള്ള ഒരു അനുകൂലനമാണ് ഈ ഫീലിങ്ങുകൾ. ഈ ഫീലിംഗ് നിന്നാണ് എന്തുണ്ടാവുന്നത്? അവസാനം അവിടേക്കാണ് വരുന്നത്. നമ്മൾ അത് ഈ ഞാൻ എന്നത് ഇതിൽ തന്നെ വരുന്നത്. അപ്പോൾ ആരും നമ്മൾ എന്ത് മനസ്സിലാക്കുന്നുണ്ട്? ഹോമിയോസ്റ്റാസിസ് എന്താണ് മനസ്സിലാക്കി, ഹോമിയോസ്റ്റാറ്റിക് ഫീലിങ്സ് എന്താണ് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഹോമിയോസ്റ്റാറ്റിക് ഫീലിങ്സിന്റെ ഇപ്പോൾ 1 മണിയായി, ഹോമിയോസ്റ്റാറ്റിക് ഫീലിംഗ് നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ട് പലരും ഇറങ്ങി ഭക്ഷണം അന്വേഷിക്കാൻ തുടങ്ങി. ഇതിൻ്റെ ഈ ഹോമിയോസ്റ്റാറ്റിക് എന്താണ് ഇതിൻ്റെ ഒരു ഉപയോഗം? അബോധപൂർവമായിട്ട് എല്ലാ കറക്ഷൻസ് നടക്കും. പക്ഷെ അതേസമയം തന്നെ ഈ ജീവി ചെന്നുപെട്ടിരിക്കുന്ന
അവസ്ഥയെക്കുറിച്ചിട്ടുള്ള ഒരു ബോധമുള്ള ജീവികൾ, മനുഷ്യരിലും മറ്റ് പ്രൈമേറ്റ്സിലും ഉണ്ടാവാൻ ഈ ഹോമിയോസ്റ്റാറ്റിക് ഫീലിങ്സ് സഹായിക്കുന്നുണ്ട്. പിന്നെ ഉദാഹരണം പറയുന്നത് വെച്ചാൽ, ശ്വാസം കിട്ടാത്ത അവസ്ഥ, വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന അനുഭവമുള്ളവർക്കറിയാം. അല്ലെങ്കിൽ മുഖത്ത് എന്തെങ്കിലും ഒന്ന് പെട്ടു, നമുക്ക് ശ്വാസം മുട്ടുന്നുണ്ട്, നമ്മൾ ഭയങ്കരമായിട്ട് കുതിറും, ഒരു മോട്ടോർ റിയാക്ഷനൊക്കെ ഉണ്ടാവും. എങ്ങനെയെങ്കിലും ഇത് മുഖത്ത് വലിച്ച് കളയാൻ ശ്രമിക്കും, നമ്മളെ പെടഞ്ഞെങ്കിലും ഇതിന് മുകളിലേക്ക് വരാൻ ശ്രമിക്കുക, എങ്ങനെയെങ്കിലും ഒരു ഓട്ടോമാറ്റിക് മോട്ടോർ റിയാക്ഷൻ ഉണ്ടാവുന്നുണ്ട്. അതേസമയം നമുക്കുണ്ടാകുന്ന രണ്ട് കാര്യങ്ങൾ: എയർ ഹങ്കർ, ശ്വാസം മുട്ട്. ഇപ്പം ആസ്മയുള്ളവർക്ക് എയർ ഹങ്കർ ഉണ്ടാവും. അതുപോലെ തന്നെ ഭീതി, ഭയങ്കരമായ പേടി. ഈ എയർ ഹങ്കറും ഭീതിയും ഒക്കെ എന്താണ്? ഇത് വികസിതമായ മസ്തിഷ്കത്തിൽ മാത്രമുള്ള സാധനങ്ങളാണ്. മറ്റേതൊക്കെ ഒരു കോഴിയുടെ കഴുത്ത് പിടിച്ചാലും അത് പടയും, പക്ഷെ അതിന്റെ മസ്തിഷ്കം ഇത്ര വികസിതമല്ല. അതിന് ഈ പേടിയും നമ്മൾ ഈ അനുഭവിക്കുന്ന അതേ ഹോമിയോസ്റ്റാറ്റിക് ഇമോഷൻസ് ഉണ്ടാവാനുള്ള പിന്നെ മസ്തിഷ്ക ഘടന ഇല്ല. അതിലേക്ക് നമ്മൾ പോകുന്നുണ്ട്, അത് വിശദമായിട്ട് നമ്മൾ പോകും. അപ്പോൾ എത്രയും വേഗത്തിൽ ഈ വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് വരാനോ മുഖത്തിരിക്കുന്ന എടുത്ത് മാറ്റാനോ ഒക്കെ നമ്മൾ ശ്രമിക്കും, കുതിറുമെങ്കിലും. അതൊക്കെ ഓട്ടോമാറ്റിക് എല്ലാ ജന്തുക്കളും ചെയ്യുമെങ്കിലും നമുക്കതിൻ്റെ കൂടെ എന്തുണ്ട്? വി ഹാവ് ദിസ് എയർ ഹങ്കർ, ഈ ഭീതി. ഇത് നമ്മൾ ഉടനെ തന്നെ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. ഇതാണ് ഹോമിയോസ്റ്റാറ്റിക് ഇമോഷൻസ്. അത് വിശപ്പിൻ്റെ കാര്യത്തിൽ നമുക്ക് വിശദമായിട്ട് പോവാം. അപ്പോൾ ഞാൻ ഉദാഹരണം എനിക്ക് തോന്നിയൊരു കാര്യമാണ്, ഇത് ബുക്കിൽ നിന്ന് എടുത്തതല്ല, എനിക്ക് തോന്നിയൊരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ഈ കാർബൺ മോണോക്സൈഡ് പോയ്സണിങ് ആൾക്കാർ ഉറക്കത്തിൽ നമ്മുടെ മുഖത്തൊരു തലയാണ വെച്ചൊരാൾ പിടിച്ചു വിചാരിക്കാം. നമ്മൾ പെട്ടെന്ന് തന്നെ ഉണരുകയും നമുക്ക് എയർ ഹങ്കർ ഉണ്ടാവും, നമുക്ക് ഭീതി ഉണ്ടാവും, നമ്മൾ എങ്ങനെയെങ്കിലും തട്ടി മാറ്റി നമ്മൾ രക്ഷപ്പെടും. കാരണം അപകടം നമുക്ക് ഹോമിയോസ്റ്റാറ്റിക് ഇമോഷൻസ് നമ്മുടെ മസ്തിഷ്കത്തിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഉറങ്ങിപ്പോകുന്ന കാർബൺ മോണോക്സൈഡ് പോയ്സണിങ്, കിടക്കുന്ന മുറിയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കാർബൺ മോണോക്സൈഡ് പോയ്സണിങ് വരികയാണെങ്കിൽ നമ്മളൊന്നും അറിയില്ല, നമ്മൾ മരിച്ചു പോകും ചുമ്മാ. എനിക്ക് തോന്നുന്ന ഒരു കാരണം ഇതാണ്. കാരണം നമ്മൾ ഈ ഹോമിയോസ്റ്റാറ്റിക് ഇമോഷൻസ് ഉണ്ടാവുന്നില്ല അവിടെ, നമുക്ക് മനസ്സിലാവുന്നില്ല. ശരീരത്തിന് ഈ മസ്തിഷ്കത്തിന് മനസ്സിലാവുന്നില്ല ഈ ശ്വാസം മുട്ടാണ് സംഭവിക്കുന്നത്, മരിക്കുകയാണെന്നുള്ളത്. ഇതാണ് ഇതിൻ്റെ പ്രാധാന്യം, ഹോമിയോസ്റ്റാറ്റിക് ഇമോഷൻസിൻ്റെ പ്രാധാന്യം. അത് ശ്വാസം മുട്ടിൻ്റെ കാര്യത്തിലായാലും വിശപ്പിൻ്റെ കാര്യത്തിലായാലും ചൂടിൻ്റെ കാര്യത്തിലായാലും എല്ലാം ഹോമിയോസ്റ്റാറ്റിക് ഇമോഷൻസ് ആണ് നമ്മളെ ജീവിതത്തിൽ തന്നെ മുന്നോട്ട് നയിക്കുന്നത്. അതിന് ചില ഉദാഹരണങ്ങളൊക്കെ നമ്മൾ വരും. ഇവിടെ ഒരു വാക്കും കൂടി ഞാൻ പരിചയപ്പെടാം, വാലൻസ് എന്നുള്ളൊരു വാക്ക് പരിചയപ്പെടുത്താണ്. ഇതിപ്പോൾ വലിയ പ്രാധാന്യമില്ല, പക്ഷേ അത് നിങ്ങൾ ഇത് വായിക്കുമ്പോൾ ഈ ഒരു വാക്ക് പരിചയപ്പെട്ടിരുന്നോട്ടെ വെച്ചിട്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഓരോ ഫീലിംഗ് എക്സ്പീരിയൻസിനും അതിനൊരു കണ്ടന്റ് ഉണ്ട്. കണ്ടന്റ് ചിലപ്പോൾ ഒരു ആങ്സൈറ്റിക്ക് നമ്മൾ എന്നിട്ട് അതിൻ്റെ നെഞ്ചിടിപ്പ്, ഹൃദയം പടപടാന്നിടിച്ചു, അതതിൻ്റെ കണ്ടന്റാണ്. നെഞ്ചിടിപ്പ്, ശ്വാസമുട്ടൽ, അതൊക്കെ ഉണ്ടാവും. ആങ്സൈറ്റി ഉണ്ടാവും, ഭയങ്കര ശ്വാസമുട്ട് തോന്നുന്നു, നെഞ്ചിടിപ്പ് തോന്നുന്നു, ഇതൊക്കെ എൻ്റെ കണ്ടന്റാണ്. സിവിയറിറ്റി കൂടും, സിവിയറിറ്റി വ്യത്യാസം ഉണ്ടാവും, വലിയ ആകാംക്ഷ തോന്നി. അതേസമയം അതിനൊരു വാലൻസ് ഉണ്ട്. ഈ വാലൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇൻട്രിൻസിക് അട്രാക്റ്റീവ്നെസ്. അതാണ് ഓരോ അനുഭവത്തെയും വികാരാനുഭവത്തെയും അതൊന്നിൽ ഹൃദ്യമോ അരോചകമോ ആക്കുന്നതാണ് അതിൻ്റെ വാലൻസ് എന്നത്. ഇപ്പോൾ ഇത് കാണാം, നമുക്ക് ഈ നെഗറ്റീവ് വാലൻസ് ആണ്. ഒരു തോക്ക് ചൂണ്ടിപ്പെടും, നമ്മൾ അതിനകത്ത് ചൂണ്ടിയ ഒരു ചോക്ക് നമുക്ക് ഉണ്ടാക്കുന്ന വികാരാനുഭവത്തിൻ്റെ വാലൻസ് അതൊരു നെഗറ്റീവ് വാലൻസ് ആണ്. ഒരു പൂത്ത് നിൽക്കുന്ന പൂച്ചെടിയൊക്കെ ആണെങ്കിൽ നമുക്ക് പോസിറ്റീവ് വാലൻസ് ആണെന്ന് പറയാം. അപ്പോൾ ഒരു വികാരാനുഭവത്തെ ഹൃദ്യമോ അരോചകമാക്കുന്നതിൻ്റെ വാലൻസ് ആണെന്ന് പറയാം. ദ മെന്റൽ ആസ്പെക്ട് ഓഫ് ഫീലിംഗ്സ് ഇസ് ബാലൻസ്ഡ്, ഈസ് അഫക്റ്റീവ്ലി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. അത് നമ്മുടെ അതിൻ്റെ അഫക്റ്റ് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. ഈ ഫീലിങ്സ് ആർ ഇൻഫോർമേറ്റീവ് റെഗുലേറ്ററി ഇന്റർഫേസസ് എന്നാണ് പറയുക. അതായത് നമ്മൾ ഈ വികാരാനുഭവം നമുക്ക് നൽകുന്നത് ഇത് നമുക്ക് കൊള്ളാമോ അതോ ചീത്തയാണോ, നല്ലതാണോ ചീത്തയാണോ, ഈ അവസ്ഥ നമ്മുടെ ശരീരത്തിൻ്റെ ആന്തരിക അവസ്ഥയാണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യപ്പെടുന്നത്. ഈ ശരീരത്തിൽ ഭക്ഷണത്തിൻ്റെ അളവ് കുറയുമ്പോൾ ഇത് നമുക്ക് നല്ലതല്ല, അപ്പോൾ നമ്മൾ വിശപ്പ് തോന്നുന്നു. അപ്പോൾ ഒരു സൂചന നൽകുന്നുണ്ട്, നല്ലതാണോ സുഖാവസ്ഥയാണോ നമുക്ക്, അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ. അപ്പോൾ ഈ വികാരാനുഭവങ്ങൾ, ഹോമിയോസ്റ്റാറ്റിക് ഇമോഷൻസ് നമുക്ക് നൽകുന്ന സന്ദേശങ്ങൾ ഇതാണ്. കറക്റ്റ് അർജന്റ്ലി, ഒരു ഉദാഹരണം കാണിച്ചു, അവിടെ മുഖത്ത് പെട്ടെന്ന് ശ്വാസം മുട്ടുന്നു, കറക്റ്റ് അർജന്റ്ലി. ഡു ലിറ്റിൽ ഓർ നത്തിങ്, ഒരു പ്രശ്നമില്ല, ഒരു നമുക്ക് എൻ്റെ ബാലൻസ് ഒരു ന്യൂട്രലാണ്. ഡു മോർ ഓഫ്, നല്ല ഭക്ഷണം കിട്ടുന്നു, ധാരാളമായി കഴിക്കും. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഈ വികാരമാണ്. നമുക്ക് നല്ല ഭക്ഷണം കിട്ടുമ്പോൾ കഴിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന വികാരങ്ങൾ അത് നമ്മളെ വീണ്ടും കഴിക്കാൻ പ്രേരിപ്പിക്കുന്നു, കൂടുതൽ ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ അതാണ് ഈ ഇൻഫർമേറ്ററി റെഗുലേറ്ററി ഇന്റർഫേസസ് ആണ് ഈ ഫീലിങ്ങുകൾ എന്ന് പറയുന്നത്. നമ്മുടെ ജീവനിയന്ത്രണത്തിനുള്ള
ഒരു ഇൻ്റർഫേസാണ്, റെഗുലേറ്ററി ഇൻ്റർഫേസാണ് ഹോമിയോസ്റ്റാറ്റിക് ഇമോഷൻസ് എന്ന് പറയും. ഹോമിയോസ്റ്റാറ്റിക് ഇമോഷൻസ് എന്ന് പറയപ്പെടുകയാണ്. ഈ വാലൻസ് എന്ന വാക്കും അഫക്റ്റ് എന്ന വാക്കും സമാനമായിട്ടാണ് പ്രയോഗിക്കപ്പെടുന്നത്. ഇതിപ്പോൾ ഞാൻ 2 ഓതേഴ്സിനെയാണ് പ്രധാനമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് പറഞ്ഞല്ലോ. ഡമാസിയോ ആണ് വാലൻസ് എന്ന വാക്ക് ഉപയോഗിച്ച് പ്രയോഗിച്ചേണ്ടത്. അഫക്റ്റ് എന്ന വാക്ക് മാത്രമാണ് ബഡ് ക്രേഗ് പറഞ്ഞത്. അഫക്റ്റ് എന്ന് വെച്ചാൽ പ്ലസൻനെസ് ഓർ അൺപ്ലസൻനെസ്, അതാണ് അഫക്റ്റ് എന്ന് പറഞ്ഞത്. അങ്ങനെ പറയാം. വെയിലൻസ് എന്നത് ഇദ്ദേഹം പ്രയോഗിച്ചതാണെന്നാണ്. അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് കറക്റ്റ്. ഇപ്പം എന്തായിരുന്നാലും ഈ അഫക്റ്റ് എന്നുള്ള സാധനമാണ് ഫീലിങ്സിൻ്റെ ഒരു ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു അടിസ്ഥാനമായ ഒരു കാര്യം. അഫക്റ്റ് ഇല്ലാത്തൊരു ഫീലിംഗ് ഇല്ല. നിങ്ങൾക്ക് ഒരു ഫീലിംഗ് ഉണ്ടെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ അത് ഒരു പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ ഒരു അഫക്റ്റ് ഉണ്ടാവണം. അതാണ് ആ തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാർക്കറിയാം. ഒരു ഫീലിങ്ങും ഇല്ലാന്ന്. ടി വി വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെ ഫോൺ ചെയ്യുന്നുണ്ട്, പിന്നെ എന്താടാ പറയടാ, ഒരു ഫീലിങ്ങും ഇല്ലാന്ന്. അവൻ ആ ഐഡിയ ഡ്രോപ്പ് ചെയ്യാൻ ഈ പെൺകുട്ടിയായിട്ടുള്ള പിന്നെ പ്രേമം അവനവിടെ അവസാനിപ്പിച്ചു. കാരണം പെൺകുട്ടി ഇപ്പം ഫോൺ വിളിക്കുമ്പോൾ ആടാ എന്താ, ആ കുട്ടിയുടെ ഇടയിൽ നഖം മുറിക്കുന്നു, ഫീലിംഗ് ഇല്ല. ഫീലിംഗ് ഇല്ല നമുക്ക് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഈ ഫീലിംഗ് ഇല്ലാതാവുന്നത്? ദർ ഇസ് നോ അഫക്റ്റ്. അഫക്റ്റ് ഇല്ലാത്തൊരു ഫീലിംഗ് ഇല്ല. ഈ ഹോമിയോസ്റ്റാറ്റിക് ഇമോഷൻസിൻ്റെ ഒക്കെ അടിസ്ഥാനമായിട്ടുള്ള അതിൻ്റെ ഒരു അടിസ്ഥാനപരമായ കാര്യം ഇറ്റ് അഫക്ട്സ് യു. ഡു നോട്ട് പെർമിറ്റ് ഫീലിംഗ്സ് ആർ ബൈ ഡെഫിനിഷൻ അഫക്ട്ഫുൾ മെന്റൽ റെപ്രസെൻറ്റേഷൻസ് ആൻഡ് ഡു നോട്ട് പെർമിറ്റ് ഇൻഡിഫറൻറ്റ് എക്സ്പീരിയൻസസ് എന്നാണ്. ഇൻഡിഫറൻറ്റ് എക്സ്പീരിയൻസസ് ഇല്ല. ഹോമിയോസ്റ്റാറ്റിക് ഇമോഷൻസ് ഒക്കെ ഒന്നുകിൽ അതിന് ഏതെങ്കിലും തരത്തിലൊരു അഫക്റ്റ് ഉണ്ടാവും. അതിനൊരു ബാലൻസ് ഉണ്ട്. പോസിറ്റീവ്ലി ബാലൻസ്ഡ് ആയാലും നെഗറ്റീവ്ലി ബാലൻസ്ഡ് ആയാലും അതിനൊരു അഫക്റ്റ് ഉണ്ട്. അപ്പോൾ അതാണ് നിങ്ങൾ ഇത് തന്നെ തുടർന്ന് ചെയ്യുക. ഇത് തന്നെ ചെയ്യൂ. ഡു ഇറ്റ്, അല്ലെങ്കിൽ ഡു നത്തിങ്, ഡു ഇറ്റ് മോർ എന്നുള്ളത്, ഡോണ്ട് ഡു ഇറ്റ് എന്നുള്ളത്. ഇപ്പം ഈ ഹോമിയോസ്റ്റാറ്റിക് ഇമോഷൻസ് ആണ് ബിഹേവിയറിനെ ഡ്രൈവ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ജന്തുക്കളുടെ പെരുമാറ്റത്തിനെ നിയന്ത്രിക്കുന്നത് പിന്നെ ഈ ഹോമിയോസ്റ്റാറ്റിക് ഇമോഷൻസ് ആണ്. ജീവനിയന്ത്രണ വികാരങ്ങൾ എന്ന് പറയാം നമുക്കതിനെ, ഹോമിയോസ്റ്റാറ്റിക് ഇമോഷൻസ് വന്നാലും. അപ്പോൾ ഈ ചൂട് കൂടിയ ഒരു അന്തരീക്ഷത്തിൽ, ചൂട് കുറഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ ഇത് കറക്റ്റ് ചെയ്യണമെന്നുള്ള ഈ ഒരു ഹോമിയോസ്റ്റാറ്റിക് ഇമോഷൻ ഉണ്ടാവുകയും അത് നമ്മളെ ഡ്രൈവ് ചെയ്യുകയും ചെയ്യും. നമ്മുടെ പെരുമാറ്റങ്ങൾ ഡ്രൈവ് ചെയ്യും. അത് ശക്തമായൊരു പ്രയോജനം. അതാണ് പറഞ്ഞത്. ഇത് ബഡിൻ്റെ എ ന്യൂ വി ഓഫ് പെയിൻ ആസ് എ ഹോമിയോസ്റ്റാറ്റിക് ഇമോഷൻ. വേദന എന്നതൊരു ഹോമിയോസ്റ്റാറ്റിക് ഇമോഷനാണെന്നാണ് ബഡ് ക്രേഗ് പറയാം. ആ ഒരു പേപ്പറിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണത്. അപ്പോൾ ഒരു പിന്നെ ചൂടും തണുപ്പും ഹോമിയോസ്റ്റാറ്റിക് ഇമോഷൻസ് ഹോമിയോസ്റ്റാറ്റിക് ഫീലിങ്സ് ഉണ്ടാക്കുന്നുണ്ട്. ഇത് കൃഷ്ണഗാഥയിലുള്ളതാണ്. നമ്മളെല്ലാവരും എൻ്റെ കാലത്തൊക്കെ ഞങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഒരു പദ്യഭാഗമാണിത്. തണുപ്പ് വരുമ്പോൾ ആൾക്കാരെന്ത് ചെയ്യുന്നില്ല, ചീർത്തു നിന്നുള്ളൊരു ശീതത്തെ പൂണ്ടു നിന്ന് ആർത്തന്മാരായി ചമഞ്ഞെല്ലാവരും. കൃഷ്ണഗാഥ പാടിൻ്റെ രൂപത്തിൽ പാടിയ കുറച്ച് സമയം കൊടുക്കും. വന്ന് ശ്ലോകത്തിൽ കഴിയാണ്. കൈത്തലം കൊണ്ടു തൻ മാറത്തു നന്നായി സ്വസ്തികാബന്ധം തുടങ്ങിനാരെ. ഇതൊക്കെ എഴുതുന്ന കവി കേരളത്തിൽ ഇരുന്നുകൊണ്ടാണ് ഇത് എഴുതുന്നത്. ചെറുശ്ശേരി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കവിയാണ്. അദ്ദേഹത്തിന് മകരത്തിലെ തണുപ്പൊക്കെ പരിചയമുള്ളൂ. അപ്പോൾ ആ തണുപ്പ് വെച്ചുകൊണ്ടാണ് ഇത് നോർത്ത് ഇന്ത്യയിലെ തണുപ്പിനെ കുറിച്ചൊക്കെ ഇത് എഴുതുന്നത് കേട്ടോ, യാദവൻ്റെ. എന്തോ ആയിക്കോട്ടെ. അപ്പോൾ തണുപ്പിനെ കുറിച്ച് അദ്ദേഹത്തിന് പറഞ്ഞതാണ്. വായ്പാറിന് നിന്നുള്ള കാർപ്പാസം കൊണ്ട് ഓരോ കുർപ്പാസം മേനിയിൽ ചേർച്ച പൂക്കുന്നു. കോട്ടൺ ആണ് ഈ കാർപ്പാസം എന്ന് പറഞ്ഞാൽ, കോട്ടണാണ്. എന്താണ് പഞ്ഞി കൊണ്ടുള്ള വസ്ത്രം. അന്ന് വസ്ത്രം എടുക്കാതെ കേരളത്തിലെ ആൾക്കാർ നടക്കുക. അപ്പോൾ പഞ്ഞി കൊണ്ടുള്ള കുപ്പായങ്ങൾ ഇട്ടു എന്നാണ് തണുപ്പ് പ്രതിരോധിക്കാൻ. ഇതൊന്നും പോരാ, ശരിക്കുള്ള തണുപ്പിന് ഒരു പഞ്ഞി കുപ്പായൊന്നും പോരാ. കാർപ്പാസം കൊണ്ടുള്ള കൂർപ്പാസമായിട്ട് നമ്മൾ നോർത്ത് ഇന്ത്യയിലേക്ക് പോയിട്ട് ചിലപ്പോൾ തട്ടിപ്പോകും. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഹോമിയോസ്റ്റാറ്റിക് ഇമോഷൻസ് ആണ് കാണുന്നത്. ഹോമിയോസ്റ്റാറ്റിക് ഇമോഷണൽ ഫീലിങ്സ് കൊണ്ടാണ്, ഹോമിയോസ്റ്റാറ്റിക് ഡ്രൈവാണ് കാണിക്കുന്നത്. ആൾക്കാർ ഇതെടുത്തിടുന്നു. ആദിത്യ സേവകയും പാവക സേവകയുമായി തുടങ്ങി പലർക്കും അപ്പോൾ സൂര്യൻ്റെ അടുത്തേക്ക് നീങ്ങുന്നു. അമീബ അടക്കം ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ ഇത്. അതായത് ടെമ്പറേച്ചർ കൂടിയ ഭാഗത്ത് ടെമ്പറേച്ചർ കുറഞ്ഞ ഭാഗത്തേക്ക് അമീബ തന്നെ നീങ്ങിപ്പോകും വെള്ളത്തിലൂടെ. അപ്പോൾ ഓട്ടോമാറ്റിക് ബിഹേവിയറാണിത്. പക്ഷേ ഇത് നമ്മളിൽ ഇത് ഹോമിയോസ്റ്റാറ്റിക് ഇമോഷൻസ് കൂടി, ഇമോഷണൽ ഫീലിങ്സ് കൂടി ഉണ്ടാക്കുന്നുണ്ട്. ആദിത്യ സേവയും പാവക സേവയും ഒക്കെ ആവുന്നുണ്ട്. ഫീലിങ്സ് ആർ ഇൻഫർമേറ്റീവ് റെഗുലേറ്ററി ഇന്റർഫേസസ്. ഒന്നുകൂടെ പറയാം, ജീവനിയന്ത്രണത്തിന് അനുയോജ്യമായ വിവരങ്ങൾ നൽകുവാനുള്ള ഒരു സമ്പർക്കമുഖ സംവിധാനമാണ് ഫീലിങ്ങുകൾ. ഈ ഫീലിംഗ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി എന്തിനാണ് നമുക്ക് ഫീലിങ്ങുകൾ ഉണ്ടാവുന്നത്? ഈ ഫീലിങ്ങുകൾ ഹോമിയോസ്റ്റാസിസിന് വേണ്ടിയാണ്, ജീവനിയന്ത്രണത്തിന് വേണ്ടിയാണ്. ഇത് നമുക്ക് മാത്രം, വികസിതമായ മസ്തിഷ്കമുള്ള നമുക്ക് മാത്രമേ ഉള്ളൂ ഈ ഫീലിങ്സ് എന്നുള്ളതാണ്. ഞാനൊരു കഥ ഇങ്ങനെ വരച്ച് കൊണ്ടുവരാനുള്ള ശ്രമമാണ്. എത്രത്തോളം ഇഫക്റ്റീവ് ആകുന്നതെന്ന് എനിക്കറിയുന്നില്ല. ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാനത് കാണിക്കാൻ നിൽക്കുന്നില്ല.
മോഹൻലാൽ അഭിനയിച്ചിട്ടുള്ള, മോഹൻലാലും നന്ദു എന്ന് പറഞ്ഞിട്ടുള്ളൊരു നടനും അഭിനയിക്കുന്ന ഒരു ഒരു ലോയിഡ് AC-യുടെ പരസ്യമാണ്. അതായത് ഇത്രയേ ഉള്ളൂ, വലിയ വെയിലത്ത് ചൂടിൽ കയറി വരികയാണ് ഈ നന്ദു പറഞ്ഞ നടനും ഒരു നടിയും കൂടി കയറി വരുന്നു. ഒരു ചൂട് ചായ എടുക്കും, അല്ല സോറി, ഒരു തണുത്ത നാരങ്ങ വെള്ളം തരും എന്ന് പറയും, വേർത്ത് വിളിച്ചാണ് വരുന്നത്. അപ്പോൾ ഈ മോഹൻലാൽ അഭിനയിക്കുന്ന ഗൃഹനായകൻ പറയുന്നത് ഭാര്യയോട് വിളിച്ച് ആജ്ഞാപിക്കാണല്ലോ ചെയ്യുക, ഭാര്യയോട് സ്വാഭാവികമായി വിളിച്ച് ആജ്ഞാപിച്ചു ഒരു പിന്നെ ചൂട് ചായ എടുക്കും. എന്താ ഇത് പറവ് കിട്ടിയില്ല, എരുതിയിലേക്ക് ഇടുകയാണോ എന്ന് അന്ന് അതിഥി ചോദിക്കും. അപ്പോൾ ഉടനെ ലോയിഡ് AC ഓൺ ചെയ്യും, പെട്ടെന്ന് തന്നെ തണുക്കുകയും ഈ വന്ന അതിഥി ചൂട് ചായയുടെ കൂടെ ഒരു പരിപ്പോടിയും കൂടിയും പോരട്ടെ എന്ന് പറഞ്ഞു എന്നാണ് പിന്നെ പരസ്യം, AC-യുടെ പരസ്യം. അപ്പോൾ എന്താണിത്? ദി അഫക്റ്റീവ് പ്ലസൻനെസ് ഓർ അൺപ്ലസൻനെസ് ഓഫ് എ തെർമൽ സ്റ്റിമുലസ് റിഫ്ലക്ട്സ് തെർമോറെഗുലേറ്ററി മോട്ടിവേഷൻ ദാറ്റ് ഈസ് ഹോമിയോസ്റ്റാറ്റിക് നീഡ്സ് ഓഫ് ദ ബോഡി. ശരീരത്തിന്റെ ജീവനിയന്ത്രണത്തിന് ആവശ്യമായ നീഡുകളെയാണ് ഈ ഫീലിങ്ങുകൾ പിന്നെ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോന്റെ കാര്യം ഇവിടെ പറഞ്ഞത്. ഇതാണ്. ഇപ്പോൾ കുറേ നേരം പുറത്തുനിന്ന് കടന്നു വരുമ്പോൾ ഈ AC-യിൽ ഇരിക്കുമ്പോൾ വളരെ കംഫർട്ടാണ്. കുറച്ച് കഴിയുമ്പോൾ AC തടുക്കും. എനിക്ക് പ്രത്യേകിച്ചും പെട്ടെന്ന് തന്നെ തണുത്ത് വിറക്കാൻ തുടങ്ങും, ഞാൻ ചിലപ്പോൾ പുറത്തേക്ക് പോയിരിക്കും. ഇത് ഇങ്ങനെയാണ് നമ്മുടെ ബിഹേവിയറിനെ, നമ്മുടെ ഫീലിങ്ങുകൾ, നമ്മുടെ ഈ ചൂടിന് ഫീലിങ്ങുകൾ നിയന്ത്രിക്കുന്നത്. എന്താണ് വാസ്തവത്തിൽ ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തിൽ ടെമ്പറേച്ചർ 36 ഈ പറഞ്ഞ 1 ഡിഗ്രിക്കകത്ത് നിലനിർത്തണം. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് ഇതൊക്കെ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കുറേ സാധനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു, എങ്ങനെയാണ് ശരീരത്തിൽ തൈറോയിഡിന്റെ ഫംഗ്ഷൻ, മസിലിന്റെ ഫംഗ്ഷൻ കൂടെ അബോധപൂർവമായി ഇതിനെ നിയന്ത്രിക്കുന്നത്. അതിന് പുറമെ ഈ ഫീലിങ്ങുകൾ വഴി നമ്മൾ എന്ത് ചെയ്യുന്നു? ചൂട് ചായ വരട്ടെ, നാരങ്ങ വെള്ളം വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ബോധം, അപ്പോൾ അതനുസരിച്ച് നമ്മുടെ മോട്ടിവേഷൻ അതനുസരിച്ചിട്ട് വരും. മനസ്സിലായില്ലേ? അതായത് ഈ ഫീലിംഗ് ഉണ്ടാവുകയും ആ ഫീലിംഗ് തന്നെ മോട്ടിവേഷൻ ആവുകയും ചെയ്യും. അതിലേക്കും നമുക്ക് വരേണ്ടതുണ്ട്. ഓക്കെ, നമ്മുടെ ബിഹേവിയറെ മോട്ടിവേറ്റ് ചെയ്യും. ഇത് എല്ലാ മലയാളി ആണുങ്ങൾക്കും പ്രിയപ്പെട്ട സാധനമാണ്. ഏതാണിത്? പിന്നെ തൂവാനത്തുമ്പികൾ. അതിൽ പറയുന്നത് നമുക്കൊരു നാരങ്ങ വെള്ളം കാച്ചിയാലോ, ഉപ്പിട്ട നാരങ്ങ വെള്ളം, ഈ ചൂടത്തേക്ക് അത് ബെസ്റ്റല്ലേ എന്ന് പറയുന്നുണ്ട്. എല്ലാ പെരുമാറ്റങ്ങളും നിർണ്ണയിക്കുന്നത് ഈ ഹോമിയോസ്റ്റാറ്റിക് ഫീലിങ്ങുകളാണ്. ആ സമയത്ത് ചൂടുവെള്ളത്തിൽ, ചൂട് സമയത്ത് നാരങ്ങ വെള്ളം തന്നെ. എ കൂൾ ഗ്ലാസ് ഫീൽസ് വണ്ടർഫുൾ ഇഫ് യുവർ ബോഡി ഈസ് ഹോട്ട്. ബഡ്ക്രൈഗ് വേറൊരു ലേഖനത്തിൽ പറയുന്നത്, ബട്ട് ഇറ്റ് ഫീൽസ് ഗ്രോയിങ്ലി അൺപ്ലസന്റ്. നമ്മൾ ആ ചൂട് പോയാൽ ഈ തണുത്ത വെള്ളം, നമ്മളിപ്പോൾ ഉദാഹരണത്തിന് റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ വെള്ളം വാങ്ങുന്നതാണ്. ഞാനൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ വെള്ളം വാങ്ങിയിട്ട് യാത്ര ചെയ്യുന്ന ഒരാളാണ് ഇപ്പോഴും. അതെ. അപ്പോൾ എപ്പോഴും അവർ ചോദിക്കും തണുത്ത വെള്ളം വേണോ മറ്റേത് വേണോ. മിക്കവാറും കേരളത്തിൽ എല്ലാവരും പറയാം തണുത്ത പോരട്ടെ, ഏതായാലും 10 രൂപ 15 രൂപ കൊടുക്കുന്നുണ്ട്, തണുത്ത തന്നെ പോരട്ടെ എന്ന് പറയും. നമ്മളെ ചൂട് അറ്റ്മോസ്ഫിയറാണ്. പക്ഷേ ഒരു 4 മണിക്കോ ഒക്കെ മകരത്തിൽ തണുപ്പിലോ അല്ലെങ്കിൽ നല്ല കർക്കിടകത്തിൽ വെള്ളം ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ മാത്രം ആൾക്കാർ ചോദിക്കും തണുത്ത വേണ്ട എന്ന് പറയും. അപ്പം ഇത് എന്താണ്? ഹോമിയോസ്റ്റാറ്റിക് ഇമോഷൻസാണ് നമ്മളെ ചോയ്സസിനെയും ഒക്കെ ഡ്രൈവ് ചെയ്യുന്നതാണ്. ഉപ്പും പഞ്ചസാരയും, നാരങ്ങ വെള്ളം, ഉപ്പിട്ട നാരങ്ങ വെള്ളം ചോദിക്കുന്നതുകൊണ്ട് വെയിലത്ത് നടന്ന് വേർത്ത് അയാളുടെ ഉപ്പിന് ആവശ്യമുള്ളതുകൊണ്ടാണ് ഉപ്പിട്ട നാരങ്ങ വെള്ളം നടക്കുന്നത്. അതൊക്കെ നിയന്ത്രിക്കപ്പെടുന്നത് ഇതുപോലെ ഹോമിയോസ്റ്റാറ്റിക് ഇമോഷൻസ് ഡ്രൈവ് ചെയ്യുന്ന നമ്മുടെ ഹോമിയോസ്റ്റാറ്റിക് നീഡ്സാണ് നമ്മൾ പൂർത്തീകരിക്കാൻ ശ്രമിക്കുന്നത്. ടേസ്റ്റ് മറ്റൊരു ഹോമിയോസ്റ്റാറ്റിക് ഇമോഷനാണ്. ടേസ്റ്റ് ക്യാൻ ബി വ്യൂഡ് ആസ് എ ഫീലിംഗ് കമ്പോണന്റ് ഓഫ് എൻ ആർക്കിടൈപ്പൽ ഹോമിയോസ്റ്റാറ്റിക് ഇമോഷൻ. ഇറ്റ്സ് എ പ്രൈമോഡിയൽ കമ്പോണന്റ് ഓഫ് ഇന്ററോസെപ്ഷൻ. ചില വാക്കുകൾ കൂടെ ഞാൻ കൊണ്ടുവരികയാണ്. ഇന്ററോസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ആന്തരിക അന്തരീക്ഷത്തിന്റെ അറിവ്, അതിനുള്ള അറിവ്, ഇന്ററോസെപ്ഷൻ. ദാറ്റ് ഈസ് റെപ്രസെന്റഡ് ഇൻ ദ ഇൻസുലാർ കോർട്ടെക്സ് ഇൻ ഓൾ എക്സ്റ്റന്റ് മാമൽസ്. ഞാൻ പുതിയ 2 വാക്കുകളിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ ആവശ്യമായ വാക്കുകളത്. ഇന്ററോസെപ്ഷൻ, ഇൻസുലാർ കോർട്ടെക്സ് എന്നുള്ള വാക്കുകൾ ഞാനവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഇത് ബഡ്ക്രൈഗിന്റെ ബുക്ക് ഞാൻ എടുത്താണ്. അപ്പോൾ രുചി എന്നതും ഒരു ജീവനിയന്ത്രണ വികാരമാണ്. ഇന്ററോസെപ്ഷൻ, ഇൻസുലാർ കോർട്ടെക്സ് എന്നുള്ള ഇതിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ അടുത്ത ഭാഗത്തേക്ക് നമ്മൾ പോവുകയാണ്. നമ്മൾ ഹോമിയോസ്റ്റാസിസ് എന്താണെന്ന് പറഞ്ഞു വെച്ചു, ഫീലിങ്സ് എന്താണെന്ന് പറഞ്ഞു. ഇത് രണ്ടും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, ഈ ജീവനിയന്ത്രണവും വികാരാനുഭവവും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മൾ ഒരിക്കൽ പറഞ്ഞു. അതിൽ കുറച്ചും കൂടി വിശദമായി നമ്മൾ പോകും കുറച്ച് കഴിയുമ്പോൾ. ഇതിൽ നിന്ന് എങ്ങനെയാണ് അവനവൾ ഉണ്ടാവുന്നത്, സെൽഫ് എന്ന ഈ ഒരു പ്രക്രിയ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ഞാൻ തുടങ്ങുന്നത് ആന്റോണിയോ ഡമാസിയോന്റെ ഒരു കോട്ടോട് കൂടിയാണ്. ഈ വികാരാനുഭവങ്ങളുടെയും അവനവൾ എന്ന നിർമ്മിതിയുടെയും നാഡീശാസ്ത്രപരമായ ഉത്ഭവം ഒന്ന് തന്നെയാണ്. The neural basis of feelings and of self have a shared neurobiological stem എന്നാണ് ആന്റോണിയോ ഡമാസിയോ പറയാം. ഇതാണ് ഒരു കീ സെന്റൻസ്. ഇതിനാണ് നമ്മൾ എന്താണ് ഇതിന്റെ ഷെയർഡ് ന്യൂറോബയോളജിക്കൽ സ്റ്റെം?
ഈ ഫീലിങ്ങുകളും അവനവൻ എന്ന ഈ നിർമ്മിതിയും ഒരേ നാഡീശാസ്ത്രപരമായ ഒരേ അടിസ്ഥാന ഉള്ളതാണ്. ഇതെന്താണ് അതിൻ്റെ നാഡീശാസ്ത്രപരമായ അടിസ്ഥാനം എന്നാണ്. അതിനാണ് ഞാനിവിടെ ചിത്രം കാണിച്ചത്. ഇതാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ളൊരു ഒരു ചിത്രം. ബഡ് ക്രെയ്ഗിൻ്റെ കണ്ടെത്തലാണത്. ഇത് ഈ വൈകാരിക അനുഭവങ്ങളുടെയും അവനവളെന്ന അനുഭവത്തിൻ്റെയും പൊതുവായ ന്യൂറോബയോളജിക്കൽ സ്റ്റെം, അതിനെപ്പറ്റി മനസ്സിലാക്കാൻ നമുക്ക് ആശ്രയിക്കാവുന്ന ഈ ഒരു പേപ്പറാണ് ഹൗ ഡു യു ഫീൽ ഇൻറ്ററോസെപ്ഷൻ ദ സെൻസ് ഓഫ് ഫിസിയോളജിക്കൽ കണ്ടീഷൻ ഓഫ് ദ ബോഡി, ബഡ് ക്രെയ്ഗിൻ്റെ 2 പേപ്പറുകളാണ് പരാമർശിക്കുന്നത്. അതിലെ പ്രധാനപ്പെട്ട പേപ്പർ ഇതാണ്, 2002 ഏതാണ് ആ ഷെയർഡ് ന്യൂറോബയോളജിക്കൽ സ്റ്റെം എന്നതിലേക്ക് നമ്മൾ പോകുന്നത്. അതിൻ്റെ ഘടനയാണ് പറയാൻ പോകുന്നത്. കുറച്ച് കട്ട അനാട്ടമിയൊക്കെയാണ്, മനസ്സിലായില്ല എന്ന് വെച്ച് പരിഭ്രമിക്കേണ്ട. ഇത് ഈ മെറ്റീരിയലൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പലവട്ടം ഇതിലൂടെ കടന്നുപോയാൽ ഒരു സാമാന്യ ബയോളജി ധാരണയുള്ള ആർക്കും മനസ്സിലാവുന്നത്ര തന്നെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞതാണ് ഈ മാറാത്ത ഞാൻ എന്നൊരു മസ്തിഷ്ക ചിത്രത്തിൻ്റെ ആഖ്യാനത്തിന് അനുയോജ്യമായി മാറാതെ നിൽക്കുന്ന ഇൻപുട്ട് ഏതാണ് മസ്തിഷ്കത്തിന് കിട്ടുന്നത് നമ്മൾ പറഞ്ഞു. അത് ഹോമിയോസ്റ്റാസിസ് ആണ്, അല്ല അത് ആന്തരിക പരിസ്ഥിതിയാണ് ആ മാറാത്ത ഞാൻ എന്നതിൻ്റെ ഇൻപുട്ട് എന്ന് പറഞ്ഞു. ഈ ഫിസിയോളജിക്കൽ കണ്ടീഷൻ, ഈ മാറാത്ത ആന്തരിക പരിസ്ഥിതിയുടെ ഒരു ചിത്രം മസ്തിഷ്കത്തിൽ നിർമ്മിക്കുന്ന ഒരു വ്യവസ്ഥയുണ്ട്. അത് ആ ഫിസിയോളജിക്കൽ കണ്ടീഷൻ അവിടെ എത്തിക്കുന്നത്. അതാണ് ഇത് പറഞ്ഞത്, ദിസ് സിസ്റ്റം കോൺസ്റ്റിറ്റ്യൂട്ട്സ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ മെറ്റീരിയൽ മീ എന്നാണ് പറയുന്നത്. ഇതാണ് റീസെന്റ് ഈ ഫങ്ഷണൽ അനാറ്റമിക് നെറ്റ്വർക്ക് ഹാസ് ഡീറ്റെയിൽഡ് ആൻ അഫറന്റ് ന്യൂറൽ സിസ്റ്റം ഇൻ പ്രൈമേറ്റ്സ് ആൻഡ് ഹ്യൂമൻസ് ദാറ്റ് റെപ്രസെന്റ് ഓൾ ആസ്പെക്ട്സ് ഓഫ് ദ ഫിസിയോളജിക്കൽ കണ്ടീഷൻ ഓഫ് ദ ഫിസിക്കൽ ബോഡി. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ അന്തരീക്ഷത്തിൻ്റെ അവസ്ഥയെ ഓരോ നിമിഷവും മസ്തിഷ്കത്തിൽ പ്രതിനിധീകരിക്കുന്ന ഒരു നാഡീവ്യൂഹത്തിൻ്റെ, ഒരു നാഡീ സംഘാതത്തിൻ്റെ കുറിച്ചുള്ള റിപ്പോർട്ടാണ് ഈ 2002 പേപ്പർ. ഇങ്ങനെ ഒരു നാഡീ സംവിധാനം നമുക്കുണ്ട് എന്നത് അതുവരെ വ്യാപകമായി അറിയപ്പെട്ടിരുന്നില്ല. 2002 നമ്മൾ ഈ ഒരു സിസ്റ്റം ഉണ്ട്. അത് അന്തരീക്ഷത്തിൻ്റെ നിമിഷം പ്രതിയുള്ള, അത് മാറാതെ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നുണ്ട്, ആ ചിത്രം മസ്തിഷ്കത്തിൽ റെപ്രസെൻ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു വിവരം നമുക്ക് കിട്ടുന്നത് ആ പേപ്പറാണ് ഞാൻ കാണിച്ചത്, ഹൗ ഡു യു ഫീൽ എന്നുള്ളത്, 2002 പേപ്പർ. ഓക്കെ, ഇതാണ് ആ ചിത്രം. ഇതാ ഒറിജിനൽ പേപ്പറിലെ ചിത്രമാണ്. ഏറ്റവും വേറെ ഇതിൽ വരച്ചത് രണ്ടുമുണ്ട്. ലാമിന 1 സ്പൈനോതലാമോ കോർട്ടിക്കൽ പാത്വേ അല്ലെങ്കിൽ ലാമിന 1 സ്പൈനോതലാമോ കോർട്ടിക്കൽ സിസ്റ്റം എന്നാണ് ഇതിന് പറയാം. ഒരു അഫറൻ സിസ്റ്റമാണ്. അഫറൻ എന്ന് വെച്ചാൽ അകത്തേക്ക് പോകുന്നതെന്നർത്ഥം. അകത്തേക്ക് പോകുന്ന, അതായത് ഈ ആവേഗങ്ങളെ മസ്തിഷ്കത്തിനകത്തേക്ക് ആനയിക്കുന്ന ഒരു സിസ്റ്റമാണ് അഫറൻ സിസ്റ്റം എന്ന് പറയുന്നത്. മസ്തിഷ്കം എന്താണ് ഇതൊന്നൊക്കെ പരിചയമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറയാം. ഈ ഒരു ചിത്രം കണ്ടോ നിങ്ങൾ? ഒരു മസ്തിഷ്കവും അതിനോടനുബന്ധിച്ചുള്ള സ്പൈനൽ കോഡുമാണ് ഇതിൽ കാണുന്നത്. ഇതിൽ നിന്ന് ഇങ്ങനെ നെർവുകൾ വരുന്ന കാണാം. ഇതൊക്കെ സ്പൈനൽ നെർവുകളാണ്. ഇതിൽ നിന്ന് വരുന്ന ആവേഗങ്ങൾ മാത്രമല്ല, ഇതിലേക്ക് പോകുന്ന ആവേഗങ്ങളും ഈ സ്പൈനൽ നെർവുകളിലൂടെയാണ് സ്പൈനൽ കോഡിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ മസ്തിഷ്കത്തിൽ നിന്ന് പുറത്തു വരുന്ന, മസ്തിഷ്കവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നെർവുകൾ കാണാം. ഇതിനെ ക്രേനിയൽ നെർവുകൾ എന്ന് പറയും. അകത്തേക്കുള്ള അഫറൻറ്റുകളും പുറത്തേക്കുള്ള ഇഫറൻറ്റുകളൊക്കെ ഈ ക്രേനിയൽ നെർവുകളിലൂടെയാണ് വരുന്നത്. ക്രേനിയൽ നെർവുകളുണ്ട്, സ്പൈനൽ നെർവുകളുണ്ട്. ഇതിൽ പലതരത്തിലുള്ള നെർവ് ഫൈബറുകൾ കൊണ്ടാണ് ഈ നെർവുകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഇവിടെ പലതരത്തിലുള്ള നെർവ് ഫൈബറുകൾ ചിത്രങ്ങൾക്ക് കാണാം. 4 തരത്തിലുള്ളത്. ഇതിൽ ഈ അവസാനം കാണുന്ന എ ഡെൽറ്റ അതുപോലെ സി എന്ന് പറഞ്ഞാൽ ഈ 2 തരം ഫൈബറുകൾ കൊണ്ട് നിർമ്മിതമാണ് ഈ സ്പൈനോതലാമിക് സിസ്റ്റത്തിലെ നെർവുകൾ. ഇത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കാണിച്ചത്. ഈ സ്പൈനോതലാമിക് സിസ്റ്റത്തിലേക്ക് ഫീഡ് ചെയ്യുന്ന നെർവുകൾ വരുന്നത് ഈ എ ഡെൽറ്റ ആൻഡ് സി എന്ന് പറയുന്ന ഫൈബറുകളാണ്. ഇതാണ് എൻ്റെ വിശദമായിട്ട്, ഇത് ഡമാസിയോൻ്റെ പേപ്പറിൽ നിന്നാണ് ഈ ഒരു ചിത്രം. ഇത് പിന്നെ നമ്മുടെ ബഡ് ക്രെയ്ഗിൻ്റെ പേപ്പർ എന്നുള്ളതാണ്. അപ്പോൾ വിശദമായിട്ട് ഈ സ്ലൈഡ് നിങ്ങൾക്ക് സൗകര്യം പോലെ യൂട്യൂബിൽ നോക്കിയിട്ട് വളരെ വിശദമായി ഇതിൻ്റെ ഭാഗങ്ങൾ പഠിക്കാം. ഞാനത് അവിടെ ഇടുന്നുണ്ട്. അപ്പോൾ ഈ തന്തുക്കൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തുടങ്ങി എന്ന് പറയാം. അവിടുന്ന് തുടങ്ങുന്നല്ല അതിൻ്റെ ബോഡിയിൽ നിന്നാണ്. എന്തായിരുന്നാലും ആവേഗങ്ങൾ സ്വീകരിച്ച് സ്പൈനിലുള്ള ലാമിന 1 എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ലാമിന 1 ഇവിടെ മാർക്ക് ചെയ്തിട്ടാണ്. ലാമിന 1 ഇത് എൻഡ് ചെയ്യുന്നത്.
അതുകൊണ്ടാണ് ലാമിന 1 സ്പൈനോ തലാമോ കോർട്ടിക്കൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഈ ലാമിന 1 എന്നുള്ള പേര് വരുന്നത് സ്പൈനൽ കോഡ് നമ്മൾ കാണിച്ചല്ലോ, ആ സ്പൈനൽ കോഡിൽ ലാമിന 1 എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ ഈ പറഞ്ഞ ജീവനിയന്ത്രണത്തിന് ആവശ്യമായ വിവിധമായ ആവേഗങ്ങളെ എത്തിക്കുന്ന ഈ സി ഫൈബറും എ ഡെൽറ്റ ഫൈബറുകളും ഇവിടെയാണ് വന്ന് എൻഡ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്കൊരു നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ സർക്യൂട്ട് വരക്കുമ്പോൾ ഒരു സ്വിച്ചിൻ്റെ പോലുള്ളൊരു ഇത് കാണാം. അതൊരു ഒരു 2 നെർവുകൾ തരുന്ന ഒരു ജംഗ്ഷനാണ്, ഒരു സൈനാപ്സ് ആണ്. അതാണ് ഈ സംബന്ധിച്ച് കാണിക്കുന്നത്. അപ്പോൾ പുറത്തുനിന്ന് വന്ന നെർവുകൾ ഇവിടെ ഈ ലാമിന 1 അവസാനിക്കുന്നത് കാണാം. അപ്പോൾ അതുപോലെ തന്നെ ക്രേനിയൽ നെർവിലൂടെ വരുന്നത് ട്രൈജമിനൽ ഗാംഗ്ലിയോണിലാണ് എൻഡ് ചെയ്യുന്നത്. അതിലേക്ക് ഞാൻ ഇവിടെ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇവിടുന്ന് രണ്ടാമത് വരുന്ന നെർവുകളെ ഉയർന്ന് മേലോട്ട് പോകുന്ന കാണാം. അത് എൻഡ് ചെയ്യുന്നത് തലാമസിലാണ്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത് സ്പൈനോ തലാമിക് എന്ന് പറയുന്നത്. ലാമിന 1 എന്ന് പറഞ്ഞാൽ അത് മസ്തിഷ്കത്തിൽ, അത് സ്പൈനൽ കോഡിലെ ലാമിന 1 വരുന്നു. ലാമിന 1 സ്പൈനോ തലാമിക് എന്ന് പറഞ്ഞാൽ തലാമസ് എന്ന് പറഞ്ഞ മസ്തിഷ്കത്തിന്റെ ഭാഗത്തേക്ക് രണ്ടാമത്തെ റിലേ അവിടെയാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് സ്പൈനോ തലാമിക് എന്ന് പറയുന്നത്. അപ്പൊ ഇത് എന്തൊക്കെയാണ് ഈ മസ്തിഷ്കം ഈ ലാമിന 1 സ്പൈനോ തലാമോ കോർട്ടിക്കൽ സിസ്റ്റത്തിലേക്ക് ഈ സിസ്റ്റത്തിലേക്ക് വരുന്ന അവയവങ്ങൾ എന്താണ്? ഓരോ ശരീരഭാഗത്തിന്റെയും ഊഷ്മാവ്, രക്തക്കുഴലുകളിലെ മാംസതന്തുക്കളുടെ അവസ്ഥ, ഒരു രക്തക്കുഴൽ ഇങ്ങനെ ചുരുണ്ടാണോ ഇരിക്കുന്നത്, വികസിച്ചാണോ ഇരിക്കുന്നത്, ആ അവസ്ഥ. പിന്നെ ഓരോ ശരീരഭാഗത്തും എത്തിച്ചേരുന്ന രക്തപ്രവാഹത്തിന്റെ അളവ്, പിന്നെ ശരീരകലകൾക്ക് ക്ഷതം സംഭവിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന കെമിക്കലുകളുടെ അളവ്, സിറോട്ടോണിൻ, ഹിസ്റ്റമിൻ, ഇങ്ങനത്തെ സാധനങ്ങൾ, അസിഡിക് pH, കാർബൺ ഡൈ ഓക്സൈഡിന്റെ ആധിക്യം, ഓക്സിജന്റെ കുറവ്, ഗ്ലൂക്കോസിന്റെ കുറവ്, ഇങ്ങനെ ഹോമിയോസ്റ്റാറ്റിക് ജീവനിയന്ത്രണത്തിന് ആവശ്യമായ എല്ലാ വിവരങ്ങളും ഈ നാഡീതന്തുക്കളിലൂടെ നമ്മൾ ഈ കാണുന്ന ലാമിന 1 ഭാഗത്തെത്തുകയും അവിടെ നിന്ന് തലാമസിലേക്ക് എത്തുകയും പിന്നീട് അവിടെ നിന്ന് അത് കോർട്ടക്സിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ ലാമിന 1 ഇവിടെ എത്തി, സ്പൈനോ തലാമസിലെത്തി. തലാമസിന് പിന്നെ പോകണത് ഇവിടെ നിങ്ങൾക്ക് ഒരു സ്വിച്ച് പോലെ കാണാം. ഈ തലാമസിന്റെ ഭാഗത്ത് നിങ്ങൾക്ക് എന്ത് കാണാം? ഒരു ജംഗ്ഷൻ കാണാം, സൈനാപ്സ്. അവിടുന്ന് അടുത്ത വട്ടം പോകുന്നത് എവിടത്തേക്കാണ്? കോർട്ടക്സിലേക്കാണ്, സെറിബ്രൽ കോർട്ടക്സിലേക്കാണ്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത് ലാമിന 1 സ്പൈനോ തലാമോ കോർട്ടിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഒരു സിസ്റ്റമാണ്, ഈ ഒരു നാഡീ സംഘാതമാണ് നമ്മുടെ വികാരാനുഭവങ്ങളെ മസ്തിഷ്കത്തിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതാണ് നമുക്ക് അവനവൾ എന്ന ബോധം ഉണ്ടാക്കുന്നതിന് അടിസ്ഥാനം. ഇതാണ് 2002 ബഡ് ക്രെയ്ഗിന്റെ പേപ്പർ കാണുന്ന ഒരു കാര്യം, പേപ്പറിൽ പറഞ്ഞ വിശദമായിട്ടുള്ള കാര്യം. ഒരു മൂന്ന് കാര്യങ്ങൾ നമ്മളിതിൽ ഈ സ്പൈനോ തലാമോ കോർട്ടിക്കൽ ട്രാക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ, ലാമിന 1 സ്പൈനോ തലാമോ കോർട്ടിക്കൽ സിസ്റ്റത്തിനെ കുറിച്ച് പറയുമ്പോൾ 3 കാര്യങ്ങൾ പ്രത്യേകം എടുത്തു പറയേണ്ടത്. ഒന്നാമത്തെ കാര്യം, ഈ പോകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഈ വിവരങ്ങളൊക്കെ തന്നെ നമ്മൾ നേരത്തെ ഒരു ചിത്രം കാണിച്ചില്ലേ, മസ്തിഷ്കം എങ്ങനെയാണ് വികസിച്ചു വരുന്നത്. പുരാതനമായ മസ്തിഷ്ക ഭാഗങ്ങൾ ഇന്നും നമുക്കുണ്ട്. വളരെ നേരത്തെയുള്ള ജീവികളിലുണ്ടായിരുന്ന ബ്രെയിൻ സ്റ്റം ഒക്കെ ഏതാണ്ട് ഒരു മാറ്റവുമില്ലാതെ നമ്മളിലുണ്ട്. അത് വെച്ചുകൊണ്ട് ഈ പുരാതന ജന്തുക്കൾ അവയുടെ ജീവനിയന്ത്രണം നടത്തിക്കൊണ്ടിരുന്നല്ലോ ഈ ബോധമൊക്കെ വരുന്നതിന് മുമ്പേ. ആ ഭാഗങ്ങളൊക്കെ നമുക്കുണ്ട്. അതുമായിട്ടൊക്കെ തന്നെ ഈ ലാമിന 1 സ്പൈനോ തലാമിക് ട്രാക്റ്റ് ബന്ധപ്പെടുന്നുണ്ട്. ഈ വിവരങ്ങളൊക്കെ ഈ പുരാതന മസ്തിഷ്ക ഭാഗങ്ങൾക്കും ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ അബോധപൂർവമായ ജീവനിയന്ത്രണം എന്നതിന് ആവശ്യമായ വിവരങ്ങളും ഇതിലൂടെ തന്നെ ലഭ്യമാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. അബോധ ജീവനിയന്ത്രണവുമായി ബന്ധപ്പെട്ട പരിണാമപരമായ പുരാതന ഭാഗങ്ങൾക്കും ഇത് ലഭ്യമാണെന്നുള്ളതാണ് ഒരു കാര്യം. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ പാരാബ്രാക്കിയൽ ന്യൂക്ലിയസ്, കാർഡിയോവാസ്കുലർ ഫംഗ്ഷൻ ആൻഡ് ഫ്ലൂയിഡ് ഹോമിയോസ്റ്റാസിസ്, ഇതൊക്കെ അബോധപൂർവ്വമായി ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ബാരോ റിസെപ്റ്റർ ഇൻ്റഗ്രേഷൻ, ന്യൂക്ലിയസ് ട്രാക്ടസ് സോളിറ്റേറിയസ്, ഇതൊക്കെ ഈ പറഞ്ഞ ഈ ന്യൂക്ലിയസുകളൊക്കെ തന്നെ ഈ പിന്നെ പുരാതനമായ മസ്തിഷ്ക ഭാഗങ്ങളിലുള്ളതാണ്, അബോധപൂർവ്വമായി നടക്കുന്നതാണ്. അതിനുവേണ്ട വിവരങ്ങളൊക്കെ ഇതേ ലാമിന 1 സ്പൈനോ തലാമിക് ട്രാക്ട് കൊടുക്കും, ഹൈപ്പോതലാമസിന് കൊടുക്കും. അബോധപൂർവമായ മസ്തിഷ്ക ഭാഗങ്ങൾക്കൊക്കെ ഈ വിവരങ്ങൾ ലഭ്യമാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ സ്പൈനോ തലാമോ കോർട്ടിക്കൽ എക്സ്റ്റൻഷൻ, അതായത് തലാമസിൽ നിന്ന് കോർട്ടക്സിലേക്ക് പോകുന്ന ഈ ഒരു എക്സ്റ്റൻഷൻ എന്നത് പ്രൈമേറ്റുകളിൽ മാത്രം കാണുന്നൊരു കാര്യമാണ്. അതാണ് ഈ ഫീലിങ്ങുകളൊക്കെ പ്രൈമേറ്റുകളിൽ മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കണ്ടു. കോഴിയെ കഴുത്ത് ഞെരിച്ച് കൊല്ലുമ്പോൾ
ഈ കോഴിയെ കൊല്ലുന്നതിനെ കാണുന്നവനും അനുഭവിക്കുന്ന മാനസിക വ്യഥയൊന്നും കോഴി അനുഭവിക്കാൻ മസ്തിഷ്കപരമായി സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഞാനൊരു ഇറച്ചി തീറ്റക്കാരനായതുകൊണ്ട് മാത്രം പറയുന്നതല്ല, അത് മസ്തിഷ്കപരമായിട്ട് അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ തലാമോ കോർട്ടിക്കൽ സിസ്റ്റമാണ് അവനവൾ ഉണ്ടാക്കുന്നത്, ഈ സെൽഫ് എന്ന ബോധത്തെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രൈമേറ്റുകളിൽ മാത്രം പ്രതീക്ഷിച്ചാൽ മതി ഇത്ര വികസിതമായ സെൽഫ് എന്ന ബോധം. അത് ഡമാസിയോയിലേക്ക് പോകുമ്പോൾ അത് ഇത്തിരി കോംപ്ലക്സ് ആവും, അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല, വളരെ ലളിതമാക്കി പറയാം. അതുപോലെ വികാരാനുഭവങ്ങൾ, ഇതൊക്കെ എന്തുകൊണ്ട് സാധിക്കുന്നത്? ഈ സ്പൈനോ തലാമോ കോർട്ടിക്കൽ എക്സ്റ്റൻഷൻ ഉള്ളതുകൊണ്ടാണ്. ഇതാണ് ആ ചിത്രം ഞാൻ ഒന്നുകൂടി നിങ്ങളെ കാണിക്കുന്നത്. എങ്ങനെയാണ് ഈ വളരെ ലളിതമായ മസ്തിഷ്കങ്ങളൊക്കെ വളരെ കോംപ്ലക്സ് ആയ രീതിയിലേക്ക് വികസിച്ച് വന്നിട്ടുള്ളത്. മനുഷ്യനിലാകുമ്പോഴേക്കും ഈ ഉപരി മസ്തിഷ്കം, ഊർധ്വ മസ്തിഷ്കം, മഹാമസ്തിഷ്കം എന്നൊക്കെ പറയാവുന്ന ഈ സാധനം എത്രത്തോളം വികസിച്ചു, അവിടേക്കൊരു എക്സ്റ്റൻഷൻ ഈ സ്പൈനോ തലാമോ കോർട്ടിക്കൽ സിസ്റ്റം. ഈ വാസ്തവത്തിൽ ഇത് വളരെ പുരാതനമായിട്ടുള്ള സിസ്റ്റമാണ്. ഈ പിന്നെ എന്ന് പറയുന്ന ഫൈബറൊക്കെ എ ഡെൽറ്റ എന്നൊക്കെ പറഞ്ഞാൽ പുരാതനമായിട്ടുള്ള ഫൈബറാണ്. പലതും അൺമൈലിനേറ്റഡ് പോലെയാണ്, വളരെ പരിണാമപരമായി വളരെ പഴകിയ സാധനമാണ്. ഹോമിയോസ്റ്റാസിസ് എന്നോ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള സിസ്റ്റം, ഇന്ററോസെപ്ഷന് വേണ്ടിയിട്ട് സിസ്റ്റം ഒക്കെ പണ്ടേ ഉണ്ട്. പക്ഷെ ഇതിനെന്തിൻ്റെ ഈ വികസിതമായ നമ്മുടെ ഊർധ്വ മസ്തിഷ്കത്തിലേക്കുള്ള എക്സ്റ്റൻഷൻ അതില്ല, അത് നമുക്കേ ഉള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? ഈ അവനവൻ ബോധവും ഫീലിങ്ങുകളും ഒക്കെ ഉണ്ടാവുന്നത്, അവനവൾ ബോധവും ഉണ്ടാവുന്നത്. പ്രൈമേറ്റുകൾ ഞാൻ വെറുതെ ഇത്രയും കാണിച്ചത്, ഇതൊക്കെ പ്രൈമേറ്റുകളാണ്. പ്രൈമേറ്റുകൾക്കൊക്കെ ഏറിയും കുറഞ്ഞും ഈ ഫീലിങ്ങുകളുണ്ട്, അവനവൾ ബോധമുണ്ട്. നമ്മളിവിടെ കിടക്കുമെന്ന് അറിയാൻ വേണ്ടി വെറുതെ ഒരു ചിത്രം വരച്ചാണ്. മാമൽസിന്റെ മാത്രം ചിത്രമാണ്, നമ്മളെവിടെയോ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് നമ്മളുള്ളത്. ഓക്കെ, പ്രൈമേറ്റ്സിൻ്റെ എസ്പെഷ്യലി ഹ്യൂമൻസ്, ആ പേപ്പർ ഞാനൊന്ന് വായിച്ചു പോകുന്നത്, അത് വളരെ സീരിയസ് ആയി ഫോളോ ചെയ്യുന്ന അപൂർവം ആൾക്കാർക്ക് വേണ്ടി ഞാൻ ആ പേപ്പറിന്റെ ഭാഗം ഒന്ന് വായിക്കുകയാണ്. In primates and especially humans, a phylogenetically unique thalamocortical extension of these pathways to the insular cortex provides a direct representation of homeostatic afferent activity. ഇതൊക്കെ ഏതാണ്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ഹോമിയോസ്റ്റാറ്റിക് അഫറന്റ് ആക്ടിവിറ്റി? ഈ പറഞ്ഞ ഹോമിയോസ്റ്റാസിസിന് ആവശ്യമായ ആന്തരികമായ അവയവങ്ങളൊക്കെ ആക്ടിവിറ്റി ദറ്റ് എൻജൻഡേഴ്സ് ദ ഡിസ്റ്റിങ്സ് ബോഡിലി ഫീലിങ്ങുകൾ, ഈ ഫീലിങ്ങുകളൊക്കെ ഈ ഇൻസുലാർ കോർട്ടക്സിൽ നിർമ്മിക്കപ്പെടുന്നുണ്ട്. വിത്ത് വിച്ച് വി ആർ സോ ഫെമിലിയർ. പെയിൻ, ടെമ്പറേച്ചർ, ഇച്ച്, മസിൽ ബേൺ, വിസറൽ സെൻസേഷൻ, ഹങ്കർ, തേഴ്സ്റ്റ്, ടേസ്റ്റ് ആൻഡ് ഈവൻ സെൻഷ്വൽ ടച്ച്. ഇതൊക്കെ വിശദമായി പോകാൻ നമുക്ക് സമയമില്ല. ഇതൊക്കെ ഇൻസുലാർ കോർട്ടക്സിൽ റെപ്രസെന്റ് ചെയ്യപ്പെടുന്നത്. ഇത് പ്രൈമേറ്റുകൾക്കും മനുഷ്യർക്കും മാത്രമുള്ള ഫൈലോജനറ്റിക്കലി യുണീക്ക് ആയിട്ടുള്ള ഒരു പാത്വേ ആണ്. അതാണ് ലാമിന 1 സ്പൈനോ തലാമോ കോർട്ടിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ശരീരത്തിന്റെ ജീവനിയന്ത്രണാവസ്ഥയുടെ സംവേദന ചിത്രമാണ് സചേതനമായ അവനവൾ എന്നതിൻ്റെ അടിസ്ഥാനം. ഇതൊരു താക്കോൽ വാക്യമാണ്. ദ അഫറന്റ് സെൻസറി റെപ്രസെന്റേഷൻ ഓഫ് ദ ഹോമിയോസ്റ്റാറ്റിക് കണ്ടീഷൻ ഓഫ് ദ ബോഡി ഈസ് ദ ബേസിസ് ഫോർ ദ മെന്റൽ റെപ്രസെന്റേഷൻ ഓഫ് ദ സെന്റിയൻ സെൽഫ്. അവനവൻ, അവളവൾ എന്ന ഈ അറിയുന്ന ഞാൻ, അറിയുന്ന അവനവൻ എന്ന ഈ ബോധത്തിന്റെ അടിസ്ഥാനം എന്നത് ശരീരത്തിന്റെ ജീവനിയന്ത്രണാവസ്ഥയുടെ സംവേദന ചിത്രമാണ്. ഇറ്റ്സ് എ സെൻസറി റെപ്രസെന്റേഷൻ ഓഫ് ദ ഹോമിയോസ്റ്റാറ്റിക് കണ്ടീഷൻ ഓഫ് ദ ബോഡി. മാറാത്ത ഞാൻ എന്ന ഈ സാധനം മാറാത്ത അന്തരീക്ഷത്തിന്റെ ആന്തരിക പരിസ്ഥിതിയുടെ മനോചിത്രമാണ്. ഇൻസുലാർ കോർട്ടക്സിലാണ് നടക്കുന്നത്. വികാരാനുഭവങ്ങളെ കുറിച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ഈ എക്സ്റ്റൻഷനൊന്നും ഇല്ലെങ്കിലും അവക്കും ഫീലിങ്ങുകളില്ലെങ്കിലും ഈ കുതറിച്ചാടലൊക്കെ ഇവർക്കൊക്കെ ഉണ്ട്, കോഴിക്കും മറ്റു മൃഗങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിനോടനുബന്ധിച്ചുള്ള ഫീലിംഗ് മാത്രമാണ് നമുക്ക് അധികമായിട്ടുള്ളത്. ഇത് ബഷീറിൻ്റെ ജന്മദിനം എന്നൊരു കഥയാണ്. കഥകളൊക്കെ പരിചയമുള്ളവർ വായിച്ചിട്ടുണ്ടാവാം ഞാൻ വിചാരിക്കുന്നു. ഹോമിയോസ്റ്റാറ്റിക് ഫീലിങ്ങുകൾ എന്താണെന്ന് മനസ്സിലാവാൻ നമുക്ക് ഈ കഥയെ ഒന്ന് ഫോളോ ചെയ്താൽ മതി ഞാൻ വിചാരിക്കുന്നു. ജന്മദിനം എന്നൊരു കഥയുണ്ട്. ഒരു ജന്മനാളിൽ ബഷീർ ചെറുപ്പക്കാരനാണ്. ഈ ചിത്രത്തിൽ കാണുന്ന ബഷീർ അല്ല ശരിക്ക്. ബഷീർ ചെറുപ്പക്കാരനായിരുന്ന കാലത്ത് ഒരു നഗരത്തിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു കാലത്തെ കഥയാണ്. ജന്മദിനമാണ്, കഴിക്കാൻ ഭക്ഷണമില്ല, ഒരു പൈസയില്ല, കയറി യാതൊരു നിവൃത്തിയില്ല. ആ അവസ്ഥയെക്കുറിച്ചിട്ടാണ് ഈ ഒരു ഇത് വരുന്നത്. ഒരു ദിവസം മുഴുവൻ ഭക്ഷണം തേടിയുള്ള അലച്ചൽ, അതാണ് ആ ഒരു കഥ. ഉച്ചക്കൊരു സുഹൃത്ത് ഉണ്ണാൻ വിളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അന്നത്തെ ആശ്വാസത്തോടെയാണ് എണീക്കുന്നത്. അത്
വരെ പിടിച്ചു നിൽക്കണമല്ലോ. അപ്പോൾ രാവിലെ എന്തെങ്കിലും കിട്ടുമോ, ഭക്ഷണം വല്ല ചായ കിട്ടുമോ വെച്ചിട്ട് അദ്ദേഹം ചായക്കടയിൽ ചായ കടം കിട്ടുമോ എന്ന് അന്വേഷിച്ച് പോയി. അവിടെ യാതൊരു രക്ഷയില്ല, ചായ അവർ കടം കൊടുത്തില്ല. അപ്പോൾ ആ സമയത്തെ അവസ്ഥ അദ്ദേഹം വിവരിക്കുന്നുണ്ട്. വായിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. ഇങ്ങനെയാണത്. 11:30 വരെ പിടിച്ചു നിന്നു, ചായ കിട്ടാതെ 11:30 വരെ പിടിച്ചു നിന്നു. ആ സമയത്ത് അദ്ദേഹം ഭീകരമായ പടക്കളമാണ് എൻ്റെ ഹൃദയം. ഇന്ന് ഞാൻ ആരാണ്? വിപ്ലവകാരി, രാജ്യദ്രോഹി, ദൈവദ്രോഹി, കമ്മ്യൂണിസ്റ്റ്, പിന്നെയും എന്തൊക്കെയോ ആണ് ഞാൻ. വാസ്തവത്തിൽ ഇത് വല്ലതുമാണോ ഞാൻ? ഹാവൂ, എന്തൊരു വല്ലായ്മ ദൈവമേ. തലക്കകത്ത് നിന്ന് ചുളിവിളാ കുത്തുന്നു. ചായ കുടിക്കാഞ്ഞിട്ടായിരിക്കുമോ? തല നേരെ നിൽക്കുന്നില്ല. പോയി ഊണ് കഴിക്കുക തന്നെ. തലവേദനയോടുകൂടി 1 മൈൽ നടക്കണം, എങ്കിലും വയറ് നിറയെ ഇന്നൊന്നും ഉണ്ണാമല്ലോ. എന്തൊക്കെയാണ്? കമ്മ്യൂണിസ്റ്റാണ്, ദൈവവിരോധിയാണ്, വിപ്ലവകാരിയാണ്. എന്നാൽ ഞാനിതൊന്നുമല്ല. ഞാൻ വിശക്കുന്ന ഒരു മനുഷ്യൻ മാത്രമാണ്. അടിസ്ഥാനപരമായിട്ട് ഞാൻ ഡ്രൈവ് ചെയ്യുന്നത് വിശപ്പാണ്. അന്നത്തെ ദിവസം മുഴുവനും ഈ വിശപ്പ് എന്നുള്ള ഈ പ്രാഥമികമായ ഹോമിയോസ്റ്റാറ്റിക് ഫീലിംഗ് ആണ് ഈ വിപ്ലവകാരിയുടെ ജീവിതത്തിനെ മുഴുവൻ നിർണ്ണയിക്കുന്നത്. ഒന്നുണ്ണാമല്ലോ എന്ന് പറയുന്നു. എന്നിട്ട് അദ്ദേഹം സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോയി, നടന്ന് പോവാണ്. അവിടെ എത്തി. അവിടെ എത്തിയപ്പോൾ ആളിവിടെ ഇല്ല. ഈ ഭക്ഷണത്തിന് ക്ഷണിച്ച കാര്യമൊക്കെ മറന്നിട്ട് ആതിഥേയൻ എവിടെ പോയിരിക്കും. വീട്ടിലുള്ള സ്ത്രീ പറയും ഇവിടെ ഇല്ല എന്ന് പറയും. അപ്പോൾ സന്ധ്യ കഴിഞ്ഞ് തിരിച്ചു വരും. പിന്നെ ഒന്നും ചെയ്യാനില്ല, അവിടെ വേറെ ആരും അറിയില്ല. അപ്പോൾ തിരിച്ചു പോയി. അപ്പോൾ പോകുന്ന നേരത്തുള്ള അവസ്ഥ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ തിരിഞ്ഞു നടന്നു. പൊള്ളുന്ന കുഴഞ്ഞ പഞ്ചാര മണ്ണ്, അത് കഴിഞ്ഞ് കണ്ണാടി ചില്ല് പോലെ വെട്ടിത്തിളങ്ങുന്ന കായൽ പരപ്പ്, കണ്ണും തലയും ഇരുട്ടടിച്ചു പോയി. വല്ലാത്ത വിഷമം. ഭക്ഷണമാണ് പ്രശ്നം. ശരീരത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കുറഞ്ഞു. ഹോമിയോസ്റ്റാറ്റിക് ഫീലിങ്സ് ആണ് ഇത് മുഴുവൻ നടക്കുന്ന. ഇൻസുലാർ കോർട്ടെക്സിലാണ്. എന്തൊക്കെ വാക്കുകളോട് പ്രയോഗിക്കപ്പെടുന്നു നോക്കൂ. വല്ലാത്ത വിഷമം, അസ്ഥികൾ വേവുന്നു, ദാഹം, വിശപ്പ്, ആർത്തി ഒക്കെ എന്താണ്? ഇതൊന്നും ഒരു കോഴിക്കില്ല, ഒരു സിംഹത്തിനില്ല. അവർക്ക് വിശന്നു, അവർ ഭക്ഷണം അന്വേഷിച്ച് കണ്ടെത്തും. അതിൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല. കിട്ടാൻ വഴിയില്ല എന്ന ധാരണയാണ് ഇത്രയും മൂർച്ച കൂട്ടുന്നത്. കിട്ടാൻ വഴിയില്ല എന്ന ധാരണയോടെ എണ്ണമറ്റ രാപ്പകലുകൾ എൻ്റെ മുന്നിൽ. ഇതൊന്നും ഒരു കോഴിക്ക് വിഷയമല്ല, ഒരു സിംഹത്തിന് വിഷയമല്ല, ഒരു മാനിന് വിഷയമല്ല. പ്രൈമേറ്റ്സ് ആൻഡ് സബ് പ്രൈമേറ്റ്സ്, അവർക്കാണ് ഇതൊക്കെ വിഷയം. കാലം ഇങ്ങനെ മുന്നിൽ കിടക്കുന്നുണ്ട്. വികസിതമായ മസ്തിഷ്കമാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇൻസുലാർ കോർട്ടെക്സിൽ ഹോമിയോസ്റ്റാറ്റിക് ഇമോഷൻസ്, ലാമിന 1 സ്പൈനോ തലാമോ കോർട്ടിക്കൽ സിസ്റ്റം, തലാമോ കോർട്ടിക്കൽ എക്സ്റ്റൻഷൻ. ഈ തലാമോ കോർട്ടിക്കൽ എക്സ്റ്റൻഷൻ ഉള്ളത് കൊണ്ടാണ് ബഷീറിന് എന്ത് പറ്റുന്നത്? വിശപ്പ്, ആർത്തി, ദാഹം, കിട്ടാൻ വഴിയില്ല എന്ന ധാരണ, ഇതൊക്കെ വരുന്നത്. തളരാൻ പാടില്ല, നടക്കുക തന്നെയാണ്. പിന്നെ കഥ ഇങ്ങനെ നീണ്ടുപോകുന്നുണ്ട്. പലരെയും സമീപിക്കുന്നു. ഇതിനിടയിൽ പിന്നാലെ CID നടക്കുന്നു. എഴുത്തുകാരനെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നു, ചോദ്യം ചെയ്യുന്നു, സാഹിത്യ ചർച്ചകൾ നടക്കുന്നു. ഇതൊക്കെ ചുറ്റും നടക്കുന്നുണ്ട്. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ വിശപ്പ് എന്നുള്ളൊരു വികാരം തന്നെയാണ്. അങ്ങനെ രാത്രിയായി. ഇതൊക്കെ ഈ വിശപ്പ് എന്നുള്ളൊരു മഹാ ഫീലിങ്ങിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്നതാണ്. ആ ജന്മദിന കഥ വായിച്ചാൽ നമുക്കറിയാം. എല്ലാം നടക്കുമ്പോഴും വിശപ്പാണ്. അപ്പോൾ രാത്രിയായി. എനിക്കെന്താണൊരു പ്രത്യേകത? ഞാനും ഒരു ദരിദ്രൻ, അത്ര തന്നെ. അങ്ങനെ വിചാരിച്ചുകൊണ്ട് കിടക്കുമ്പോൾ എൻ്റെ വായിൽ ഉമിനീർ നിറഞ്ഞു. മാത്യുവിൻ്റെ അടുക്കളയിൽ കടുക് വറക്കുന്ന ശബ്ദം. വിപ്ലവകാരി, ദൈവദ്രോഹി, കമ്മ്യൂണിസ്റ്റുകാരൻ, CID അന്വേഷിക്കുന്നു, പോലീസുകാർ അന്വേഷിക്കുന്നു, കമ്മീഷണർ ചോദ്യം ചെയ്യുന്നു. ഇതൊക്കെ നടക്കുന്ന വലിയൊരു രാഷ്ട്രീയ ഒരു പ്രസ്ഥാനം. അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള എന്താണ്? മാത്യുവിൻ്റെ അടുക്കളയിൽ കടുക് വറക്കുന്ന ശബ്ദം, വെന്തു മലർന്ന ചോറിന്റെ വാസന. ഇതൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അവിടെ. മണി 9:30. ഞാൻ വെളിയിലിറങ്ങി. ഹൃദയം പൊട്ടിപ്പോകുന്ന ഇടിപ്പ്. ഇതെന്റെ കണ്ടന്റ്. നേരത്തെ പറഞ്ഞു കണ്ടന്റിനെ കുറിച്ച് പറഞ്ഞു. വികാരത്തിന്റെ കണ്ടന്റും ഒക്കെ പറഞ്ഞല്ലോ. കണ്ടന്റും അതിന്റെ സാലിയൻസ്, അതിന്റെ വാലൻസ്. വല്ലവരും കണ്ടാലോ ഞാൻ വിയർത്ത് കുളിക്കുന്നു. ഞാൻ മുറ്റത്ത് കാത്തു നിന്നു. ഭാഗ്യം. വൃദ്ധൻ വിളക്കുമിടത് അടുത്ത സെർവൻ്റാണ്. അടുത്ത ഈ ഭക്ഷണം ഉണ്ടാക്കി വെച്ച മനുഷ്യൻ വൃദ്ധൻ. മാത്യു എന്ന് പറഞ്ഞ ആളുടെ സെർവൻ്റാണ് ഈ വൃദ്ധൻ എന്ന് പറയുന്ന ആൾ. അത് അദ്ദേഹത്തിൻ്റെ കുക്കാണ്. വൃദ്ധൻ വിളക്കുമെടുത്ത് കുടവുമായി വെളിയിലേക്ക് ഇറങ്ങി. മാത്യു ഒരു സിനിമക്ക് പോയിരിക്കുകയാണ്. അദ്ദേഹത്തിന് അറിയാം. അടുക്കള വാതിൽ പതുക്കെ ചാരിയിട്ടു. പൈപ്പിൻ്റെ അടുത്ത് പോയി. കുറഞ്ഞത് 10 മിനിറ്റ് പിടിക്കും. ശബ്ദം കേൾപ്പിക്കാതെ ഹൃദയത്തുടിപ്പോടെ ഞാൻ വാതിൽ പതുക്കെ തുറന്ന് അടുക്കളക്കകത്ത് കയറി. മണി 10. സംതൃപ്തമായ നിറഞ്ഞ വയറോടെ വിയർത്ത് കുളിച്ച് ഞാൻ വെളിയിലിറങ്ങി. അദ്ദേഹം മോഷ്ടിച്ച് ഭക്ഷണം കഴിച്ചു. വേറെ നിവൃത്തിയില്ല. ഇത് ജന്മദിനാണല്ലോ.
വൃദ്ധൻ മടങ്ങിയപ്പോൾ ഞാൻ പൈപ്പിൻ്റെ അടുത്ത് നിന്ന് വെള്ളം കുടിച്ചു, കൈകാൽ മുഖം കഴുകി, തിരികെ എൻ്റെ മുറിയിൽ വന്ന് ഒരു ബീഡി കത്തിച്ചു വലിച്ചു. ആകെ സുഖസംതൃപ്തം. എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞു, ആകെ സുഖസംതൃപ്തം. എങ്കിലും ഒരു വല്ലായ്മ, നല്ല ക്ഷീണവും തോന്നി. ഞാൻ കിടന്നു. ഉറക്കം വരുന്നതിന് മുമ്പേ ശകലം ആലോചനയുണ്ടായി. വൃദ്ധൻ അറിഞ്ഞു കാണുമോ? എങ്കിൽ മാത്യു അറിയും, മറ്റു വിദ്യാർത്ഥികളും ക്ലാർക്കന്മാരും അറിയും, കുറച്ചിലാവും. ഏതായാലും വരുന്നത് വരട്ടെ. ജന്മദിനം, സുഖമായി ഉറങ്ങാം. എല്ലാവരുടെയും എല്ലാ ജന്മദിനങ്ങളും. മനുഷ്യൻ പാവപ്പെട്ട ജീവി. ഫിലോസഫിയൊക്കെ വന്നു കേട്ടോ കഴിച്ചു. അപ്പോൾ ഇത് ഈ വിശപ്പ് എന്നത് ഒരു മാനസിക പീഡാനുഭവമാവുന്ന നമ്മളിവിടെ കാണുന്നത്. വിശപ്പ് എന്നുള്ള ഒരു മാനസിക പീഡാനുഭവം ഞാൻ പറഞ്ഞല്ലോ. ഇതൊക്കെ ഈ ഞാൻ പറഞ്ഞില്ലേ, ലാമിന 1 സ്പൈനോ തലാമോ കോർട്ടിക്കൽ സിസ്റ്റത്തിന് ഒരു കോർട്ടിക്കൽ എക്സ്റ്റൻഷൻ ഉള്ളതുകൊണ്ട് പറ്റുന്ന പ്രശ്നമാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഒരു റിവാർഡ് പാത്വേ എന്നൊരു ധാരണ മസ്തിഷ്കത്തിലുണ്ട്. അത് നമ്മൾ പലപ്പോഴും പല പ്രസംഗങ്ങളിലും പറഞ്ഞിട്ടുള്ളതാണ്, പലരും പറഞ്ഞെങ്കിലും കേട്ടിട്ടുണ്ടാവും. റിവാർഡ് പാത്വേ എന്നുള്ളത് ഈ ഡോപ്പമിൻ, നേരത്തെ ആരോ അത് പറഞ്ഞല്ലോ, ഡോപ്പമിൻ റിലീസ് ചെയ്യാനെ കുറിച്ച് പറയുന്നത്. ഈ ഡോപ്പമിൻ എന്നത് റിലീസ് ചെയ്യുന്ന ന്യൂക്ലിയസ് അക്യുംബൻസ് പ്രീഫ്രോണ്ടൽ കോർട്ടക്സ് ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു റിവാർഡ് പാത്വേ എന്ന് പറയുന്നുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും പരിചയമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിൻ്റെ പ്രവർത്തനവും മസ്തിഷ്കത്തിലെ ഈ നമ്മുടെ ചിത്രവും നമ്മുടെ വികാര ചിത്രവുമായി ബന്ധപ്പെടുത്താനുള്ള കഴിവ് നമുക്കുണ്ട്. അതുകൊണ്ടാണ് എന്ത് വരുന്നത്, സംതൃപ്തമായ നിറഞ്ഞ വയറോടെ വിയർത്ത് കുളിച്ച് വരുന്ന ആകെ സുഖസംതൃപ്തം എന്ന് വരുന്നു. ഇതെവിടുന്ന് വരുന്നു? റിവാർഡ് പാത്വേയിൽ ഉണ്ടാവുന്ന ഇമ്പൾസസിനെ നമ്മുടെ ഇൻസുലാർ കോർട്ടക്സിലെ ചിത്രവുമായി സംയോജിപ്പിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടാണ്. ഞാനൊരു വാചകം ഞാൻ എഴുതാൻ, വിശപ്പ് സാധാരണം എല്ലാ ജന്തുക്കളിലും ഈ വിശപ്പോടനുബന്ധിച്ചിട്ടുള്ള സെല്ലുലാർ കാര്യങ്ങളും അതിൻ്റെ മറ്റുള്ള ശരീര അബോധ പ്രവർത്തനങ്ങളൊക്കെ ഇതുപോലെ നടക്കുന്നുണ്ട്. പക്ഷേ ബോധപൂർവമായിട്ട് ഈ മനസ്സിൻ്റെ ദഹിക്കൽ എന്നത് നമ്മുടെ കുലത്തിൽ മാത്രമുള്ളതാണ് ഞാൻ പറഞ്ഞത്, വാനര കുലത്തിൽ മാത്രം. അതാണ് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യത്താണ് ഈ ലാമിന 1 സ്പൈനോ തലാമോ കോർട്ടിക്കൽ സിസ്റ്റത്തിലെ തലാമസിൽ നിന്ന് ഇവിടെ വരെ ഒന്നാണ് വരുന്നത്, രണ്ടായിട്ട് പിരിയുന്നതാണ്. ഇവിടെ ഒരു ഭാഗം ഇൻസുലാർ കോർട്ടക്സിലേക്ക് പോകുന്നു, മറ്റൊരു ഭാഗം ആൻറ്റീരിയർ സിംഗുലേറ്റ് എന്ന ഭാഗത്തേക്ക് പോകുന്നു. ഇതുകൊണ്ട് എന്താ പ്രത്യേകത? ഓരോ വികാരവും ഒരേ സമയം ഒരു അനുഭവവും ഒരു പ്രേരണയുമാണ്. എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഒരു പ്രേരണയാവുകയാണ്? എങ്ങനെയെങ്കിലും ഭക്ഷണം, എങ്ങനെയെങ്കിലും മുഖത്ത് നിൽക്കുന്ന തുണി എടുത്ത് മാറ്റാം, എങ്ങനെയെങ്കിലും പിന്നെ ചൂടിൽ നിന്ന് തണുപ്പിലേക്ക് പോവുക, എങ്ങനെയെങ്കിലും തണുപ്പിൽ നിന്ന് ചൂടിലേക്ക് പോവുക, എങ്ങനെയെങ്കിലും എൻ്റെ തണുപ്പ് മാറ്റുക. ഇതൊരു പ്രേരണയാണ്. അടുത്ത വീട്ടിൽ പോയിട്ട് മോഷ്ടിച്ചിട്ടാണെങ്കിലും ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഓരോ വികാരാനുഭവവും ഒരു പ്രേരണയാവുന്നത് എന്തുകൊണ്ടാണ്? ഇതിന് രണ്ട് ഭാഗമുള്ളതുകൊണ്ടാണ്. അപ്പം നമ്മുടെ ഇതിനെയൊക്കെ ഈ ഒരു അനാട്ടമിക്കലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. എന്തുകൊണ്ടാണ് വികാരാനുഭവങ്ങൾ ഉണ്ടാവുന്നത് നമ്മൾ പറഞ്ഞു. ഈ വികാരാനുഭവങ്ങൾക്കൊപ്പം പ്രേരണകൾ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് കോ ആക്ടിവേഷൻ ഓഫ് ഇൻസുല ആൻഡ് ആൻറ്റീരിയർ സിംഗുലേറ്റ് കോർട്ടക്സ് എന്നാണ്. ഈ രണ്ട് ഭാഗങ്ങളും, ഇതിൽ നിന്നുള്ള അവയവങ്ങൾ ഈ രണ്ട് ഭാഗങ്ങളിലേക്കും പോകുന്നുണ്ട്. ഈ രണ്ട് ഭാഗങ്ങളും പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഓരോ വികാരവും ഒരേ സമയം ഒരു അനുഭവവും, വിശപ്പ് എന്ന അനുഭവവും തിന്നു എന്നൊരു പ്രേരണയുമാവുന്നത്. നമ്മൾ ഈ കണ്ട ചിത്രത്തിൽ ഇത് രണ്ടായി ഡിവൈഡ് ചെയ്ത് രണ്ട് ഭാഗങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതുകൊണ്ടാണ്. അതാണ് ഈ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഹൃദയം ഈ ഭക്ഷണം മോഷ്ടിക്കാൻ പോകുന്നത്. ആ വാചകതാണ് ഹൗ ഡു യു ഫീൽ എന്ന പേപ്പറിൽ ഞാൻ എടുത്താണ്, അതിനെ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. The anterior cingulate cortex is co-activated with anterior insula in virtually all imaging studies. ഇതൊക്കെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ട് ഒരു സിദ്ധാന്തമല്ല. In virtually all imaging studies of emotion consistent with the view that an emotion is both a feeling and a motivation. നമ്മൾ എന്താണ് അദൃഷ്ടം അവ്യവഹാര്യം എന്നൊന്നുമില്ല പറയുന്നത്, ഇതൊക്കെ തെളിവുകളുണ്ട്. ഇന്ന് തന്നെ തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല സംസാരിക്കുന്നത്. ഒരു സിദ്ധാന്തം വെറുതെ എനിക്ക് പറയല്ല എന്നർത്ഥം. അതാണ് വ്യത്യാസം. കോ ആക്ടിവേഷൻ ഉള്ളതുകൊണ്ടാണ്. ഈ രണ്ട് ഏരിയകളെ ഹോമിയോസ്റ്റാറ്റിക് സെൻസറി കോർട്ടക്സ് എന്നും ഹോമിയോസ്റ്റാറ്റിക് മോട്ടോർ കോർട്ടക്സ് എന്നുമാണ് പറയുക. സാധാരണ സെൻസറി കോർട്ടക്സ്, മോട്ടോർ കോർട്ടക്സ് എന്നുള്ളത് പലപ്പോഴും സാമാന്യമായിട്ടുള്ള ഒരു ഈ ന്യൂറോ അനാട്ടമി പരിചയമുള്ളവരൊക്കെ കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഇത് ഹോമിയോസ്റ്റാറ്റിക് സെൻസറി കോർട്ടക്സ്, ഹോമിയോസ്റ്റാറ്റിക് മോട്ടോർ കോർട്ടക്സ് എന്നാണ് ഈ രണ്ട് ഭാഗങ്ങളെ പറയുന്നതെന്നാണ്. അത് വേറൊരു പുതിയ സംഗതിയാണ്. ഇതാണ് നമ്മൾ സാധാരണ അറിയുന്ന
പെൻഫീൽഡ് എന്ന ശാസ്ത്രജ്ഞൻ പറയുന്ന വരച്ചിട്ടുള്ള ചിത്രം. ഈ ഒരു ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സാധാരണയായിട്ട്. പ്രൈമറി സൊമാറ്റോ സെൻസറി കോർട്ടക്സിൽ നമ്മുടെ ശരീരം എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് കാണുന്നത്. നമ്മുടെ പിന്നെ വിവിധങ്ങളായ സ്പർശനം, പിന്നെ വൈബ്രേഷൻ, ഇതുപോലുള്ള വിവിധ ആവേഗങ്ങൾ മസ്തിഷ്കത്തിൽ റെപ്രസെൻ്റ് ചെയ്യപ്പെടുന്നത് ഈ പ്രൈമറി സൊമാറ്റോ സെൻസറി കോർട്ടക്സിലാണ്. അവിടെയാണ് ഈ ഒരു ഹോമൻകുലസിൻ്റെ ചിത്രമൊക്കെ വളരെ പരിചിതമായിട്ടുള്ള ചിത്രമാണ്. ഇതിനെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത്. നമ്മൾ പറയുന്നത് ഇതിൻ്റെ താഴെ നിങ്ങൾക്ക് ഇവിടെ ഒരു ഇൻസുലാർ കോർട്ടക്സ് ഇതിനകത്ത് കാണാം. മസ്തിഷ്കത്തിൻ്റെ പുറം ഭാഗത്തല്ല, അത് അകത്താണ്. ഇൻസുല എന്ന് പറഞ്ഞാൽ തന്നെ ദ്വീപ് എന്നാണ് അർത്ഥം. ഇതിൻ്റെ അകത്താണ് കിടക്കുന്നത്. പുറത്തുനിന്ന് പെട്ടെന്ന് നോക്കിയാൽ കാണില്ല. അതിലേക്കാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ലാമിന വൺ സ്പൈനോ തലാമോ കോർട്ടിക്കൽ സിസ്റ്റം പോകുന്നത്. ഇത് സാധാരണമായിട്ടുള്ള നമ്മുടെ ഈ കൈയിൻ്റെ വിരൽ തൊടുമ്പോൾ ഈ സ്പർശന ശേഷി എങ്ങനെയാണ് പോകുന്നത്, സ്പർശന ആവേഗങ്ങൾ എത്തുന്നത് പ്രൈമറി സെൻസറി കോർട്ടക്സിലാണ്. ഓക്കെ. അപ്പോൾ ഈ പ്രൈമറി സൊമാറ്റോ സെൻസറി കോർട്ടക്സ് ഇങ്ങനെ ഉള്ളതുകൊണ്ട് അനുനിമിഷം മാറി മറിയുന്ന ലോകത്തിൻ്റെ ഒരു സ്പർശ ചിത്രം രൂപീകരിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഒരു കരിങ്കല്ല് പാവിയ സ്ഥലത്ത്, ഒരു കരിങ്കല്ല് നിലത്ത് കൂർത്ത കല്ലുകൾ കിടക്കുന്ന ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് ഒരു റോസാപ്പൂവിനെ നമ്മൾ പിടിച്ച് അതിൻ്റെ റോസാപ്പൂവിൻ്റെ മേത്ത് നമ്മൾ കവിള് ഉരയ്ക്കുകയാണെങ്കിൽ ഈ കവിളിൻ്റെ ഭാഗത്ത് ഇങ്ങനെ മൃദുവായ ഒരു സ്പർശമുണ്ടെന്നും കയ്യിൽ ഒരു ഷാർപ്പായിട്ടുള്ള ഒരു മുള്ളിൻ്റെ സ്പർശമുണ്ടെന്നും കാലിനടിയിൽ കരിങ്കല്ലിൻ്റെ കുറെ കൂടി ബ്ലണ്ട് ആയിട്ടുള്ള ഒരു സ്പർശമുണ്ടെന്നൊക്കെ ഈ പ്രൈമറി സൊമാറ്റോ സെൻസറി കോർട്ടക്സിൽ റെപ്രസെൻ്റ് ചെയ്യപ്പെടും. കാരണം അതിനവിടെ ഒരു ഹോമൻകുലസ് ഉണ്ട് എന്നുള്ളതുകൊണ്ട്. ഇതുപോലെ ഈ ഇൻസുലാർ കോർട്ടക്സിൽ ഒരു പ്രൈമറി ഇൻ്ററോസെപ്റ്റീവ് ഇമേജ്, ഇത് എക്സ്റ്ററോസെപ്റ്റീവ് ഇമേജ് നമുക്കിങ്ങനെ വേണമെങ്കിൽ പറയാം. അതായത് പുറത്തു നിന്ന് കിട്ടുന്ന ആവേഗങ്ങളുടെ അടിസ്ഥാനമാക്കി നിർത്തുന്ന ഒരു ചിത്രം കൂടെ ഉണ്ട്. ശരീരത്തെക്കുറിച്ചുള്ള ശരീരത്തിൻ്റെ ഒരു ചിത്രം നിലനിൽക്കുന്നുണ്ട്. അതുപോലെ ആന്തരികമായ നമ്മുടെ ആന്തരിക അന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന ഹോമിയോസ്റ്റാറ്റിക് ഇമ്പൾസസ് വെച്ചുകൊണ്ട് ദർ ഇസ് എ പ്രൈമറി ഇൻ്ററോസെപ്റ്റീവ് ഇമേജ് ഓഫ് ദ ഹോമിയോസ്റ്റാറ്റിക് അഫറൻസ്. എവിടെ നടക്കുന്നു? ഇത് ഇൻസുലാർ കോർട്ടക്സിൽ ഇത് ഇങ്ങനെ ഒരു ചിത്രം നിർമ്മിക്കപ്പെടുന്നുണ്ട്. ഇതിൽ നിന്ന് അവനബിൾ എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാൻ ആണ് ബഡ് ക്രേഗിൻ്റെ അടുത്ത പേപ്പറിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യം വരുന്നത്. ഇത് 2009 നേച്ചർ റിവ്യൂസ് ന്യൂറോ സയൻസിൽ വന്നിട്ടുള്ളതാണ്. ഹൗ ഡു യു ഫീൽ നൗ ദ ആൻറ്റീരിയർ ഇൻസുല ആൻഡ് ഹ്യൂമൻ അവയർനെസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രസിദ്ധമായിട്ടുള്ള ലേഖനം. ഈ ഒരു വാചകം, ഇവര് വാക്ക് പല കോണ്ടക്സ്റ്റുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. വൈലോപ്പിള്ളിയുടെ ഈ 2 വരികൾ. എന്തിന് മർത്യായുസിൽ സാരമായത് ചില മുന്തിയ സന്ദർഭങ്ങൾ അല്ല മാത്രകൾ മാത്രം എന്ന് പറയുന്നുണ്ട്. ഇത് ഈ അവനവൾ നിർമ്മിതിയുടെ ഒരു സൂത്രവാക്യമായിട്ട് വേണം നമുക്ക് എടുക്കാം. കാരണം ഇതിലൊരു വാചകം നമുക്ക് കാണാം. ദ കീ ടു ദ കോർട്ടിക്കൽ റെപ്രസെൻറ്റേഷൻ ഓർ ദ മെന്റൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ സെന്റിയൻ സെൽഫ് is the integration of salience across all relevant conditions at each moment. അതായത് ഈ സെന്റിയൻ സെൽഫ് അറിയുന്ന ഞാൻ എന്നത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്, അതിൻ്റെ റെപ്രസെൻറ്റേഷൻ്റെ അതിൻ്റെ അടിസ്ഥാനം എന്നത്, അതിൻ്റെ താക്കോൽ എന്നത് ഒരു സാലിയൻസ് എന്നൊരു വാക്ക് പുതുതായിട്ട് പറയുന്നതാണ്. സാലിയൻസ് അക്രോസ് ഓൾ റിലവൻറ്റ് കണ്ടീഷൻ. എന്താണ് ഈ സാലിയൻസ്? ഈ സാലിയൻസ് എന്ന് പറഞ്ഞാൽ മുന്തി നിൽക്കൽ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സമാനമായ മറ്റു വകകളിൽ നിന്ന് ഒരു ഐറ്റം എങ്ങനെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നു, അതാണ് അതിൻ്റെ സാലിയൻസ് എന്ന് പറയുന്നത്. ഇവിടെ സാലിയൻസ് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ജീവനിയന്ത്രണത്തെ സംബന്ധിച്ച് എത്രത്തോളം പ്രധാനമാണ്, അതാണ് സാലിയൻസ്. അതുകൊണ്ടാണ് ബഷീറിന് ഏറ്റവും സാലിയൻ്റായിട്ട് അന്നേരം ഇത് വല്ലതുമാണോ ഞാൻ ദൈവവിരോധിയും കമ്മ്യൂണിസ്റ്റും പോലീസുകാരെ വേട്ടയാടപ്പെടുന്ന ആളും ഇതൊക്കെയാണ്, പക്ഷെ ഇതൊക്കെയാണോ ഞാൻ ചോദ്യം ചോദിക്കുന്നത്. അയാളുടെ സാലിയൻസ്, ഈ വിശപ്പ് എന്നുള്ളത് വളരെ സാലിയൻ്റാണ്. അതാണ് മുന്തി നിൽക്കുക. അത് നല്ല നിലക്കാവാം ചീത്ത നിലക്കും ആവാം. സാലിയൻസ്. അപ്പോൾ ഈ സാലിയൻസ് അക്രോസ് ഓൾ റിലവൻസ് കണ്ടീഷൻസ് ഓഫ് ഈച്ച് മൊമെന്റ്, ഇതാണ് ഈ സെന്റിയൻ സെൽഫിൻ്റെ മെന്റൽ റെപ്രസെൻറ്റേഷൻ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് ഞാൻ ഈ വാചിലെടുത്തത്. ഇതുവരെ നാം ജീവിച്ചു പോരുന്ന ഓരോ നിമിഷവും ആന്തരികവും ബാഹ്യവുമായ വിവര ആവയവങ്ങളുടെ അടിസ്ഥാനത്തിൽ സേലിയൻസിനെ വിലയിരുത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മൾ കാണുന്നത് കേൾക്കുന്നതും കേവലം സ്പർശനത്തിൻ്റെയോ ആന്തരികത്തിൻ്റെയോ മാത്രമല്ല, നമ്മളെ സംബന്ധിച്ച് ഈ ഓരോ നിമിഷവും എത്രത്തോളം മുന്തി നിൽക്കുന്നതാണ്, സേലിയൻ്റാണ്.
ഈ ജന്തുവിനെ സംബന്ധിച്ച് എന്ന വിലയിരുത്തൽ നമ്മുടെ വികസിതമായ മസ്തിഷ്കത്തിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ മുന്തിയ സന്ദർഭങ്ങളാണ് നമ്മുടെ അവനവൾ ചിത്രത്തിനെ അതിൻ്റെ കീ ആയിട്ട് വർത്തിക്കുന്നതെന്ന് ഞാൻ പറയാൻ കാരണം. എന്താണ് ഈ സാലിയൻസ് നിർണ്ണയിക്കുന്നത്? ഒരു വ്യക്തിയുടെ, ഇയാളുടെ വാചകത്തെ പറഞ്ഞാൽ സാലിയൻസ് ഓഫ് എനി ഫാക്ടർ ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ സിഗ്നിഫിക്കൻസ് ഫോർ ദ മെയിൻ്റനൻസ് ആൻഡ് അഡ്വാൻസ്മെന്റ് ഓഫ് ദ ഇൻഡിവിജ്വൽ ആൻഡ് ദ സ്പീഷീസ്. ഈ ജന്തുവിൻ്റെയും അതിൻ്റെ സ്പീഷീസിൻ്റെയും മെയിൻ്റനൻസിനും അതിൻ്റെ നിലനിൽപ്പിനും അതിൻ്റെ പുരോഗതിക്കും അനുയോജ്യമാണോ അല്ലയോ എന്നതാണ് അതിൻ്റെ സാലിയൻസിനെ നിർണ്ണയിക്കുന്നത്. തണുപ്പ്, വിശപ്പ്, ദാഹം, ഇതൊന്നും അതിൻ്റെ സാലിയൻസ് അതിൻ്റെ വെൽബീയിങ്ങിന് നല്ലതല്ല എന്നുകൊണ്ടാണ് അതിൻ്റെ സാലിയൻസ് വർദ്ധിക്കുന്നത്. നല്ലതാണ് എന്നുകൊണ്ടും സാലിയൻസ് വർദ്ധിക്കാം. ഇത് നല്ലതാണ്, ഉപ്പിട്ട നാരങ്ങ വെള്ളം സാലിയൻ്റ്, അത് നല്ലതാണെന്നുള്ളതാണ് അതിന് സാലിയൻസ് വരുന്നത്, ആ അനുഭവം, ആ നിമിഷം. At the most fundamental level, this means the energy efficient maintenance of the health of the physical body, in other words, homeostasis. ജീവനിയന്ത്രണത്തിന്, ഹോമിയോസ്റ്റാസിസിന് ഉതകുന്നതാണോ അല്ലയോ എന്നതാണ് ഈ മുന്തി നിൽക്കലിൻ്റെ പ്രാധാന്യം. അതിന് ഉതകുന്നതായാലും അതിനെതിരാണെങ്കിലും രണ്ടു നിലക്കും അത് സാലിയൻ്റ് ആണ്. അപ്പം ഈ സാലിയൻസ് ആണ് ഈ അവനവൾ ചിത്രത്തെ നിർണ്ണയിക്കുന്നതിൻ്റെ അടിസ്ഥാന ഘടകം. ഇൻസുലാർ കോർട്ടക്സിലാണ്. ഇതാണ് ഇൻസുലാർ കോർട്ടക്സ്. പുറത്തുനിന്ന് നമ്മൾ കട്ട് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. ഇൻസൈഡിലെ ശരീരത്തിൻ്റെ മൊത്തം ജീവപ്രവർത്തന അവസ്ഥ ഇൻസുലയുടെ പോസ്റ്റീരിയർ കോർട്ടക്സ്, ഇൻസുലയുടെ പിൻഭാഗത്ത് ചിത്രീകരിക്കപ്പെടുന്നു നമ്മൾ നേരത്തെ പറഞ്ഞു. അതാണ് നമ്മൾ ലാമിന 1 സ്പൈനോതലാമോ കോർട്ടിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞത്. ഈ ചിത്രം, ഇവിടെ ഉണ്ടാവുന്ന ഈ അടിസ്ഥാനപരമായ നമ്മുടെ ആന്തരിക പരിസ്ഥിതിയുടെ ചിത്രം, പോസ്റ്റീരിയർ ഈ ഇൻസുലയിൽ ഉണ്ടാവുന്ന ചിത്രം മിഡ് ഇൻസുലയിലും ആൻറ്റീരിയർ ഇൻസുലയിലും റീറെപ്രസെൻ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതൊക്കെ കുറച്ച് കോംപ്ലക്സ് ആണെന്ന് എനിക്കറിയാം, വീണ്ടും ആവർത്തിക്കപ്പെടുന്നു. അപ്പോൾ ഓരോ സ്ഥലത്തും പുതിയ വിവരങ്ങൾ കൂട്ടിച്ചേർക്കപ്പെടുന്നുണ്ട്. നമ്മൾ ലാമിന 1 സ്പൈനോതലാമോ കോർട്ടിക്കൽ സിസ്റ്റം പറഞ്ഞു. ആന്തരിക വ്യവസ്ഥയെക്കുറിച്ചിട്ടുള്ള അതിൻ്റെ എങ്ങനെയാണ് ശരീരത്തിൻ്റെ ഇപ്പോഴത്തെ നില എന്നതിനെക്കുറിച്ചിട്ടുള്ള കൃത്യമായ ചിത്രം ഓരോ നിമിഷവും ഇൻസുലയുടെ പിൻഭാഗത്ത് എത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് നമ്മൾ കണ്ടു. ഈ ചിത്രത്തിനെ മസ്തിഷ്കത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വിവിധങ്ങളായ വിവരങ്ങളുമായി കൂട്ടിച്ചേർത്ത് പുത്തൻ ഇമേജുകൾ ഇൻസുല സൃഷ്ടിക്കുന്നു എന്നാണ് ബഡ് ക്രെയ്ഗ് പറയുന്നത്. പിൻഭാഗത്ത് ശരീരത്തിൻ്റെ ആന്തരിക പരിസ്ഥിതിയെക്കുറിച്ചുള്ള അവനവൾ ചിത്രത്തിൻ്റെ അടിസ്ഥാനമായ ചിത്രം, ഇതിൻ്റെ മിഡ് ഇൻസുലയിലും ആൻറ്റീരിയർ ഇൻസുലയിലും പുതിയ വിവരങ്ങൾ കൂട്ടിച്ചേർക്കപ്പെടുന്നു. ഇതിന് ഞാനൊരു ഉദാഹരണം പറഞ്ഞത് അത്ര ശരിയായിക്കൊള്ളുന്നില്ല. ഒരു കമ്പ്യൂട്ടറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ലഭ്യമായ ചിത്രങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഗെയിം ഉണ്ടാക്കാനാണ് ചെയ്യുന്നത്. ഒരു ആക്റ്റീവായിട്ടുള്ളൊരു വീഡിയോ ഗെയിമിൻ്റെ നിർമ്മിതിയിൽ ഈ സോഫ്റ്റ്വെയർ എന്താ ചെയ്യുന്നത്? വിവിധ സ്ഥലത്ത് നിന്ന് അഗ്രിഗേറ്റ് ചെയ്തിട്ടുള്ള പല ഇമേജുകൾ എടുത്തുകൊണ്ട് ഒരു ഇമേജിനെ സൃഷ്ടിക്കാം. ഇതിലിപ്പോൾ ഈ വീടിൻ്റെ ഇമേജ് വേറിരിക്കുന്നതാവാം, തെരുവിൻ്റെ വേറൊന്നാവാം, ഇതിൻ്റെ അകത്ത് ഒരു തോക്ക് കൊണ്ടുവരുന്ന വേറൊരാവാം, ആളെ കൊണ്ടുവരുന്ന വേറൊരാവാം. ഇതൊക്കെ ചേർത്തിട്ടാണ് ഒരു ചിത്രം ഉണ്ടാക്കുന്നത്. ഇതുപോലെ ഇതൊരു ഉദാഹരണം ഞാൻ പറഞ്ഞാണ്, എത്ര ശരിയാണെന്ന് അറിയില്ല, എൻ്റെ മാത്രം ഉദാഹരണമാണ്. ഇത് ക്രെയ്ഗ് പറഞ്ഞിട്ടുള്ള ഉദാഹരണമല്ല, ബഡ് ക്രെയ്ഗ് പറഞ്ഞല്ല. ഇതുപോലെ അത്ര കറക്റ്റ് അല്ലെങ്കിലും അത് ചെയ്യുന്ന എന്താണ് മസ്തിഷ്കം? ഹൈപ്പോതലാമസ്, അമിഗ്ഡല, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഹൈപ്പോതലാമസ് ജീവനിയന്ത്രണത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അമിഗ്ഡല നമ്മൾ പേടിയെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നതാണ്. പ്രീഫ്രോണ്ടൽ കോർട്ടക്സിൻ്റെ വിവിധ ഭാഗങ്ങൾ, ന്യൂക്ലിയസ് അക്യൂംബൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ നമ്മുടെ റിവാർഡ് പാത്വേയിൽ വരുന്നത്. ഇങ്ങനെ മസ്തിഷ്കത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭ്യമായ വിവരങ്ങൾ ഒക്കെ കൂട്ടിച്ചേർത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ന്യൂറൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഫിസിയോളജിക്കൽ കണ്ടീഷൻ ഓഫ് ദ ബോഡി, മാറാത്ത ഞാൻ എന്ന ചിത്രത്തിൻ്റെ പോസ്റ്റീരിയർ ഇൻസുലയിൽ ലഭ്യമായ ചിത്രത്തിൻ്റെ കൂടെ കൂടിച്ചേർക്കപ്പെടുന്നു. അവിടെയാണ് എന്ത് വരുന്നത്? ഇതിൻ്റെ ഒക്കെ സാലിയൻസ് വരുന്നത്. സാലിയൻ്റ് ആണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ ഇൻ്റഗ്രേഷൻ ഓഫ് സാലിയൻ്റ് ആക്ടിവിറ്റി, ഈ ഹോമിയോസ്റ്റാറ്റിക് വികാര ചിത്രങ്ങൾ. ഹോമിയോസ്റ്റാറ്റിക് വികാര ചിത്രങ്ങൾ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കണ്ണും തലയും ഇരുട്ടടിച്ചു പോയി നമ്മുടെ വികാരങ്ങളല്ലേ, വിശപ്പ്, ആർത്തി, ഇങ്ങനെയൊക്കെ ബഷീർ പറഞ്ഞ കാര്യങ്ങൾ, ഇതൊക്കെ ഹോമിയോസ്റ്റാറ്റിക് ഫീലിങ്ങുകളാണ്. ഇതിൻ്റെ കൂടെ പരിസ്ഥിതി ഉണ്ടാക്കുന്ന ചില വികാര ചിത്രങ്ങളുണ്ട്. അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ വായിൽ ഉമിനീർ നിറഞ്ഞു, മാത്യുവിൻ്റെ അടുക്കളയിൽ കടുക് ഉറക്കുന്ന ശബ്ദം, വെന്തുമലക്കുന്ന ചോറിൻ്റെ വാസന, ഇതൊക്കെ ഈ വികാരവുമായി കൂട്ടിച്ചേർക്കപ്പെടുന്നുണ്ട്. വിശപ്പിനെ കുറിച്ചുള്ള ഈ വലിയ തോന്നലിൻ്റെ കൂടെ തന്നെ അതിൻ്റെ കൂടെ മറ്റൊന്നും കൂടി ചേരുകയാണ്. വേറെ ഓരോ സമയത്ത്
വളരെ സാലിയൻ്റ് ആയ ഒരു മൊമെൻ്റാണ്. വിശന്നിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് കടുക് പറക്കുന്ന ശബ്ദം, അതിൻ്റെ മണം, ഇതൊക്കെ ഈ ചിത്രങ്ങളൊക്കെ കൂടെ കൂട്ടിച്ചേർത്തിട്ട് വളരെ സാലിയൻ്റ് ആയ ഒരു മൊമെൻ്റ് അവിടെ സൃഷ്ടിക്കപ്പെടാൻ. അതൊരു വികാരാനുഭവ ചിത്രം. അതുപോലെ തന്നെ സാമൂഹ്യ കാരണങ്ങളാൽ ഉണ്ടാകുന്ന വികാരാനുഭവ ചിത്രങ്ങൾ. ഇവിടെ പറഞ്ഞ എന്താണ്? വൃദ്ധൻ അറിഞ്ഞു കാണുമോ? എങ്കിൽ മാത്യു അറിയും, മറ്റു വിദ്യാർത്ഥികളും ക്ലാക്കന്മാരും അറിയും, കുറച്ചിലാവും. ഇതൊക്കെ ഇയാളുടെ വെൽബീയിങ്ങിനെ ബാധിക്കുന്നതാണെന്ന് സാമൂഹ്യമായിട്ടുള്ള വിവരങ്ങൾ കൊണ്ട് ഇതും മസ്തിഷ്കത്തിന്റെ പ്രീഫ്രോണ്ടൽ കോർട്ടക്സിലൊക്കെ തന്നെ നിർമ്മിക്കപ്പെടുന്നതാണ്. ഇതും കൂട്ടിച്ചേർക്കപ്പെടുന്നു. അടിസ്ഥാനപരമായി വിശപ്പ് എന്ന ഈ വികാരം അനുഭവം ഉണ്ടാക്കുന്ന മസ്തിഷ്ക ചിത്രത്തോടൊപ്പം പോസ്റ്റീരിയർ ഇൻസുലിൻ ഉണ്ടാകുന്നതിനോടൊപ്പം എന്തൊക്കെ കൂട്ടിച്ചേർക്കപ്പെട്ടു നമ്മളിപ്പോൾ കണ്ടു. സാമൂഹ്യ അനുഭവങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ടു, ചെവിയിൽ നിന്നുള്ളതും മൂക്കിൽ നിന്നുള്ളതും ഒക്കെ ആയിട്ടുള്ള ഇത് കൂട്ടിച്ചേർക്കപ്പെട്ടു. ഒപ്പം തന്നെ മസ്തിഷ്കത്തിലെ പ്ലഷർ സർക്യൂട്ട് ചേർത്ത് കൊടുക്കുന്ന ആനന്ദാനുഭവം. ഇതൊക്കെ ഓരോ സമയത്താണ് കേട്ടോ. മോഷ്ടിച്ച ഭക്ഷണശേഷം കഴിച്ച ശേഷം എന്താന്ന് പറയുന്നത് അദ്ദേഹം ആകെ സുഖസംതൃപ്തം എന്നാണ്. ഇതെവിടുന്നാണ് വരുന്നത്? ഇത് ന്യൂക്ലിയസ് അക്യുമിൻസാണ് വരുന്നത്. ഇതൊക്കെ കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഇതാണ് ഇൻ്റഗ്രേഷൻ ഓഫ് സാലിയൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഓരോ നിമിഷം ഉണ്ടാക്കുന്നത്. ഈ വാക്കിനൊരു പേരുണ്ട്, ഗ്ലോബൽ ഇമോഷണൽ മൊമെന്റ്. ഞാനിവിടെ ചുവന്ന നിറത്തിൽ അടയാളപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ ആ വാക്ക് ഇനി ഞാൻ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ദ ഇൻ്റഗ്രേഷൻ സക്സസീവ്ലി ഇൻക്ലൂഡ്സ് ഹോമിയോസ്റ്റാറ്റിക്, എൻവയൺമെന്റൽ, ഹെഡോണിക് എന്ന് വെച്ചാൽ നമ്മുടെ ന്യൂക്ലിയസ് അക്യുമിൻസ് പ്ലഷർ സർക്യൂട്ട്, മോട്ടിവേഷണൽ, സോഷ്യൽ ആൻഡ് കോഗ്നിറ്റീവ് ആക്ടിവിറ്റി ടു പ്രൊഡ്യൂസ് എ ഗ്ലോബൽ ഇമോഷണൽ മൊമെന്റ് വിച്ച് റെപ്രസെന്റ്സ് ദ സെന്റിയന്റ് സെൽഫ് അറ്റ് വൺ മൊമെന്റ് ഓഫ് ടൈം. ഇത് ഈ ചിത്രം നിങ്ങൾ നോക്കൂടെ. ഇത് ബഡ് ക്രേഗിന്റെ പേപ്പറിൽ നിർത്തിയ ചിത്രമാണ്, ഞാൻ ഉണ്ടാക്കിയതല്ല. പ്രൈമറി ഇൻട്രോസ്പെക്റ്റീവ് റെപ്രസെന്റേഷൻ, ഈ ആദ്യത്തെ ചിത്രം. ഇത് മാറാത്ത ആന്തരിക അന്തരീക്ഷത്തെക്കുറിച്ച് പോസ്റ്റീരിയർ ഇൻസുലയിൽ ഉണ്ടാവുന്ന ചിത്രമായി നമുക്കിതിനെ കാണാം. ഇതിനകത്തേക്ക് എന്ത് ചെയ്തു? മോട്ടോർ ഫംഗ്ഷൻ, ഹൈപ്പോതലാമസിനും അമിഗ്ഡലയിൽ നിന്നുള്ള ഹോമിയോസ്റ്റാറ്റിക് ആവേഗങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ടു. ആവേഗങ്ങൾ ഉണ്ടാക്കുന്ന ചിത്രം. എൻവയോൺമെന്റൽ കണ്ടീഷൻസ് ഉണ്ടാക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, എൻവയോൺമെന്റൽ കണ്ടീഷൻസ് കടുക് പറക്കുന്ന ശബ്ദവും മണമൊക്കെ. ഹെഡോണിക് കണ്ടീഷൻസ്, ആകെ സുഖസംതൃപ്തം. മോട്ടിവേഷണൽ ആൻഡ് കോഗ്നിറ്റീവ്, ക്ലാർക്കന്മാർ അറിയുമോ? ഇതൊക്കെ കൂട്ടിച്ചേർക്കപ്പെട്ടു. അങ്ങനെയാണ് എന്തുണ്ടാവുന്നത്? ഒരു നിമിഷം ഉണ്ടാവുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരു നിമിഷത്തിൽ ഞാൻ എന്ന പ്രക്രിയ ഉണ്ടാവുന്നത് ഇതൊക്കെ അത് കൂട്ടിച്ചേർത്തിട്ടാണ്. ദാറ്റ് ഈസ് കോൾഡ് എ ഗ്ലോബൽ ഇമോഷണൽ മൊമെന്റ്. ഇമോഷൻസിലൂടെയാണ് നമ്മൾ ഉണ്ടാകുന്നത്. മനുഷ്യൻ എന്താണ്? ഫീലിംഗ് മെഷീൻ. ഈ ഫീലിംഗിലൂടെയാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഗ്ലോബൽ ഇമോഷണൽ മൊമെന്റ് ഉണ്ടാകുന്നത് ഇങ്ങനെയാണ്. ലാമിന വൺ സ്പൈനോതലാമോകോർട്ടിക്കൽ സിസ്റ്റത്തിലൂടെ ആവർത്തിക്കുക എന്നുള്ള എൻ്റെ ഒരു ദോഷമായിട്ട് പലരും പറയുന്നുണ്ട്. പക്ഷെ നിങ്ങളിത് മനസ്സിലാക്കിയേ പറ്റൂ. ഈ അഗ്രാഹ്യം അവ്യവഹാര്യമായിട്ടുള്ള ഈ ചതുർത്ഥം മന്യന്തേ എന്നുള്ള അസംബന്ധങ്ങളൊക്കെ ഈ സമൂഹത്തിൽ നിന്ന് പോകേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ സൃഷ്ടിക്കപ്പെടുന്നത് എങ്ങനെയാണ്? യഥാർത്ഥത്തിൽ നമ്മളുടെ ഞാൻ എന്ന സെന്റിയൻ സെൽഫ് സൃഷ്ടിക്കപ്പെടുന്നത് ഇറ്റ് ഈസ് ത്രൂ ദി ഇന്റഗ്രേഷൻ ഓഫ് സാലിയൻസ് ഇൻ ബ്രെയിൻ ആൻഡ് ക്രിയേറ്റിംഗ് എ ഗ്ലോബൽ ഇമോഷണൽ മൊമെന്റ്. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഒരു നിമിഷത്തേക്ക് ഞാൻ എന്ന സാധനം കിട്ടി. പക്ഷെ ഞാൻ ഒരു നിമിഷത്തെ മാത്രമല്ല നിൽക്കുന്നത്. ഞാനിങ്ങനെ അന്ധമായിട്ട് കുറെ നീണ്ടു പോകുന്നില്ലേ, മുന്നോട്ട് നീണ്ടു പോകുന്നില്ലേ? അതിൻ്റെയും കൂടി നമുക്ക് കാണേണ്ടതുണ്ട്. അധികം സമയം എടുക്കില്ല, ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് തീർക്കാം. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു അവനവൻ, ഒരു നിമിഷത്തേക്ക് സൃഷ്ടിക്കപ്പെട്ട അവനവൻ, അതെങ്ങനെയാണെന്ന് മനസ്സിലായി. പോസ്റ്റീരിയർ ഇൻസുലയിൽ നിന്ന് ആന്റീരിയർ ഇൻസുലയിലേക്ക് നീണ്ടുപോകുന്ന വിവിധങ്ങളായ ഈ ഒരു ഇൻസുലയിൽ വെച്ച് ഇതൊക്കെ സൃഷ്ടിക്കപ്പെട്ടു. ഒരു ഗ്ലോബൽ ഇമോഷണൽ മൊമെന്റ്, എന്നെന്താ പറയാ, ഒരു ആസകല വികാര നിമിഷം എന്ന് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുക. ഗ്ലോബൽ ഇമോഷണൽ മൊമെന്റ്, ആസകല വികാര നിമിഷം. ഈ ആസകല വികാര നിമിഷങ്ങളിലൂടെയാണ് അവനവൻ ഒരു നിമിഷത്തിൽ സൃഷ്ടിക്കപ്പെട്ടുള്ളത്. ഓരോ നിമിഷത്തിലൂടെ സാലിയൻ മൊമെന്റ് എന്നും പറയുന്നത്. ഇങ്ങനെ സീരീസ് ഓഫ് ഗ്ലോബൽ ഇമോഷണൽ മൊമെന്റുകൾ ഉണ്ടായാലോ അപ്പോ ഒരു സിനിമാസ്കോപ്പിക് ഇമേജ് ഓഫ് ദ സെന്റിയൻ സെൽഫ് അക്രോസ് ടൈം. അപ്പൊ അതാണ് ആ പേപ്പറിൽ പറഞ്ഞിരിക്കുന്ന വാചകം. അവനവൻ, കാലത്തിലൂടെ കടന്നു പോകുന്ന അവനവൻ എന്ന ചിത്രം ഓരോ നിമിഷവും ഇതിങ്ങനെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രോസസ്സ് ഒരു നിമിഷം ബോധമില്ലാതൊക്കെ പോയി, നമ്മളില്ല. അപ്പൊ ഈ നമ്മൾ എന്ന ഈ പ്രോസസ്സ് ഇങ്ങനെ ഓരോ നിമിഷവും ഗ്ലോബൽ ഇമോഷണൽ മൊമെന്റുകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ സൃഷ്ടിക്കപ്പെട്ട ഗ്ലോബൽ ഇമോഷണൽ മൊമെന്റിനെ ഇവിടെ കാണിച്ചിരിക്കുന്നത് പ്രസന്റ് നടുവിലുണ്ട്, ഇതിന്റെ പാസ്റ്റ് ഉണ്ട്, ഫ്യൂച്ചർ ഉണ്ട്. ഇങ്ങനെ പോവാണ്. ഇങ്ങനെയാണ് നമ്മൾ കാലത്തിലൂടെ കടന്നു പോകുന്ന ഞാൻ എന്ന ചിത്രം ഉണ്ടാകുന്നത്. അതാണ് തുടർന്ന് വരുന്നത്. നമ്മളെ തുടർന്നു പോകുന്ന ഞാൻ, കാലത്തിലൂടെ കടന്നു പോകുന്ന ഞാൻ എന്നൊരു സിനിമാസ്കോപ്പിക് ഇമേജ് ഉണ്ടാകുന്നുണ്ട്. ഇതിലൂടെയാണ് സിനിമാസ്കോപ്പിക് വ്യൂ ഓഫ് ദ സെൽഫ് എന്നാണ് പറയാം. ക്രെയിഗിന്റെ വാചകം അതാണ്, ബഡ് ക്രെയിഗിന്റെ. അപ്പൊ ഈ സിനിമാസ്കോപ്പിക് ഇമേജ്, ഈ ഒരു വാചകം ഞാനൊന്ന് വായിക്കാം എന്ന് വിചാരിക്കുന്നു. വലിയ വാചകമാണ്,
പക്ഷെ വളരെ ഗൗരവമായി എന്നെ ഫോളോ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഐ പ്രപ്പോസ് that the integration of salience across all of these factors culminates in a unified final meta-representation of the global emotional moment near the junction of the anterior insula. ഈ ആൻറ്റീരിയർ പോസ്റ്റീരിയർ എന്ന് വെച്ചാൽ ആൻറ്റീരിയർ എന്ന് വെച്ചാൽ മുന്നിൽ, പോസ്റ്റീരിയർ എന്ന് വെച്ചാൽ പിന്നിൽ. ഇൻസുല എന്ന സാധനം നമ്മളിങ്ങനെ കണ്ടു, അതിൻ്റെ പിൻഭാഗത്ത് നിന്ന് മുൻഭാഗത്തേക്ക് നീങ്ങി പോകുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. നീങ്ങുന്നത് വെച്ചാൽ അവിടെയൊക്കെയാണ് ഇത് നടക്കുന്നത്. The processing stage is key because it generates an image of the material me, എൻ്റെ ഒരു ഇമേജ് ഉണ്ടാക്കുന്നു, ഓഫ് ദ സെന്റ് ഓർ ദ സെന്റിയന്റ് സെൽഫ് അറ്റ് വൺ മൊമെന്റ് ഇൻ ടൈം, നൗ, ഇപ്പോൾ. an anatomical repetition of this functional unit. ഇതിങ്ങനെ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ഇൻഡെക്സ്ഡ് ബൈ എൻ എൻഡോജീനസ് ടൈം ബേസ്. അത് ഞാൻ ചുവപ്പ് നടത്തി കൊടുത്തിട്ടുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഇൻഡെക്സ്ഡ് ബൈ എൻ എൻഡോജീനസ് ടൈം ബേസ് ഒരു വാചകം മാത്രമേ ഇത് പറഞ്ഞിട്ടുള്ളൂ. ഇസ് ഓൾ ദാറ്റ് ഈസ് റിക്വയർഡ് ടു ജനറേറ്റ് എ സെറ്റ് ഓഫ് റിപ്പീറ്റഡ് മെറ്റാ റെപ്രസെന്റേഷൻ ഓഫ് ഗ്ലോബൽ ഇമോഷണൽ മൊമെന്റ്സ് ദാറ്റ് എക്സ്റ്റെൻഡ്സ് അക്രോസ് എ ഫൈനിറ്റ് പീരീഡ് ഓഫ് ടൈം. അപ്പോൾ എൻഡോജീനസ് ടൈം ബേസ് എന്നുള്ളതിൽ അതെങ്ങനെയാണ് വരുന്നത്? എത്ര നീളത്തിലാണ് നമ്മൾ ഈ സിനിമാസ്കോപ്പ് കാണുന്നത്? ഒരു സിനിമാസ്കോപ്പിക് 70 mm സിനിമാസ്കോപ്പ് എന്നല്ലേ പണ്ട് പറയാം, 70 mm കാണുന്നത് പറയും. അതുപോലെ എത്ര വലുപ്പത്തിലാണ് നമ്മൾ കാണുന്നത്? 40 സെക്കൻഡിലാണ് അത്രേ. അത് ബഡ്ക്രീഗ് ആ പേപ്പറിൽ പറഞ്ഞിട്ടില്ല. അദ്ദേഹം സ്വീഡനിലെ ലിൻഷിപ്പിംഗ് യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ ഒരു ടോക്ക് ഞാൻ കേൾക്കുന്നുണ്ടായി. അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് 40 സെക്കൻഡിലാണ് നടക്കുന്നത്. അതിന് അദ്ദേഹം പറയുന്നത് വേറൊരു വാക്കാണ്, സെന്റിയന്റ് മൊമെന്റ് എന്നൊരു വാക്ക് അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. സെന്റിയന്റ് മൊമെന്റ് ഇതിനെക്കുറിച്ച് പേപ്പറിലൂടെയും പറഞ്ഞിട്ടില്ല. പക്ഷെ 40 സെക്കൻഡിനകത്ത് ആണ് ഈ ചിത്രം നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. ഒരു നിമിഷം അങ്ങനെ ഒരു വിൻഡോയിലൂടെയാണ് നമ്മൾ കാണുന്നത്. 40 സെക്കൻഡിന്റെ വിൻഡോ, അതിലൂടെയാണ് നമ്മളിങ്ങനെ കണ്ടു പോകുന്നത്. ഈ 40 സെക്കൻഡിനകത്ത് ഒരുപാട് ഗ്ലോബൽ ഇമോഷണൽ മൊമെന്റുകൾ വളരെയധികം ഇങ്ങനെ കുത്തി നിറക്കപ്പെടും. ചിലപ്പോൾ വളരെ കുറച്ച് ഗ്ലോബൽ ഇമോഷണൽ മൊമെന്റുകൾ മാത്രമേ അതിനകത്ത് ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. അതിലേക്ക് നമ്മൾ വരും. അതിനു മുമ്പേ ഇതൊന്ന് പറഞ്ഞോട്ടെ, നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയെന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഐ തിങ്ക് ദെയർഫോർ ഐ ആം എന്ന റെനെ ഡെക്കാർത്തയുടെ പലവട്ടം ആവർത്തിക്കപ്പെട്ടുള്ളത് അത് തെറ്റാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വികാരരൂപിയാണ് മനുഷ്യൻ. ഞാൻ ചിന്തിക്കുന്നു അതുകൊണ്ട് ഞാനുണ്ട് എന്നത് തെറ്റാണ്. എന്താണ് ശരിക്കും പറയേണ്ടത്? ഐ ഫീൽ ദെയർഫോർ ഐ ആം. ഐ ഫീൽ ദെയർഫോർ ഐ ആം എന്ന് പോലുമല്ല പറയേണ്ടത്. ഐ ഫീൽ ദാറ്റ് ഐ ആം. ഞാനുണ്ട് എന്നത് ഞാൻ അറിയുന്നു. എങ്ങനെ? ആ ഫീലിങ്ങിലൂടെയാണ്. ഐ ഫീൽ ദാറ്റ് ഐ ആം. ഈ ഫീലിങ്ങിലൂടെയാണ് നമ്മൾ നിർമ്മിക്കപ്പെട്ടുള്ളത്. ഗ്ലോബൽ ഇമോഷണൽ മൊമെന്റുകളിലൂടെയാണ് അവനവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അർത്ഥം ഞാനൊരു വികാരജീവിയാണ് എന്ന് ഉമ്മർ പറയല്ലോ. നമ്മളെല്ലാം വികാരജീവികൾ. ഈ വികാരങ്ങൾ, ഈ ഫീലിങ്ങുകളിലൂടെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. ദിസ് സെൻസോറി മോട്ടോർ ആർക്കിടെക്ചർ മാനിഫെസ്റ്റ് ദ ഓൺഗോയിങ് ഇമോഷണൽ ഏജൻസി ദാറ്റ് ഗൈഡ്സ് ഓൾ ഓഫ് അവർ ബിഹേവിയർ. നമ്മുടെ എല്ലാ പെരുമാറ്റങ്ങളെയും വികാരങ്ങളാണ് നയിക്കുന്നത്. വികാരങ്ങളാൽ നയിക്കപ്പെടുന്ന ജന്തുക്കളാണ് നമ്മൾ. ഇത് യുക്തിവാദികൾ വിശേഷിച്ച് മനസ്സിലാക്കുന്നത്. നമ്മളെല്ലാം വി ആർ ഓൾ ഡ്രിവൺ ബൈ ഇമോഷൻസ്. അങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അടിസ്ഥാനപരമായിട്ട് അങ്ങനെയാണ്. ഈ വികാരങ്ങൾ മുകളിലാണ് നമ്മുടെ ജീവൻ തന്നെ നിലനിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ സകല പെരുമാറ്റങ്ങളുടെയും ദിശാനിർണയമാവുന്നത്, പ്രേരക ശക്തിയാവുന്ന വികാരങ്ങളാണ്. യുക്തിവാദം എളുപ്പമല്ല. അപ്പോൾ ഈ ഒരു കാർട്ടൂൺ കാണിക്കുന്നത് സബ്ജക്റ്റീവ് ഡയലറ്റേഷൻ ഓഫ് ടൈം എങ്ങനെയാണ്. നമ്മൾ 40 സെക്കൻഡ് വിൻഡോയിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനകത്തേക്ക് എത്ര ഗ്ലോബൽ ഇമോഷണൽ മൊമെന്റുകൾ കയറുന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണ് സമയം. ദർ ഈസ് നോ റിയൽ ടൈം. നമ്മളെ മസ്തിഷ്കത്തിന് റിയൽ ടൈം അല്ല. ഈ ക്ലോക്കിൽ കാണുന്ന സമയമല്ല നമ്മൾ കാണുന്നത്. നമ്മളെ സംബന്ധിച്ച് സബ്ജക്റ്റീവാണ് നമ്മുടെ ടൈം. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ ഉദാഹരണം എന്ന് വെച്ചാൽ, ഉയരത്തിൽ നിന്ന് വീഴുമ്പോൾ വളരെ ഗ്ലോബൽ സാലിയൻ്റ് ആയിട്ടുള്ളതാണ് സമയം ഇങ്ങനെ വികസിക്കുന്നതാണ്. സാലിയൻസിന്റെ ഉത്ഗ്രഥനം വഴിയാണ് ഗ്ലോബൽ ഇമോഷണൽ മൊമെന്റുകൾ സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു 40 സെക്കൻഡ് വിൻഡോവിനകത്ത് എത്ര സാലിയൻ്റ് ഈ ഗ്ലോബൽ ഇമോഷണൽ മൊമെന്റുകൾ കയറിപ്പോകുന്നതിനെ ആശ്രയിച്ചാണ് നമ്മുടെ സമയബോധം വരുന്നത്. അതുകൊണ്ടാണ് സമയം നിശ്ചലമായി നിൽക്കുന്നത് പോലെ ചില സമയത്ത് നമുക്ക് തോന്നുന്നത്. അത്രയും പ്രധാനമായ കാര്യങ്ങൾ നടക്കുന്നത്. ഗ്ലോബൽ ഇമോഷണൽ മൊമെന്റുകളുടെ എണ്ണം കൂടുമ്പോൾ സമയം വികസിച്ച പോലെ തോന്നും. When salient moments occur rapidly, the number of global emotional moments increase during that time. As a consequence, subjective time dilates. ഇതുകൊണ്ടാണ് ഇതില്ലേ എങ്ങനെയാണ് നമ്മൾ അവനവൻ ഇമോഷണൽ സാലിയൻസ് വളരെയധികം കൂടിയ ആസകല ഗ്ലോബൽ ഈ ഇമോഷണൽ മൊമെന്റ്സ് അടങ്ങിയ സന്ദർഭങ്ങളാണ് ഓർമ്മയിലെ നമ്മളൊക്കെ സൃഷ്ടിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഓർമ്മയിലെ നമ്മളെന്താണ്? നമ്മുടെ സാലിയൻ മൊമെന്റ്സ് ആണ്. അപ്പോൾ ഇത് മറ്റേ കുചേലവൃത്തം എന്നൊരു കഥകളിയുണ്ട്. അതിൽ കൃഷ്ണനും
പിന്നെ കുചേലനും കണ്ടെത്തുമ്പോൾ പഴയ കഥകൾ വേവിറക്കുന്ന സംഭവമാണ്. അപ്പോൾ ഇതാണ് പറയുന്നത് പോലെ പണ്ട് വിറക് എടുക്കാൻ പോയ ഒരു സംഭവമാണ്. a+b² ഈസ് ഈക്വൽ ടു a+b² എന്നല്ല പറയുന്നത്. അന്നല്ല പഠിപ്പിച്ചിരുന്നത്. നമ്മളെ ഒന്നിച്ചിങ്ങനെ ഇതൊക്കെ പഠിച്ചില്ലേ, ചില സൂത്രവാക്യങ്ങൾ പഠിച്ചില്ലേ എന്നല്ല പറയുന്നത്. നമ്മളെന്താ പറയുന്നത്, നമ്മൾ രണ്ടുപേരും കൂടി പണ്ട് കാട്ടിൽ വിറക് വെറുക്കാൻ പോയിട്ടുള്ള അനുഭവം ഓർമ്മയില്ലെന്നാണ്. ഇതാണ് ഇന്ധന സമ്പാദന അനന്തരം ഒരു കാട്ടിൽ അന്തണാധിപാവാണു സന്ധ്യയും വന്നുകൂടി. ബന്ധം വിനാവൃഷ്ടിയും അന്ധകാരവും കൊണ്ടു താന്തരായി നമ്മൾ വല്ലീ ബന്ധത്തിൽ വാണതില്ലേ. ഇതൊക്കെ പഴയ എന്തൊക്കെ ഇമോഷണലി സാലിയൻ്റായ കാര്യങ്ങളാണ് നടക്കുന്നു നോക്കൂ. ഇതൊക്കെ ഹോമിയോസ്റ്റാസിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. എന്തൊക്കെ? ഇരുട്ട്, തണുപ്പ്, പേടിപ്പെടുത്തുന്ന കാട്, മഴ. അവിടെ ഒരു വള്ളിക്കുടലൂർ കഴിഞ്ഞാണ്. ചീർത്തവാദഭീതിയാൽ ഹസ്തങ്ങൾ പരസ്പരം കോർത്തു തുറപ്പിൽ പാർത്തു രാത്രിയെ നയിച്ചതും. അവിടെ എന്താ പറയുന്നത്, സോഷ്യൽ ബന്ധങ്ങളാണ്. ആകെ രക്ഷപ്പെടാനുള്ളത് ഇവർ രണ്ടുപേരും സൗഹൃദം മാത്രമാണ്. ഇതൊക്കെ ഈ ഇമേജുകളൊക്കെ നേരത്തെ ഞാൻ ബഷീറിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ ഈ ഇമേജുകളൊക്കെ കൂർത്തുണ്ടാക്കിയ ഗ്ലോബൽ ഇമോഷണൽ മൊമെന്റുകളാണ് ഈ കാലത്തിലൂടെ കടന്നു പോകുന്ന ഞാൻ ചിത്രം ഉണ്ടാക്കിയത്. അവർക്ക് ആ കാലം, ആ ഒരു രാത്രി വളരെ വലിയതായി തോന്നിയിട്ടുണ്ടാവും. കാര്യം എന്താണ്, ഒരുപാട് ഗ്ലോബൽ ഇമോഷണൽ മൊമെന്റുകൾ അതിൽ കൂടിച്ചേർന്നിട്ടുണ്ടാവും. നമ്മളുടെ ഓർമ്മയിൽ നമ്മൾ സൃഷ്ടിക്കുന്നതൊക്കെ ഇമോഷണലി സാലിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഗ്ലോബൽ ഇമോഷണൽ മൊമെന്റുകളെയാണ്. അതിലൂടെയാണ് നമ്മൾ ഉണ്ടാകുന്നത്. ഐ ഫീൽ ദാറ്റ് ഐ ആം. അതാണ് ബേസിക്കലി. ഒരു വാചകം കൂടി, രണ്ട് കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പ്രമാണങ്ങളിൽ നിന്ന് പ്രതിഭാസങ്ങളിലേക്കല്ല, തിരിച്ചാണ് സയൻസിന്റെ വഴി. ഇത് ഞാൻ ക്രെയ്ഗിന്റെ പേപ്പറിൽ തന്നെ എടുത്തൊരു വാചകമാണ്. Finally, these findings signify the cortical representation of feelings from the body as the likely basis for human awareness of the physical self as a feeling entity. അതിൻ്റെ മലയാള ട്രാൻസ്ലേഷൻ ഞാൻ വായിക്കാം. ശരീരത്തിൽ നിന്നുള്ള ഫീലിങ്ങുകളുടെ, വികാരാനുഭവങ്ങളുടെ സെറിബ്രൽ കോർട്ടക്സിലുള്ള പ്രതിനിധാനങ്ങളാണ് അനുഭവങ്ങളുള്ള ഒരു സത്ത എന്ന രൂപത്തിൽ അവനവനെക്കുറിച്ചുള്ള ഒരു ബോധം മനുഷ്യരുണ്ടാകുന്നതിൻ്റെ സാധ്യമായ അടിസ്ഥാനം. This association provides a fundamental framework for the involvement of these feelings with emotion, mood, motivation and consciousness. അവസാനത്തെ വാചകമാണ് ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത്. These concepts emerge directly from the functional anatomy of the lamina 1 spinothalamo-cortical system rather than from preconceived ideas. ഇതൊരു ഫിലോസഫിക്കൽ ലേഖനമല്ല, ഒരു ശാസ്ത്രലേഖനത്തിൽ അദ്ദേഹം പറയുന്നതാണ്. നേരത്തെ ഉണ്ടായ പൂർവിക ധാരണകളിൽ, നേരത്തെ ഉണ്ടായ വല്ല ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്. ഡയറക്ട്ലി ഫ്രം ദി അനാട്ടമി ഓഫ് ദി ലാമിന 1 സ്പൈനോതലാമോ-കോർട്ടിക്കൽ സിസ്റ്റം. നമ്മൾ ഈ പറഞ്ഞ അനാട്ടമിയിൽ നിന്നാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തുന്നത് എന്നുള്ളത്. അപ്പോൾ അതാണ് പ്രമാണങ്ങളിൽ നിന്ന് പ്രതിഭാസങ്ങളിലേക്കല്ല, ഈ നിരീക്ഷണങ്ങളിൽ നിന്നാണ് നമ്മൾ പ്രമാണങ്ങളിലേക്ക് എത്തുന്നത്. അല്ലാതെ ശാന്തം ശിവം അദ്വൈതമായ ഒരു സാധനം ഉണ്ടെന്ന് ഉപനിഷത്തുകളിൽ പറഞ്ഞതുകൊണ്ട് ഇങ്ങനെയാണെന്ന് പറയല്ല ചെയ്യുന്നത്. അതിൽ നിന്നല്ല നമ്മൾ പ്രതിഭാസത്തിലേക്ക് പോകുന്നത്. പ്രമാണങ്ങളിൽ നിന്ന് പ്രതിഭാസങ്ങളിലേക്കല്ല, പ്രതിഭാസങ്ങളിൽ നിന്ന് വേണം പ്രമാണങ്ങൾ ഉണ്ടാക്കാൻ പറയുന്ന സയൻസിന്റെ വഴി. ഞാൻ കഴിഞ്ഞ തവണ ഇത് പറഞ്ഞു തുടങ്ങിയപ്പോൾ 6 തമ്പുരാൻ്റെ ഇത് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അത് മുഴുവനും നമുക്ക് വെട്ടാം. ആ ചോദ്യം 6 തമ്പുരാൻ്റെ സിനിമയിൽ പറഞ്ഞ ചോദ്യം നമ്പർ, അതിൻ്റെ ഉത്തരം മൊത്തം നമുക്ക് വെട്ടാം. ഉത്തരമില്ല എന്ന് പറഞ്ഞല്ല, ഉത്തരമുണ്ട്. പക്ഷെ അതിനെന്ത് ചെയ്യരുത്, നിങ്ങൾ ഉപനിഷത്തുകളിൽ പോയി തപ്പരുത്. ശാസ്ത്ര ലേഖനങ്ങളിൽ ഈ 2 പേപ്പറുകളിൽ അതിനുള്ള ഉത്തരങ്ങളുണ്ട്, അവിടെ പോയി തപ്പണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇത് അവസാനം ഇന്നിപ്പോൾ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ കണ്ടൊരു സാധനമാണ്. ഇവിടെ മെട്രോയിലാണ് ഞാൻ വന്നത്. മെട്രോ സ്റ്റേഷനിൽ അവിടെ ഒരു CCTV ഉണ്ട്. CCTVയുടെ ഒരു ക്യാമറ കാണാം. ആ ക്യാമറയുടെ അടിയിൽ എഴുതി വെച്ചേക്കുന്ന വാചകം ഇതാണ്: ഒരു നിശ്ചയമില്ല ഒന്നിനും, വരും ഓരോ ദേശം വന്ന പോലെ പോവും. വിരയുന്ന മനുഷ്യൻ ഏതോ, വിരിയുന്നു എന്നാണ് എഴുതി വെച്ചത്, തെറ്റാണ് കേട്ടോ. വിരയുന്ന മനുഷ്യൻ ഏതിനോ, തിരിയാ ലോകരഹസ്യം ആർക്കുമേ. ഇത് ശരിയല്ല. ഇത് ഇതൊക്കെ ഇന്ന് നമ്മൾ ഇതൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലോകരഹസ്യമൊക്കെ തിരിയും, നമ്മൾ അന്വേഷിച്ച് പോകണമെന്ന് മാത്രമേ ഉള്ളൂ. ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.